ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ ശുശ്രൂഷിക്കാൻ പോകുകയാണ്. இந்த இரவு வேளை பரிசுத்த ஆவியானவர் நமக்காக ஊழியம் செய்யும்படி போகிறார். അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമായി യേശു തന്നെ ക്രിസ്തു എന്ന് പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ പോകുകയാണ്. അടയാളങ്ങളിനാൽ യേശു ക്രിസ്തുதான் பெரியவராகிய தேவன் என்று ஆண்டவரின் அடையாளத்தின் மூலம் நிரூபிக்க போகிறார். ഇത് വിശ്വസിക്കുന്ന ദൈവജനമാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. இதை நம்புகிற விசுவாசிக்கிற தேவ பிள்ளைகள் தான் இந்த மைதானத்திலே கூடி வந்திருக்கிறீர்கள். ഇത് വിശ്വസിക്കുന്ന അഭിഷക്തന്മാരാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. இங்கே இதை நம்புகிறதான ஊழியக்காரர்கள் நம்மோடு கூட இருக்கிறார்கள். നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. நீங்கள் எவ்வளவுக்கு அதிகமாய் தேவனை விசுவாசிக்கிறீர்களோ அவ்வளவுக்கு அதிகமான தேவனுடைய கிரியை வெளிப்பட போகிறது. വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ചാണ്. യേശു ക്രിസ്തുവിൽ கிரியை செய்கிற அந்த கிரியை செய்கிற விசுவாசத்தின் வல்லமை நாம் விசுவாசிக்கிறதான നമ്മുടെ வாழ்க்கைയിൽ നാം கிரியை ചെയ്യും. നിങ്ങൾ എങ്ങനെ ഈ മീറ്റിംഗിന് വന്നു എന്നതല്ല ഇവിടുത്തെ വിഷയം, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. நீங்கள் எப்படி இந்த கூட்டத்திற்கு வந்தீர்கள் என்பதல்ல நமக்கு மேன்மையான காரியம். இந்த கூட்டத்தில் வந்திருக்கிற நீங்கள் எப்படி இயேசுவை விசுவாசிக்கிறீர்கள் என்பதுதான் முக்கியத்துவம். നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ചാണ് ദൈവപ്രവൃത്തിയുടെ ആഴം വർദ്ധിക്കുന്നത്. உங்கள் விசுவாசத்தின் அளவுக்கு அதிகமாய் உங்களுடைய ஆழம் கிரியை செய்ய ஆரம்பிக்கிறது. ഈ കൺവെൻഷന്റെ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് കർത്താവ് നിങ്ങളുടെ മേൽ ചെയ്യും. இந்த கன்வென்ஷன் மூலமாக நீங்கள் எதை விசுவாசிக்கிறீர்களோ அதன் அடிப்படையில் கர்த்தர் உங்கள் வாழ்க்கையில் அற்புதம் செய்வாராக. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു சொன்னார், நீ விசுவாசித்தால் தேவனுடைய மகிமையை காண்பாய். വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശ്വാസം ഇല്ലാமல் ഒരുവനും தேவனால் பிரியப்படுத்த முடியாது. ഞങ്ങൾ അത്ഭുതങ്ങളായത് പണത്തിന്റെ ശക്തി കൊണ്ടല്ല, വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ്. ഞങ്ങൾ അത്ഭുതങ്ങളായി മാറുന്നത് പണ വല്ലമയാക അല്ല, വിശ്വാസത്തിൻ വല്ലമയിനാൽ ഞങ്ങളുടെ തകർച്ചകളിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വന്നത് വിശ്വാസത്തിന്റെ ശക്തിയിലാണ്. ഞങ്ങളുടെ വീഴ്ചയിൽ ഞങ്ങൾ എഴുമ്പി വന്നത് വിശ്വാസത്തിൻ വല്ലമയിനാൽ. വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ കരം അടിച്ചു കർത്താവിന് മഹത്വം കൊടുക്കുക. കാര്യങ്ങളെ തട്ടി പിന്നാടി ഇരിക്കുന്ന എല്ലാവരും അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. അന്യഭാഷ പെറ്റവർ അന്യഭാഷ. ദൈവിക പ്രവർത്തികൾക്ക് വിശ്വാസം വലിയൊരു അടിസ്ഥാനമാണ്. ദൈവത്തിന്റെ വാർത്തകൾക്ക് വിശ്വാസം മികപ്പെട്ട ഒരു അസ്ഥിഭാരം. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു ദൈവം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എதை വിശ്വസിக்கிறீர்களோ அதை எப்போதும் நீங்கள் சிந்தித்துக் கொண்டே இருக்க வேண்டும். വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയുണ്ട്. പരിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീ ഉണ്ട്. 4000-ലധികം ദിവസങ്ങൾ രോഗം ബാധിച്ച ഒരു സ്ത്രീയാണ്. 4000-ക്ക് അധികமான നാட்கள் വ്യാധിപ്പെട്ടതാണ് ഒരു സഹോദരി. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 12 വർഷം രക്തസ്രാവ എന്ന രോഗം പിടിപ്പെട്ട ഒരു സഹോദരി. ബൈബിൾ മൊഴിയിലെ വാസിത്താൽ കിട്ടത്തട പെരുമ്പാട് എന്ന വ്യാധി പിടിത്തവളായി കാണപ്പെട്ടാൽ 12 ആണ്ടുകൾ ആ സഹോദരിയിൽ ആരംഭിച്ചത് രോഗമാണ്. அந்த സഹോദരിക്കുള്ള ഒരു വ്യാധി ആരംഭിച്ചപ്പോൾ അതിന്റെ പേര് രോഗമെന്നാണ്. അവർ அந்த വ്യാധി ആരംഭിക്കുമ്പോൾ വ്യാധി എന്ന് അழைத்தார்கள். അതുകൊണ്ട് അവൾ വൈദ്യന്മാരെ കണ്ടു. ആകവേ അവർ വൈദ്യശാലയ്ക്ക് പോനാൾ. വൈദ്യന്മാരെല്ലാം പറഞ്ഞു ഇത് രോഗമാണ്. വൈദ്യകളെല്ലാം പറഞ്ഞു ഇത് ഒരു വ്യാധി. അതുകൊണ്ട് അവൾ ചികിത്സിച്ചു. ആകവേ അവർ ട്രീറ്റ്മെന്റ് എടുത്താர்கள். അവൾക്കുള്ളതെല്ലാം കൊടുത്ത് അവൾ ചികിത്സിച്ചു. അവൾക്കുള്ള എല്ലാവற்றையும் കൊടുത്ത് அதை ട്രീറ്റ്മെന്റ് ചെയ്താர்கள். ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു കാലഘട്ടം முடிந்தபோது ഈ രോഗം സൗഖ്യമാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ, വ്യാധിയിൽ നിന്ന് വിടുതலை காண முடியவில்லை என்று അറിഞ്ഞപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. അവൾക്ക് ഒരു കാര്യം പുരിന്തത്. ഇപ്പോൾ ഇത് രോഗമല്ല, ഇപ്പോൾ ഇത് വ്യാധിയല്ല, ഇപ്പോൾ ഇത് ശാപമാണ്. ഇത് ഒരു ശാപക്കട്ട്. ആരംഭിച്ചത് രോഗമായിട്ടാണ്, ആരംഭം എന്ന് சொல்கிற വ്യാധിയോട്. എന്നാൽ തലമുറ മാറിയപ്പോൾ അത് ശാപമായി. ஆனால் തലമുറ പോകുമ്പോൾ ഒരു ശാപമായി. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നു. പരിശുദ്ധ ആവിയാനവർ ദീർഘദർശനമായി ഉരയ്ക്கிறார். എന്റെ ശബ്ദം കേൾക്കുന്ന ചില വീടുകളിൽ നിന്ന്, എന്റെ സത്യത്തെ കേൾക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് രോഗം പോലെ കിടക്കുന്ന ശാപത്തെ കർത്താവ് അഴിക്കാൻ പോവുകയാണ്. അതേപോലെ കാണപ്പെടുന്ന ചില ശാപങ്ങളെ ആണ്ടവർ അഴിക്ക വിരുമ്പുகிறார். ഈ അഭിഷക്തനെ കർത്താവ് എനിക്ക് വേണ്ടി അയച്ചെന്ന് ഉറപ്പുള്ളവർ ഈ ശുശ്രൂഷയിൽ എന്റെ കൂടെ നിൽക്കുക. அபிஷேகம் பண்ணப்பட்ட ஊழியக்காரனை ஆண்டவர் எனக்காக அனுப்பினார் என்று சொல்லி இந்த ஊழியத்தின் மூலமாக நீங்கள் புரிந்து கொள்ள வேண்டும். ഈ അഭിഷക്തൻ എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. இந்த ஊழியக்காரனை அழைத்தபடியால் நான் இங்கே வந்திருக்கிறேன். പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. நான் நம்பியிருக்கிற நம்பிக்கை உண்டு. ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയല്ല, അയക്കപ്പെട്ട അപ്പോസ്തലനാണ്. ഞാൻ അழைക്കപ്പെട്ടവർ വിരുന്നിനർ അല്ല, കർത്താവ് അനുപ്പപ്പെട്ടവർ അപ്പോസ്തലൻ. ഇതിനകത്ത് ചിലർ കർത്താവിന്റെ വചനത്താൽ വിടുവിക്കപ്പെടാനുണ്ട്. இந்த ராத்திரி வேளையில் கர்த்தர் வார்த்தையின் மூலமாய் சில நபர்கள் விடுதலையாக்கப்பட வேண்டியவர்களாய் இருக்கிறார்கள். കുടുംബങ്ങളുടെ മേൽ അസാധാരണ രൂപാന്തരങ്ങൾ സംഭവിക്കാനുണ്ട്. ചില കുടുംബത്തിന് മേൽ അസാധാരണമായ വല്ലമയ രൂപാന്തരങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ചിലർക്ക് മടങ്ങി വരവുകൾ നടക്കാനുണ്ട്. തിരുമ്പി വര വേണ്ടിയ സൂചന നടക്കാൻ പോകുന്നു. ചിലർ ബന്ധങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ചിലർ കട്ടുകൾക്ക് തിരുമ്പി വര പോകുന്നു. ചിലർ ബന്ധങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഉറവുകൾക്കുള്ള തിരുമ്പി വര പോകുന്നു. ദൈവിക ബന്ധം നഷ്ടപ്പെട്ടവർ ദൈവിക ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നു. ദൈവയുടെ അൻപെ വിട്ട് നഷ്ടപ്പെട്ടവർ ദൈവയുടെ അൻപുക്കുള്ള തിരുമ്പി വര പോകുന്നു. ചില തലമുറകളുടെ നഷ്ടം ഞാൻ കാണുന്നു. ചില മക്കളുടെ കുടുംബത്തിലെ തലമുറയുടെ നഷ്ടങ്ങൾ പാർക്കുന്നു.
ഇവിടെ ഇന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട നിന്റെ തലമുറ ഇന്നിവിടെ ഇല്ല. ஆனால் இன்றைக்கு இந்த இடத்துல இருந்து ஜெபிக்க வேண்டிய உன்னுடைய பிள்ளைகள் இந்த இடத்துல இல்லை. ഇന്നിവിടെ ഇരുന്ന് കരമടിച്ച് ആരാധിക്കേണ്ട നിന്റെ മകൻ ഇന്നിവിടെ ഇല്ല. இந்த இடத்துல இருந்து கரங்களை தட்டி கர்த்தரை ஆராதிக்க வேண்டிய உன் பிள்ளை இந்த இடத்துல இல்லை. എന്തിനാണ് ഈ മീറ്റിംഗ്? எதற்காக இந்த கூட்டம்? ഒരു 3 പ്രസംഗം കൂടെ നിങ്ങളെ കേൾപ്പിക്കാനല്ല, ஒரு 3 செய்திகள் உங்களை கேൾப்பிக்கும்படியாக அல்ல, 3 ക്രിസ്തീയ പ്രഭാഷണവും കൂടെ നിങ്ങളെ കേൾപ്പിക്കാനല്ല, 3 கிறிஸ்தவ செய்திகள் உங்களை கேൾப்பிக்கும்படியாக அல்ல. ദൈവത്തിന്റെ തിരുവെഴുത്തിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാപിക്കാൻ വേണ്ടിയാണ്. தேவனுடைய வசனத்தில் ஆழமாய் எழுதப்பட்ட திருவெழுத்தின் அதிகாரங்களை நீங்கள் வாசித்து புரிந்து கொள்ளும்படியாக, ജീവനുള്ള വചനത്തിന്റെ ശക്തിയെ സ്വീകരിക്കാനാണ്. ജീവനുള്ള വാർത്തകളെ നിങ്ങൾ പെற்றுകൊള്ളുம்படியாக ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ക്രിസ്തീയ പ്രഭാഷണമല്ല. ഇന്ന് ഞാൻ പ്രസംഗം பண்ணுகிற ഒരു ക്രിസ്തവ ചെയ്തി അല്ല. ഏത് മരിച്ചവനെയും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് ഇവിടെ മുഴങ്ങുന്നത്. മരിച്ചവനെ ഉയിരോടെ എഴുപ്പുകിற ദേവന്റെ വാർത്തയെ പേസുകിற, കരമടിച്ച് കർത്താവിനെ മഹിമപ്പെടുത്തുക, തട്ടി കർത്തരുടെ നാമത്തെ മഹിമപ്പെടുത്തുക. ദൈവത്തിന്റെ തിരുവെഴുത്ത് ഈ ദേശത്തെ തൊടട്ടെ, ദേവന്റെ വാർത്തകൾ ഈ ദേശത്തെ സന്ധിക്കട്ടെ, ദൈവ ശബ്ദം ഈ കുടുംബങ്ങളെ പിടിച്ചെടുക്കട്ടെ, ദേവന്റെ സത്ത കുടുംബങ്ങളെ സന്ധിക്കട്ടെ. വിശ്വസിക്കുന്നവരാണ് ഇന്ന് രാത്രി അത്ഭുതങ്ങൾ പ്രാപിക്കുന്നത്. വിശ്വസിക്കുന്ന പിള്ളകൾ മൂലമായി നിങ്ങൾ இந்த അത്ഭുതത്തെ കാണ முடியும். ഈ സഹോദരിക്ക് മനസ്സിലായി ഇപ്പോൾ ഇത് രോഗമല്ല, ശാപമാണ്. இந்த സഹോദരിക്ക് ഒരു കാര്യം പുരിഞ്ഞത്, ഇത് ഒരു വ്യാധിയല്ല, ഇത് ഒരു ശാപക്കട്ട്. സൗഖ്യമാകപ്പെടാത്ത ശാപം, സുഖമാക്കപ്പെട முடியாத அளவுக்கு ഒരു ശാപം, മരണം വരെ തുടരുന്ന ശാപം, മരണം വരയ്ക്ക് പിന്തുടരുന്ന ഒരു ശാപം, അല്ലെങ്കിൽ മരണം കൊണ്ടുവരുന്ന ശാപം, അല്ലാവട്ടെ മരണം കൊണ്ടുവരുന്ന ഒരു ശാപം. ഇങ്ങനെ വിശ്വസിച്ച ഒരു സഹോദരിയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ ഒരു സുവിശേഷവുമായി ചെന്നു. இப்படி நம்பிக்கையோடு காணப்பட்ட ஒரு சகோதரனுடைய நடுவில் ஒரு தடவை ஒரு நபர் ஒரு சுவிசேஷமாய் கடந்து சென்றார். ആരോ ആ വീട്ടിൽ ചെന്നു. யாரோ ஒரு நபர் அந்த வீட்டுக்குள்ளே போனார். ആ വ്യക്തി ആ സഹോദരിയോട് പറഞ്ഞത് ഒരു മതത്തെ കുറിച്ചല്ല. அந்த சகோதரியை பார்த்த நபர் சொன்னது ஒரு மதத்தை பற்றி சொல்லவில்லை. ശപിക്കപ്പെട്ട വീട്ടിൽ ആരോ ചെന്ന ആ സഹോദരിയോട് പറഞ്ഞത് ഒരു മതത്തെ കുറിച്ചല്ല. சாபம் பிடித்த அந்த வீட்டிலே போய் யாதோ ஒரு சகோதரி அந்த குடும்பத்தில் കാര്യത്തെ പറ്റി சொல்லவில்லை. ആ സഹോദരിയുടെ അടുക്കൽ ചെന്ന വ്യക്തി ആ സഹോദരിയോട് സംസാരിച്ചത് ഒരു മതത്തെ കുറിച്ചല്ല. அந்த சகோதரியின் நடுவிலே போனதான நபர் அந்த குடும்பத்தில் உள்ள மதத்தை பற்றி ஒன்றும் சொல்லவில்லை. യെരൂശലേമിൽ ഒരു പുതിയ മതം വന്നു എന്നല്ല, യെരൂശലേം പട്ടണത്തിൽ ഒരു പുതിയ മതം തോന്നിനது എന്നല്ല. ആ വ്യക്തി സംസാരിച്ചത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. அந்த நபர் பேசினது ஒரு நபரை பற்றி மட்டும். ആ വ്യക്തിയുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. നബറുടെ പേരാണ് യേശു ക്രിസ്തു. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ദേശത്തോട് ഞാൻ സംസാരിക്കുന്നത്, இந்த இரவின் வார்த்தையை கேட்கிற தெய்வ ஜனங்களை பார்த்து பேசுகிறேன். അരവിന്ദ് മോഹന്റെ സുവിശേഷം ഒരു മതമല്ല. അരവിന്ദ് മോഹൻ കൊണ്ടുവന്നിരിക്കുന്ന സുവിശേഷം ഒരു മത സംബന്ധമായ. അരവിന്ദ് മോഹൻ സുവിശേഷിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. അരവിന്ദ് മോഹൻ സുവിശേഷം അറിയിപ്പത് ഒരു നബரை പറ്റി. കഴിഞ്ഞ 15 വർഷമായ വ്യക്തിയെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നു. 15 ആണ്ടുകളാக அந்த நபரை பற்றி நான் பேசுகிறேன். ലോകവ്യാപകമായി പ്രസംഗിക്കുന്നു, ഉലകമെങ്ങും പോയി പ്രസംഗം ചെയ്യുന്നു, രാജ്യവ്യാപകമായി പ്രസംഗിക്കുന്നു. രാജ്യങ്ങൾ പോയി പ്രസംഗം ചെയ്യുന്നു. എവിടെയൊക്കെ ആ നാമത്തിന്റെ ശക്തി ഉയർത്തപ്പെട്ടിട്ടുണ്ടോ, നാമത്തിന്റെ വല്ലമ ഉയർത്തപ്പെട്ടത്, എവിടെയൊക്കെ ആ നാമത്തെ ഉയർത്തിയിട്ടുണ്ടോ, നാമത്തെ മുഖം നോക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു മീറ്റിംഗിൽ വന്നിരുന്നയാളാണ് ഞാൻ. വിശ്വസിച്ചു. ശ്രീദേവിയും அந்த പിള്ളേകൾ ഒരുമിച്ച് നമ്പിനോ, കരം അടിച്ചതിനെ സ്വീകരിച്ചു, കരങ്ങളെ തട്ടി ഞങ്ങൾ അത് പെറ്റുകൊണ്ടു. പക്ഷേ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റി. ஆனால் இந்த வார்த்தைகள் வாழ்க்கையின் சரித்திரத்தை மாற்றினது. എന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ ഈ വചനത്തിന് കഴിയുമെങ്കിൽ അടുത്തത് നീയാണ്. എൻ കുടുംബത്തിൽ வாழ்க்கையிலே ചരിത്രം വന്നു പറഞ്ഞ ആള് പറഞ്ഞല്ലോ, യേശു പല രോഗികളുടെ അടുക്കൽ ചെല്ലുന്നു. இங்க வந்து சொன்னதான நபர் சொன்னார் அல்லவா, இயேசு பலவிதமான வியாதிகளை சுகமாக்குகிறார். പിതാവേ, യേശുവിനെ എന്റെ വീട്ടിലോട്ടൊന്ന് അയക്കണം. ஓ பிதாவே, இந்த இயேசுவை என் வீட்டுக்குள்ளே ഒന്ന് അനുപ്പ വേണ്ടുമേ. ഞാൻ അന്നു മുതൽ ഇരുന്ന് ഉപവസിക്കും. ഞാൻ അന്ന് മുതൽ ഉപവാസം എടുക്കാൻ ആരംഭിക്കും. എന്തായിരിക്കും വിഷയം? என்ன விண்ணப்பங்கள்? യേശു എന്റെ വീട്ടിൽ വരണം, இயேசு என் வீட்டுக்குள்ளே வர வேண்டும். പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി ஆனா எனக்கு ஆச்சரியம் உண்டாக்கினது ഈ സഹോദരിയുടെ വിശ്വാസം. இந்த சகோதரனுடைய நம்பிக்கை. അവളുടെ വിശ്വാസം എന്തായിരുന്നു? அவளுடைய விசுவாசம் என்னவென்று தெரியுமா? യേശു എന്റെ വീട്ടിൽ വരണമെന്നല്ല, இயேசு என் வீட்டுக்குள்ளே வர வேண்டும் என்று. ഞാൻ യേശു ഉള്ളിടത്ത് ചെല്ലും. நான் இயேசு உள்ளதான இடத்திலே போவேன். യേശു എന്റെ വീട്ടിൽ വരുമെന്ന് പ്രാർത്ഥിക്കാൻ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. യേശു എൻ വീട്ടുക്കുള്ളേ വര വേണ്ടും എന്ന് சொல்லுகிற വിശ്വാസത്തിന്റെ ജപം നമുക്ക് தேவையில்லை. കാരണം കേട്ട വാർത്ത പറയുന്നു യേശു പലരെയും തേടി പോകുന്നു. ആന കേട്ട വാർത്ത சொல்லுது യേശു അനേകരെ തേടി പോകുகிறார். അത് കേൾക്കുന്ന ഒരാൾക്ക് യേശു എന്റെ വീട്ടിൽ വരുമെന്ന് പറയാൻ വലിയ വിശ്വാസമൊന്നും ആവശ്യമില്ല. അത് കേൾക്കുന്ന ഒരു നബർക്ക് യേശു എന്റെ വീട്ടിൽ വരുവാർ എன்கிற വിശ്വാസം தேவையில்லை. പക്ഷേ കേട്ട ക്രിസ്തുവിന്റെ അടുക്കൽ പ്രതിസന്ധികളെ തകർത്തുകൊണ്ട് ഞാൻ ചെല്ലുമെന്ന് പറയണമെങ്കിൽ അവന്റെ
നിന്റെ അകത്ത് വിശ്വാസം ജനിക്കണം. ஆனா கேட்ட வார்த்தைகளுக்கு முன்பாக பிரதிകൂலங்களை மறிகடந்து போக வேண்டும் என்று சொன்னால் அந்த வார்த்தைக்கு அந்த மரியாதை கொடுக்க வேண்டும். ഈ പട്ടണത്തിന്റെ വിശ്വാസം നിന്റെ കേൾവിയിൽ നിന്ന് വരും. വിശ്വാസം കേൾവിயின் മൂലമായി വരും. ഇതെവിടെ നിന്ന് വരും പാസ്റ്റർ? ഇത് എങ്ങനെ വരും? നീ കേൾക്കുന്ന വചനത്തിൽ നിന്ന് വരും. നീ കേൾക്കുന്ന വചനത്തിൽ മൂലമായി വരും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. முடிந்தால் கரங்களை தட்டி கர்த்தர் நாமத்தை மகிமைப்படுத்தலாம். നിങ്ങളെ എന്റെ പ്രസംഗം ലോകത്തിന് വേണ്ടിയാണ്. காரணம் இந்த கிறிஸ்தவம் வந்தது கிறிஸ்தவ மக்களுக்காக மட்டுமல்ல முழு உலகத்திற்காகவும் தான் சுவிசேஷம் வந்தது. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മനുഷ്യരോട് ഞാൻ സംസാരിക്കുന്നു. இந்த வார்த்தையை கேட்டுக்கொண்டிருக்கிற மனுஷர்களை பார்த்து நான் பேசுகிறேன். നീ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണോ? நீங்கள் வாழ்க்கையில் தோல்வி அடைந்ததான ஒரு நபராக இருக்கலாம். ദൈവത്തിന്റെ വചനത്തിന് കാതു കൊടുക്കുക. ஆண்டவருடைய வசனத்துக்கு முன்பாக உங்கள் செவியை சாய்த்துக் கொள்ளுங்கள். നിന്റെ കാതുകളിലേക്ക് ദൈവത്തിന്റെ വചനം വരും. உங்கள் செவிகளிலே கர்த்தருடைய வார்த்தை வரும். ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ஆண்டவருடைய வார்த்தையுடைய முக்கியத்துவம், ഇത് നീ കേൾക്കുമ്പോൾ இதை நீங்கள் கேட்கும்போது നിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വരും. உங்களுக்கு உள்ளத்துக்குள்ளே ஒரு விசுவாசம் உண்டாகும். ഈ സഹോദരിയുടെ ഉള്ളിലുണ്ടായ വിശ്വാസം എന്താണ്? இந்த சகோதரனுடைய உள்ளுக்குள்ளே உண்டான நம்பிக்கை என்ன? ഞാൻ യേശുവിനെ തൊടും. நான் இயேசுவை தொடுவேன். യേശു എന്നെ തൊടുമെന്നല്ല, இயேசு என்னை தொடுவார் என்பதல்ல, ഞാൻ യേശുവിനെ തൊടും. நான் இயேசுவை தொடுவேன். ഞാൻ സൗഖ്യമാകും. நான் விடுதலையாக்கப்படுவேன். ഈ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് இந்த சகோதரி வீட்டிலிருந்து வெளியே வருவது സൗഖ്യമാകണമേ എന്ന് പറഞ്ഞിട്ടല്ല, சுகம் கிடைக்க வேண்டும் என்று சொல்லி அல்ல, ഞാൻ സൗഖ്യമാകും, நான் சுகம் பெற்றுக் கொள்ளுவேன், ഞാൻ അവനെ തൊടും. நான் அவரை தொடுவேன். എത്ര പേർ വിശ്വാസത്തോടെ മീറ്റിംഗിന് വന്നിട്ടുണ്ട്? எத்தனை பேர் நம்பிக்கையோடு விசுவாசத்தோடு இந்த கூட்டத்திற்கு வந்திருக்கிறீர்கள்? ഇരിക്കുന്നത് കാണുമ്പോഴറിയാം, நீங்கள் உட்கார்ந்திருக்கிறதை பார்க்கும் பொழுதே புரியும், സ്തോത്രം കേൾക്കുമ്പോഴറിയാം, உங்கள் வாயிலிருந்து வருகிற ஸ்தோத்திரம் கேட்கும் போதே தெரியும், ആരാധന കാണുമ്പോഴറിയാം, உங்கள் ஆராதனை பார்க்கும் பொழுதே தெரிகிறது വിശ്വാസത്തിന്റെ അളവ് എത്ര വലുത്, உங்கள் விசுவாசத்தில் எவ்வளவு அதிகமாக இருக்கிறது என்று. നൂറുകണക്കിന് ജനത്തിന്റെ നടുവിലൂടെ യേശു വരികയാണ്. நூற்றுக்கணக்கான ஜனங்கள் நடுவில் இயேசு வருகிறார். അതേ ജനത്തിന്റെ നടുവിലൂടെ സ്ത്രീ വരികയാണ്. அந்த ஜனத்தின் நடுவில் கூட ஒரு சகோதரி வருகிறாள். സ്ത്രീയിൽ നിറഞ്ഞു കിടക്കുന്നത് എന്താണ്? அந்த சகோதரிக்குள்ள நிரம்பி காணப்படுகிறது என்ன? വിശ്വാസം, நம்பிக்கை, விசுவாசம். എന്റെ കൂടെ പറഞ്ഞ വിശ്വാസം. எல்லாரும் சத்தமா சொல்லுங்க, விசுவாசம். ഓ, എന്തോ ഒരു ശബ്ദമില്ല. சத்தம் வரலையே, சத்தமா சொல்லுங்க பாப்பா. ഓ, എന്റെ കർത്താവേ, നിങ്ങൾക്ക് ഇത്രയും ശബ്ദമില്ലാത്തവരാണോ? உங்களுக்கு இவ்வளவு சத்தம் இல்லாதவர்களா? ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ചർച്ചിൽ പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞത് ശബ്ദം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ஓ, நாங்களெல்லாம் ஆரம்ப நாட்கள் சபைக்கு போகும்போது ஏதோ சத்தம் போடுவதற்காக போகிற கூட்டம் என்று. അല്ലാതെ ആരും എല്ലാവരും ഇതാ പറഞ്ഞ ഹല്ലേലൂയ വിളിക്കാൻ പോകുന്നു, തുള്ളാൻ പോകുന്നു, ചാടാൻ പോകുന്നു, ശബ്ദം ഉണ്ടാക്കാൻ പോകുന്നു. ഇവിടെ അങ്ങനൊന്നും അല്ല. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് അങ്ങനെയായിരുന്നു. நாங்கள் ட்ரிவாண்டத்திலே கூட்டங்களுக்கு போகும்பொழுது துள்ளுவதற்காக போகிறான், அல்லேலூயா கூப்பிட போகிறான், தான் சாடுவதற்காக போகிறான், பிரச்சனை ഉണ്ടാക്കാൻ போகிறான் என்று சொல்வார்கள். അവരെല്ലാരും വിചാരിച്ചു ഇത് ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ സ്ഥലമെന്ന്. ஓ, அவர்கள் எல்லாரும் இப்படி நினைத்தார்கள், இதெல்லாம் சத்தம் போடுகிற ஜனங்கள் கூடி வருகிற இடம். പിന്നെ അവർക്ക് മനസ്സിലായി, ஆனா ஒரு காரியம் புரிந்தது, ഇത് ശബ്ദം ഉണ്ടാക്കി തകർന്നവരല്ല, അവർ ശബ്ദം ഉണ്ടാക്കി ഉയർന്നു. ஆனா இது சத்தம் போட்டு அழிந்து போகிறவர்கள் அல்ல, சத்தத்தின் நடுவில் உயர்த்தப்பட்ட கூட்டம் என்பதை அவர்கள் புரிந்து கொண்டார்கள். പെന്തക്കോസ്തിനകത്ത് ശബ്ദം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ജയിച്ചവരുടെ കൂട്ടമാണ്. പെന്തക്കോസ്തുக்குள்ளே ഒരു சத்தம் இருந்தால் அதற்குள்ளே ஒரு வெற்றி பெற்ற கூட்டம் என்பது அர்த்தம். നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ஆனா உங்களை பார்த்தால் எனக்கு அப்படி தெரியவில்லை. നിങ്ങളിൽ കുറെ പേര് കത്തോലിക്കരാണ്. ஓ, நீங்கள் வந்திருக்கிற சில பேர் கத்தோலிக்க சமுதாயத்தை சேர்ந்தவர்கள். എനിക്ക് അങ്ങനെ തോന്നുന്നു, எனக்கு அவனமாய் தோன்றுகிறது. ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ എന്തോ പ്രയാസമാണ്. ஓ, ஒரு அல்லேலூயா சொன்ன எவ்வளவோ கஷ்டப்படுகிறீங்க. നമ്മൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ശബ്ദമുണ്ട്. நாம் ഒരുമിച്ച് சேர்கிற இடத்துல சத்தம் வெளிப்படும். കൈയടിക്കും, கைகளை தட்டுவோம், തുള്ളിച്ചാടും, குதித்தெழும்புவோம். കാരണം ഞാൻ ആരാധിക്കുന്നത് ജയാളിയായ ക്രിസ്തുവിനെയാണ്. நாம் ஆராதிக்கிற தேவன் ஜெயமுள்ளதாகிய இயேசு கிறிஸ்துவை. ഇത് ജയിച്ചവരുടെ കൂട്ടമാണ്. பெற்றவர்களுடைய கூட்டம். പരാജയങ്ങൾ നീങ്ങിപ്പോകട്ടെ, தோல்விகள் அழிந்து போகட்டும். താങ്ക് യു ജീസസ്. ആമേൻ. ഈ സഹോദരിയിൽ നിറഞ്ഞു കിടക്കുന്നത് എന്താണ്? இந்த சகோதரிக்குள்ள நிரம்பி காணப்படுகிறது என்னது? വിശ്വാസം. விசுவாசம். ഈ സമൂഹത്തിനിടയിൽ മരണം പോലും വകവയ്ക്കാതെ ഈ സഹോദരി മുൻപിലേക്ക് നടന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നിറഞ്ഞു കിടന്ന വിശ്വാസം. இந்த சமுதாயத்திற்குள்ளே மரணத்தை கூட துல்லியமாய் எண்ணாதபடி நடந்து செல்வதற்கு முக்கிய காரணம் என்ன என்று சொன்னால் அவளுக்குள்ள நிரம்பி இருந்ததான ஒரு விசுவாசம்.
എത്ര പേർ നമുക്കെതിരെ സംസാരിച്ചിട്ടും, എത്ര പേർ നമുക്കെതിരെ അപവാദം പറഞ്ഞിട്ടും, എത്ര പേർ നമുക്കെതിരെ പ്രതിസന്ധികൾ ഉയർത്തിയിട്ടും ഇന്നും നീ ചലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, വിശ്വാസം. എത്ര നபர்கள் நமக்கு விரோதமாய் பரிகாசம் பண்ணி நமக்கு விரோதமாய் பிரச்சனைகள் உண்டு பண்ணின பிற்பாடு எனக்கு நம்பிக்கையோடு இருப்பீர்கள் சொன்னால் உங்களுக்குள்ள இருக்கிற விசுவாசம் தான் இவைகள் மீது நீங்கள் நடக்கிறீர்கள் என்பதை புரிந்து கொள்ள வேண்டும். പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുമ്പോഴും ഇന്ന് രാത്രിയും നിങ്ങൾ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു മുന്നേറുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ, അതിന്റെ പേരാണ് വിശ്വാസം. உங்க வாழ்க்கை எத்தனை பிரதிകൂலங்கள், எத்தனை பிரச்சனைகள், எத்தனை சோதனைகள் வந்தாலும் நீங்கள் அதை எதிர்நீச்சல் அடித்து முன்னுக்கு வருகிறீர்கள் சொன்னால் அதனுடைய அர்த்தம் ஒரே ஒரு அர்த்தம் தான், விசுவாசம் தான் அதற்கு காரணம். വിശ്വാസം നിറഞ്ഞവളായി ഒരു സഹോദരി ചലിക്കുകയാണ്. വിശ്വാസം നിറഞ്ഞവളായി ഒരു സഹോദരി അസൈറാൾ. അതേ ജനക്കൂട്ടത്തിന്റെ നടുവിൽ, அந்த ஜனக்கூட்டத்தாரின் மத்தியிலே ശക്തി നിറഞ്ഞവനായി ഒരാൾ ചലിക്കുകയാണ്. വല്ലமை பெற்றவராய் ஒருவர் അസൈവാടുகிறார். നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? പുറകിൽ, പിന്നാടി, ഏറ്റവും പുറകിലെ അപ്പച്ചന്മാർ, ഏറ്റവും പിന്നാടി ഇരിക്കുന്ന താത്താ. ഫ്രണ്ടിൽ ഒരു 10-20 ചെയറുണ്ട്. പക്ഷേ നിങ്ങൾ പുറകിൽ റിസർവ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ അവിടെ റിസർവ് ചെയ്തെങ്കിൽ നോ പ്രോബ്ലം. കാരണം ഓരോ കസേരയ്ക്കും റിസർവ് ചെയ്ത് പൈസയും കൊടുത്തിട്ട് നിങ്ങൾ ഇനി ഇവിടെ വരരുത്. പക്ഷെ നാളെ രാത്രി ഇവിടെ കാണണം. முன்னாடி சில சேர்கள் காலியாக இருக்கிறது, பின்னாடி நிறைய பேர் இருக்கிறீங்க. சில வேளை நீங்கள் ரிசர்வ் பண்ணி அங்கே பின்னாடி இருக்கிறதா இருக்கலாம். இன்னைக்கு அப்படி இருந்தாலும் நாளை கூட்டத்திலிருந்து முன்னிலிருந்து எல்லாம் ஃபில்லப் பண்ணி பின்னாடி போறோம். സുവിശേഷ യോഗത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ് മുമ്പിലത്തെ കസേരകൾ ഒഴിഞ്ഞു കിടക്കും. சுவிசேஷ கூடுகையினுடைய மிகப்பெரிய ஒரு காரியம் தான் முன்னாடி காணப்பட்ட சேர்கள் எல்லாம் காலியாக ബാക്കി ഏത് പ്രോഗ്രാമും നിങ്ങൾ പോയി നോക്കിക്കോ. மீதி எல்லா ப்ரோகிராமுக்கும் நீங்க போய் பாருங்க. മുൻനിരയിലെ കസേരയ്ക്ക് അടിയാണ്. முன்னே இருக்கிறதான சேர்களுக்கெல்லாம் அடி. നമ്മുടെ യോഗത്തിന് മാത്രമാണ് മുൻനിരയിലെ കസേരയ്ക്ക് ഒരു അടി. നമ്മുടെ സുവിശേഷ കൂട്ടങ്ങൾക്ക് மட்டும்தான் മുൻ ചേர்களுக்கு അടി ഇല്ല. നമ്മൾ വളരുകയാണോ തളരുകയാണോ ഉയരുകയാണോ ഒരു പിടിയും. നാം വളരുகிறோமோ തളരുகிறோமோ ഉയരുகிறோமோ ഒന്നുമേ പുരിയല. എന്തായാലും നാളെ രാത്രി ഇത് ഫില്ല് ചെയ്യണം. ஆனால் നാളെ மாலை கூட்டத்தில் இங்க நீங்க ஃபில் பண்ணி தான் போகணும். ഇവിടെ ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. இங்க நிரப்பிட்டு அங்க பின்னாடி മുന്നിലേക്ക് വരാൻ ഒരു ആവേശം ഉണ്ടാകും. മുന്നിലേക്ക് വരുവதற்கு ഒരു ആവേശം இருக்க வேண்டும். നീ ഇരിക്കുന്ന ഇരിപ്പിലുണ്ട് നിന്റെ വിടുതൽ. ഉക്കാന്തിരിപ്പതിൽ ഒരു വിടുതൽ ഉണ്ട്. ഒരു സ്ത്രീ വിശ്വാസം നിറഞ്ഞവളായി ചലിക്കുകയാണ്. ഒരു സഹോദരി വിശ്വാസം നിറഞ്ഞവളായി അസൈവാടുകയാണ്. എന്നാൽ അതേ ജനക്കൂട്ടത്തിന്റെ അകത്ത്, ஆனால் அந்த ஜனக்கூட்டத்தின் மத்தியிலே ഒരാൾ ശക്തി നിറഞ്ഞവനായി ചലിക്കുകയാണ്. ഒരു നബർ വല്ലമയുള്ളവരായി പുറപ്പെടുகிறார். ഒരു സ്ത്രീ വിശ്വാസത്തിൽ നിറഞ്ഞവളായി ചലിക്കുന്നു. ഒരു സഹോദരി വിശ്വാസത്തിൽ നിറഞ്ഞവളായി അസൈവാടുകയാണ്. യേശു ശക്തി നിറഞ്ഞവനായി ചലിക്കുന്നു. യേശു വല്ലമ നിറഞ്ഞവരായി അസൈവാടുகிறார். യേശു നടന്നു പോകുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ തൊടുന്നു. യേശു നടന്നു പോകുമ്പോൾ നൂറ്റുകണക്കാன மக்கள் தொடுகிறார்கள். പക്ഷേ അത് ആരൊക്കെയാ തൊട്ടതെന്ന് യേശുവിന് പോലും അറിയില്ല. யாரெல்லாம் இயேசுவை தொட்டார்னு இயேசுவுக்கே தெரியவில்லை. ഒരു നിമിഷം തന്നെ എത്രയോ പേർ തൊടുകയാണ്. ഒരു നിമിഷത്തിற்குள் എത്ര നബர்கள் തൊടുகிறார்கள். ചിലർ ആകാംക്ഷയോടെ തൊട്ടു നോക്കുന്നു. ചിലർ വാഞ്ചയോടെ തൊടുகிறார்கள். ചിലർ ആക്സിഡന്റലായി തൊട്ടു പോകും. ചിലർ എതിർபாராத നേരത്തിൽ തൊടുகிறார்கள். ചിലർ അങ്ങനെ ഒരുപാട് തൊടൽ നടക്കുകയാണ്. அப்படிப்பட்ட பலவித தரத்திலே தொடுதல் நடப்பது. ആരാ തൊട്ടതെന്ന് യേശുവിന് പോലും അറിയില്ല. யார் தொட்டதுன்னு இயேசுவுக்கே தெரியவில்லை. എന്നാൽ പെട്ടെന്നൊരു ശബ്ദം ഉണ്ടായി. ஆனால் திடீரென சத்தம், somebody touched me. ആരോ എന്നെ തൊട്ടു. யாரோ என்னை தொட்டிருக்கிறார்கள். ഈ കൺവെൻഷനുകൾ അവസാനിക്കുന്നതിന് മുമ്പ്, இந்த கன்வென்ஷன் கூட்டம் முடிவதற்கு முன்னாடி ഇതുപോലത്തെ ശബ്ദം ഇവിടെ ഉണ്ടാവണം. இப்படிப்பட்ட சத்தங்கள் இங்கே உண்டாக வேண்டும். സ്വർഗ്ഗം ചലിക്കണം. பரலோகம் அசைய வேண்டும். ആരോ ഒരാൾ വിശ്വാസത്താൽ അതിനെ കയറി തൊട്ടു. யாரோ ஒரு நபர் விசுவாசத்தோடு அதை ஏறி தொட்டார். ഏതോ ഒരു ആന്റി ആ വചനത്തെ തൊട്ടു. ஏதோ ஒரு சகோதரன் வசனத்தை தொட்டார். ഏതോ ഒരു അങ്കിൾ ആ വചനത്തെ തൊട്ടു. ஏதோ ஒரு ஐயா அந்த வசனத்தை தொட்டார். യേശു ചോദിക്കുകയാണ്, இயேசு கேட்கிறார், somebody touched me. யாரோ என்னை தொட்டிருக்கிறார்கள். കേട്ടവർ അത്ഭുതപ്പെട്ടു പോയി. கேட்டவர்கள் ஆச்சரியப்பட்டார்கள். യേശുവേ, ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ എത്ര പേരാ തൊട്ട് നിൽക്കുന്നറിയോ? இப்பொழுது உம்முடைய சரீரத்தை சுற்றி எத்தனை நபர்கள் தொட்டு நிற்கிறார்கள் தெரியுமா? ഇതിൽ ആരാ നിന്നെ തൊട്ടേ? இதிலிருந்து யார் உண்மை தொட்டது? യേശു പറഞ്ഞു, യേശു சொன்னார், ഞാൻ പറഞ്ഞത് ആ തൊടലല്ല, நான் சொன்னது அந்த தொடுதல் அல்ல. ഞാൻ എന്നിൽ നിറഞ്ഞു കിടക്കുന്ന ശക്തി റിലീസായി. நான் எனக்குள்ளே நிரம்பி இருக்கிற வல்லமை என்னிலிருந்து புறப்பட்டது. നൂറുകണക്കിന് ആൾക്കാർ തൊട്ടു. நூற்றுக்கணக்கான நபர்கள் தொட்டார்கள். തൊട്ടവരെല്ലാം യേശുവിന്റെ തൊക്കിൽ
തൊട്ടു. ഓ യേശു തൊട്ടവരെല്ലാം യേശു ക്രിസ്തുവിന്റെ തോലിലെ തൊട്ടാരത്തെ ഉള്ളിക്ക് வைத்துக்கொண்டு യേശു വസ്ത്രത്തിൽ ഓരത്തിൽ തൊട്ടവൾക്ക് അത്ഭുതം അല്ല വിശ്വാസം റിലീസ് ആനது. നിങ്ങൾ എത്ര വർഷമായി ചർച്ചിൽ ഇരിക്കുന്നു എന്നതല്ല മാനദണ്ഡം. നിങ്ങൾ എത്ര ആണ്ടുകൾ இந்த സഭയിൽ இருப்பதல்ல பெருமை. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ സഭയ്ക്കുള്ള எப்படி இருக்கிறீர்கள், നിങ്ങളുടെ വിശ്വാസം. உங்கள் விசுவாசம். കരം ഉയർത്തി പറഞ്ഞ വിശ്വാസം. കരങ്ങൾ ഉയർത്തി சொல்லுங்க വിശ്വാസം. മക്കളെ, ആത്മീക ജീവിതത്തിൽ എന്തു പ്രാപിക്കണമെങ്കിലും അതിന്റെ പ്രധാന അടിസ്ഥാനം വിശ്വാസമാണ്. அன்பானவர்களே, ஆவிக்குரிய வாழ்க்கையில் ஏதாவது பெற்றுக்கொள்ள வேண்டும் என்று சொன்னால் அதனுடைய முக்கியமான அஸ்திபாரம் என்று சொல்வது விசுவாசம். വിശ്വസിച്ച ഒരാൾ വന്നപ്പോൾ, വിശ്വാസത്തോട് നമ്പർ വന്നപ്പോൾ യേശുവിൽ ശക്തി പുറപ്പെട്ടു. യേശുവിൽ വല്ലമൈ പുറപ്പെട്ടത്. ഇന്ന് രാത്രി ഇന്ന് ഇരവിലും ഞാൻ പ്രസംഗിക്കുന്നത് വചനമാണ്. ഞാൻ പ്രസംഗം ചെയ്യുന്നത് വചനം. ആര് വിശ്വസിച്ച് ഇവിടെ വന്നിട്ടുണ്ടോ, யாரெல்லாம் விசுவாசத்தோடு வந்திருக்கிறீர்களோ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡത്തിൽ ആര് അതിനെ സ്വീകരിക്കുന്നു, உங்கள் விசுவாசத்தோட வல்லமையிலிருந்து யாரெல்லாம் அதை நம்பிக்கையோடு விசுவாசித்து பெற்றுக்கொள்கிறீர்களோ അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ശക്തി പുറപ്പെട്ടു വരും. அவர்களுக்காக இந்த இரவு வல்லமை புறப்பட்டு வரப்போகிறது. ബാധ ഒഴിയും, அந்த வாதை ஒளிந்து போகும், സ്വസ്ഥത വരും, சுகம் கிடைக்கும். അവൾ തൊട്ടത് സൗഖ്യത്തിന് വേണ്ടിയാണ്. அவள் தொட்டது விடுதலைக்காக. പക്ഷേ യേശു അവൾക്ക് കൊടുത്തത് സൗഖ്യം മാത്രമല്ല, യേശു അവൾക്ക് കൊടുത്തത് വിടുതலை மட்டுமல்ல, ബാധ ഒഴിഞ്ഞ് വാதை നീങ്ങി സ്വസ്ഥത അനുഭവിക്കുക. സമാധാനത്തോടെ കടന്നു പോ. ഈ രാത്രി ദേശത്തിന് മേൽ സ്വസ്ഥത വരാൻ പോകുകയാണ്. இந்த രാത്രി വരുന്ന ദേശത്തിലെ സമാധാനം കടന്നു വരാൻ പോകുന്നു. 6 വർഷങ്ങളായി സ്വസ്ഥത നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ണിൽ ഈ മീറ്റിംഗ് മുഖാന്തരം കുടുംബങ്ങളുടെ മേൽ സ്വസ്ഥത വരുന്നു എന്ന് ആത്മാവ് പ്രവചിക്കുന്നു. 6-7 ആണ്ടുകളാக இந்த மண்ணிலே சமாதானத்தை கெடுத்துக் கொண்டிருக்கிற இந்த சமாதான கேட்டிலிருந்து ஒரு சமாதானம் வருகிறது என்று பரிசுத்த ஆவியானவர் தீர்க்க தரிசனமாய் உரைக்கிறார். ആ റോഡ് അരികത്തുനിന്ന് നീ ശബ്ദം കേൾക്കുന്ന നിന്റെ വീടിനകത്ത് 7 വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥതയെ മടക്കി കൊണ്ടുവരാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. அந்த ரோடு சைடுல சமாதானம் எல்லாம் இருக்கிற ஒரு குடும்பத்திற்குள்ள பரலோகத்தின் ஆண்டவர் சமாதானத்தை தந்து உன்னை சமாதானத்தோடு வைக்க விரும்புகிறார். ഇത് സൗഖ്യം തരുന്ന വചനം മാത്രമല്ല, இது சுகம் தருகிற வார்த்தை மட்டுமல்ல, ഇത് വിടുതൽ തരുന്ന വചനം മാത്രമല്ല, இது விடுதலை தருகிற வார்த்தை மட்டுமல்ல, ഇത് അത്ഭുതം തരുന്ന വചനം മാത്രമല്ല, அற்புதம் தருகிற வார்த்தை ഇത് மட்டுமல்ல, നിന്റെ കുടുംബം അടക്കം സ്വസ്ഥത തരുന്ന വചനമാണ്. இது உன் குடும்பம் முழுவதற்கு சமாதானத்தை தருகிற வார்த்தை. സ്വസ്ഥത, സമാധാനം. കുടുംബങ്ങളിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്டும். ഇന്നെ മുമ്പിലിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. ഇന്നേക്ക് എനിക്ക് മുൻപേ ഇരിക്കുന്ന മക്കൾ കുടുംബത്തിലെ സമാധാനം ഉണ്ടാകട്டும். നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഇതിനെ തൊടാൻ കഴിയുമെങ്കിൽ, ഉങ്ങൾ വിശ്വാസത്തോടെ ഇதை தொட முடிந்தால் ഇന്ന് രാത്രി ശക്തി പുറപ്പെടും. ഇന്ന് இரவு വല്ലமை പുറപ്പെട്ടു വരും. ചിന്തിക്കുന്നതിനും അപ്പുറം ദൈവപ്രവൃത്തി ഉണ്ടാകും. നിങ്ങൾ ചിന്തിപ്പதற்கும் அதிகமாய் தேவனுடைய கிரியை வெளிப்படும். ഞാൻ ഒരു തിരുവെടുത്ത് വായിക്കുന്നു. ഞാൻ ഒരു പരിശുദ്ധ വേദപുസ്തകത്തിൽ വചനത്തെ വാസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഈ പട്ടണത്തോടും നിങ്ങളോടും ഞാൻ പറയും. അതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്റെ ജീവിതത്തിന്റെ ചില ഏടുകളായിരിക്കും. பாருங்கள், மிக முக்கியமான ஒரு வேதவசனத்தை வாசிக்கிறேன். மிக முக்கியமான ஒரு வார்த்தையை இந்த தேசத்தோடு நான் செய்தியாக அறிவிக்கிறேன். அது என்ற வாழ்க்கையின் அனுபவத்தோடு கூட நான் உங்களுக்கு சொல்ல போகிறேன். ഞാൻ യേശുവിനെ പഠിച്ചു പ്രസംഗിക്കുന്നയാളല്ല. நான் இயேசுவின் வார்த்தையை கற்று பேசுகிற ஒரு நபர் அல்ல എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് ഇവൻ ഒരു വിവരമില്ലാതെ വന്ന് നിൽക്കുകയാണ്. ஆகவே ஒரு புத்தி இல்லாமல் வந்திருக்கிறார்கள் என்று சொல்ல நினைக்க வேண்டாம். ഞാൻ 6 വർഷം സെമിനാരി പഠിച്ച ആളാണ്. நான் 6 ആണ്ടുകൾ ബൈബിൾ കോളേജിൽ പഠിച്ച നബർ. ഈ സെമിനാരിയിലെ പഠനത്തിന്റെ ഭീകരത എന്തെന്ന് ഇവരോടൊക്കെ ചോദിക്കണം. அந்த காலேஜில் பைபிள் காலேஜில் படிக்கும்போது அங்க இருக்கிறதான கஷ்டங்கள் என்ன என்று சொல்லி போதகர் கேளுங்க. രാവിലത്തെ ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും ഓർമ്മിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഉറക്കം വരും. ஓ காலையில சாப்பிடுகிறதான உப்புமா and green peas கறி சாப்பிடும்போது இப்ப தூக்கம் வந்துரும். അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് അരവിന്ദ് മോഹൻ ഇവിടെന്നോ എങ്ങോട്ടോ എപ്പോഴോ ബൈബിളും കൊണ്ട് വന്നയാളല്ല. ஆகவே நீங்கள் இவ்வளவு நினைக்க வேண்டாம். அரவிந்த் மோகன் எங்க இருந்தோ எப்பொழுதோ சும்மா பைபிளும் கொண்டு வந்த நபர் அல்ல. ദൈവശാസ്ത്രം ഏറ്റവും നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. இறையிலை பற்றி நன்றாக படிப்பதற்கு பரிசுத்த ஆவியானவர் எனக்கு கிருபை பாராட்டினார். പക്ഷേ ഞാൻ 15 വർഷമായി യേശുവിനെ പ്രസംഗിക്കുന്നത്, ஆனால் நான் 15 ஆண்டுகளாக இயேசு கிறிஸ்துவை பற்றி பிரசங்கம் பண்ணுகிறேன். ദൈവരാജ്യത്തെക്കുറിച്ച് ശുശ്രൂഷിക്കുന്നത്, தேவனுடைய ராஜ்யத்தை பற்றி பிரசங்கம் பண்ணுகிறேன். യേശു എനിക്ക് തന്ന അധികാരത്തിന് ശുശ്രൂഷിക്കുന്നത്, எனக்கு கொடுத்த அதிகாரத்தின்படி பிரசங்கம் பண்ணுகிறேன். ഞാൻ പഠിച്ച തിയോളജി എന്ന് മാത്രമല്ല, ഞാൻ അനുഭവിച്ച യേശുവിൽ നിന്നാണ്. நான் படித்ததான இறையியல் என்று மட்டுமல்ல, நான் அனுபவித்த இயேசுவிலிருந்து நான் பிரசங்கம் ഞാൻ பண்ணுகிறேன். ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ഞാൻ അനുഭവിച്ച യേശുവിനെ കുറിച്ച്. நான் இந்த ராத்திரி வேளையில் பிரசங்கம் பண்ணுகிறேன். வாழ்க்கையின் അനുഭവിத்ததான இயேசுவை பற்றி பிரசங்கம் பண்ணுகிறேன். പ്രസംഗത്തിന്റെ പുറകിൽ നിഴലിച്ചു നിൽക്കുന്നത് അറിവല്ല, അനുഭവമാണ്. என்னுடைய பிரசங்கத்திற்கு பின்னாடி உயர்ந்து நிற்பது அறிவல்ல, என்னுடைய அனுபவம் தான். അതുകൊണ്ട് ആരുടെ മുമ്പിലും ഞാൻ തല ഉയർത്തി യേശുവിനെ കുറിച്ച്
പറയും. ஆகவே நான் யாருக்கு முன்பாக தலை நிமிர்ந்து இயேசுவை பற்றி சொல்லுவேன். എന്തുകൊണ്ട്? ஏன்? ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ അനുഭവിച്ചു. நான் பிரசங்கிக்கிறது நான் அனுபவித்திருக்கிறேன். എത്ര പേര് ഇന്ന് രാത്രി യേശുവിനെ അനുഭവിച്ചിട്ടുണ്ട്? எத்தனை நபர் இயேசுவை அனுபவித்திருக்கிறீர்கள்? നമ്മൾ അറിഞ്ഞവർ മാത്രമല്ല, நாம் அறிந்தவர்களாக மட்டுமல்ல, അറിഞ്ഞതിനെ അനുഭവിച്ചവർ. அறிந்ததை பற்றி அனுபவித்தவர்களாக இருக்க வேண்டும். നമ്മൾ എന്തറിഞ്ഞോ, നാം എதை അറിந்தோமோ അതിനെ നമ്മൾ അനുഭവിച്ചു. அதை நான் അനുഭവിத்தோம். ഓ, നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്കെന്തോ മിസ്റ്റേക്ക് പോലെ. ஓ, நீங்க உட்கார்ந்திருக்கும்போது ஏதோ தவறா இருக்கிறது. നിങ്ങൾ യേശുവിനെ അനുഭവിച്ചവരല്ലേ? நீங்கள் இயேசு அனுபவித்தவர்கள் அல்லவா? നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തറിഞ്ഞോ അതെല്ലാം നിങ്ങൾ അനുഭവിച്ചില്ലേ? நீங்கள் இயேசு கிறிஸ்துவை பற்றி எதை அறிந்தீர்களோ அதை அனுபவித்தவர்கள் அல்லவா? അറിയും തോറും നമ്മൾ ഇതിനെ അനുഭവിച്ചു. அதை பற்றி அறிய அதை பற்றி நான் அனுபவித்தோம். കാരമടിച്ച നാമത്തിന് നന്ദി കൊടുത്തേ அந்த നാമത്തെ നന്ദിയോടെ തുതിக்கலாம். നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും தெரிந்ததான ഒരു ഭാഗത്തെ വാസിக்கிறேன். ഒറ്റ വാക്കാ വായിക്കുന്നത്. ഒരേ ഒരു വാർത്ത மட்டுം. ഇതിനകത്ത് നിന്ന് സത്യത്തിന്റെ സന്ദേശമുണ്ടാകും. അതിനകത്തും നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ എൻ്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളും ഉണ്ടാവും. ഇതിലിருந்து സത്യ വാർത്തകൾ വെളിപ്പെട്ടു വരും. ഇതേ നിങ്ങൾ സ്ഥിരപ്പെടുത്തുമ്പോൾ എൻ്റെ வாழ்க்கையின் അനുഭവത്തെ ചൊല്ലി കൊടുക്കുക. ഞാൻ വിശ്വസിക്കുന്നത് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമാകണം. ഞാൻ വിശ്വസിக்கிறேன் இந்த വചനത്തെ പ്രസംഗം பண்ணும்போது ஆண்டு வார்த்தை அனுப்பி உங்களை சுகமாக்குவார். സമാധാനം പ്രാപിക്കണം. സമാധാനം பெற்றுக்கொள்ள வேண்டும். ഈ സെക്ഷൻ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ എഴുന്നേൽക്കും. ഓ, இந்த പകുതി முடிந்து எழும்பும்போது നിങ്ങൾ വിടുതലയോടെ எழும்பി പോക வேண்டும். നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കഷ്ടത അവിടെ നിൽക്കട്ടെ, പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മാറേണ്ടത് കഷ്ടത മാത്രമല്ല, നമുക്കൊരു മാറ്റം ഉണ്ടാകും. உங்கள் வாழ்க்கையில் காணப்படுற கஷ்டம் அங்கே நிக்கட்டும். ஆனா இந்த இடத்துல கூட்டம் முடியும் பொழுது இந்த கஷ்டம் மட்டுமல்ல மாற வேண்டியது, உங்க வாழ்க்கை மாற வேண்டும். ഈ മീറ്റിംഗിലേക്ക് വന്നത് പ്രതിസന്ധിയുടെ നടുവിൽ തല കുനിച്ചുകൊണ്ടാണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് പോകേണ്ടത് തല ഉയർത്തി പിടിച്ചുകൊണ്ടായിരിക്കണം. கூட்டத்து வரும்போது தலை குனிந்த வண்ணமாக கூட்டத்து வந்திருப்பீர்கள். அந்த கூட்டம் முடிந்து வீட்டுக்கு போகும் பொழுது தலை நிமிர்த்தப்பட்டவர்களாய் கடந்து செல்ல வேண்டும். ഈ മീറ്റിംഗിന് വരാൻ വേണ്ടി വീടിന്റെ വാതിലടച്ചപ്പോൾ നിരാശയോടും പ്രതികൂലത്തോടും വേദനയോടും ദുഃഖത്തോടും എന്താകും കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞടിച്ചെങ്കിൽ തിരിച്ചുപോയി തുറക്കുന്നത് അധികാരത്തോടും ശക്തിയോടും ബലത്തോടും തല ഉയർത്തി പിടിച്ചുകൊണ്ടായിരിക്കണം. இந்த கூட்டத்துக்கு வரும் பொழுது உங்கள் வீட்டு வாசலை அடைக்கும் பொழுது வேதனையோடு கவலையோடு கஷ்டத்தோடு சோதனையோடு அடைத்துக் கொண்டு வந்தீர்கள். ஆனால் இந்த கூட்டம் முடிந்து வீட்டுக்கு போய் அந்த வீட்டு வாசலை திறக்கும் பொழுது சந்தோஷத்தோடு சமாதானத்தோடு விடுதலையோடு வீட்டுக்குள்ளே போய் ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. இந்த இரவு நீங்க கேட்டுக்கொண்டிருக்கிற தேவனுடைய வார்த்தை. ഒരു വാക്ക് ഞാൻ സംസാരിക്കട്ടെ. ഒരു വാർത്ത ഞാൻ പേസട്ടുമാ? ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധികാരം. അതിന്റെ 24-ാമത് തിരുവെഴുത്ത്. അതിന്റെ 24-ാമത് വചനം. ലൂക്കോസ് സുവിശേഷം 15:24. ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധികാരം അതിന്റെ 24-ാം വചനം. ആദ്യത്തെ വാക്കാണ്. അതിന്റെ മുതലാമത് വാർത്ത. ഞാനത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാനത് വാസിக்கிறேன், കവനിയുങ്ങൾ. ഈ എന്റെ മകൻ. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 24-ന്റെ ആരംഭം. എൻ കുമാരനാകിയ ഇവൻ. ഈ എന്റെ മകൻ. എൻ കുമാരനാകിയ ഇവൻ. ഇനി ബൈബിൾ അടച്ചു വെച്ചോളൂ. ഇനി എല്ലാവരും ബൈബിളെ മൂടலாம். ചിലർ ബാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ பார்க்கണ്ട, നമുക്ക് വീട്ടിൽ പോയി നോക്കാം. വീട്ടിൽ പോയി பார்க்கலாம். ഇനി എന്നെ ശ്രദ്ധിക്കൂ. കവനിയുങ്ങൾ. ഫസ്റ്റ് വേർഡ്, മുതലാമത് വാർത്ത എന്റെ മകൻ. എൻ കുമാരൻ. ഒരുമിച്ച് പറഞ്ഞേ, എന്റെ മകൻ. എല്ലാവരും ചേർന്ന് சொல்லுங்க, എൻ കുമാരൻ. എന്റെ മകൻ. എൻ കുമാരൻ. എന്റെ മകൻ. എൻ കുമാരൻ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വലിയ സമാധാനമാണ് കേട്ടോ. உங்க வீட்டுக்குள்ள உங்களுக்கு பெரிய சமாதானம் இருக்கலாம். നിങ്ങൾക്ക് ഇത്രയും ശബ്ദമല്ലേ ഉള്ളൂ, இவ்வளவு சத்தம் தானே உங்களுக்கு வருது. പിന്നെ നിങ്ങളുടെ വീട്ടിൽ സമാധാനം. அப்போ உங்க வீட்டுல சமாதானம் உண்டு. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, പാസ്റ്ററേ ഇവിടെയും കൂടെ സമാധാനം കളയല്ലേ. പുരുഷൻ ചൊല്ലുക, പോതകരെ എന്നോട് സമാധാനത്തെ ഇങ്ങ കൂട്ടത്തിലെ കൂടെ കളയக்கூடாது. വീട്ടിൽ ഇവരുടെ ശബ്ദം അടയ്ക്കാൻ ഞാൻ എന്തോ പെടാപ്പാട് പെടുന്നെന്ന്. വീട്ടിലെ ഇവളുടെ വായ മൂടുവதற்கு നാം പടുകിற പ്രയാസം உங்களுக்கு தெரியுமா? ആകെ മിണ്ടാതിരിക്കുന്നത് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ്. அங்க வாய மூடிட்டு இருக்கிறது இப்படிப்பட்ட கூட்டத்துக்கு வரும்போது மட்டும்தான் வீட்டம்மா வாய மூடிட்டு இருப்பாங்க. ശബ്ദം ഉയർത്തി പറഞ്ഞ ഈ എന്റെ മകൻ. சத்தமாய் சொல்லுங்க, இவன் என்னுடைய குமாரன். ഈ എന്റെ മകൻ. ഇത് என்னுடைய കുമാരൻ. വളരെ ശക്തമായ ഒരു പാസേജ്, ഒരു ദൈവവചനം, ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചിരിക്കുന്നത്. மிக வல்லமையான ஒரு வேத பாகத்தை தான் வாசித்தோம். ഇതിപ്പോ ഞാൻ വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല. இதை நான் உங்களுக்கு வியாக்கியானம் பண்ண வேண்டிய காரியமில்லை. സുവിശേഷ യോഗങ്ങളിലെ ഏറ്റവും പ്രസക്തമായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത്തിന് രൂപാന്തരം കൊണ്ടുവരാൻ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിന്റെ ഭാഷയാണിത്. இப்படிப்பட்ட
இந்த சுவிசேஷ கூடுகையிலே ஆயிரக்கணக்கான லட்சக்கணக்கான மக்களுக்கு மறு உயிர்ப்புகளை கொடுக்கும்படியாய் கொண்டு வந்ததான வேத புஸ்தகத்துள்ளதான நல்ல ஒரு அருமையான ஒரு வேத பகுதி தான் நாம் வாசித்து கேட்ட வேத பகுதி. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധികാരം നമുക്ക് ഒരുപോതും മറക്കാൻ முடியாது. യേശു പറഞ്ഞ ഉപമയാണത്. യേശു சொன்னதான ஒரு உவமை. യേശു ജനത്തോട് അല്ലെങ്കിൽ ആമേൻ യേശുവിനെതിരെ പ്രതികരിച്ചവരോട് യേശു സംസാരിച്ചത് ഉപമയിലൂടെയാണ്. യേശു കൂടി വന്നതാണ് ജനങ്ങളെ பார்த்து യേശു பேசின வார்த்தை உவமைகளை கொண்டு பேசினார். ഇതിനകത്ത് നമുക്ക് 3 ഭാഗങ്ങളുണ്ട്. இதற்குள்ள 3 പകുതികൾ ഉണ്ട്. ഒന്നൊരു ഇടയനും ആടും, ഒരു முதலாவது பகுதி மேய்ப்பனும் ആടുകളും, സ്ത്രീയും ദ്രഹ്മയും, ഒരു സഹോദരിയും ഒരു പണമും, അപ്പനും മകനും, ഒരു തകപ്പനും കുമാരനും. അവരിയ്ക്കുന്ന നോക്കിയൊക്കെ ആദ്യമായിട്ട് കേട്ടതുപോലെ. നിങ്ങൾ முதலாவதான் இந்த வார்த்தை கேட்டது போல உட்கார்ந்துட்டு இருக்கீங்க. നിങ്ങൾ ഇത് എത്രാമത്തെ പ്രാവശ്യമായിരിക്കും കേൾക്കുന്നത്? இந்த வார்த்தை எத்தனை தடவை நீங்க கேட்டாச்சு? നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് എന്തോ ആദ്യമായിട്ട് ഇവിടെ കേട്ടതുപോലെയാണ്. உங்களோட முகத்தை பார்த்து இருக்கிறதை பார்த்த முதலாவதுதான் இந்த வார்த்தை கேட்கிறவனமாய். ഇടയനും ആടും, மேய்ப்பனும் ஆடுகளும், സ്ത്രീയും ദ്രഹ്മയും, ஒரு சகோதரியும் ஒரு பணமும், മകനും അപ്പനും, ஒரு തകപ്പനും മകനും. ഞാൻ ഈ പാസേജ് പഠിച്ചപ്പോൾ நான் இந்த பகுதியை வாசிக்கும் பொழுது എനിക്ക് മനസ്സിലായത്, எனக்கு புரிந்தது, 100 ആടിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ട ഒരു കഥയല്ല ഇത്. 100 ആടുകളിലിருந்து ഒരു ആട് നഷ്ടപ്പെട്ടു പോനതാണ് ഒരു കഥയല്ല. അത് മാത്രമല്ല, അത് மட்டுமல்ல, ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 10 കോയിനിൽ നിന്ന് ഒരു കോയിൻ പോയ കഥ മാത്രമല്ല ഇത്. ഒരു പെണ്ണിന്റെ കയ്യിലിരുന്ന് 10 വെള്ളിക്കാശിലിருந்து ഒരു വെള്ളിക്കാശ് നഷ്ടപ്പെട്ടു പോന കഥയാണ്. 2 മക്കളുള്ള വീട്ടിൽ നിന്ന് ഒരു മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു കഥ മാത്രമല്ല. പിള്ളേകൾ ഉള്ളതാണ് വീട്ടിൽ ഒരു മകൻ നഷ്ടപ്പെട്ടു പോന കഥയല്ല. ഞാൻ ഈ 3 പാസേജും വായിച്ചപ്പോൾ, ഞാൻ இந்த 3 പകുതികളും വാസിക്കുമ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. എനിക്കൊരു ഉണ്മ പുരിந்தது. ഈ 3 ഉപമകളിലും, இந்த 3 ഉപമകളിലും നഷ്ടപ്പെട്ടതിന് വിലയുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോനதற்கு ഒരു വിലക്രയം ഇരുന്നത്. നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ നഷ്ടപ്പെട്ടു പോനതെന്ന് சொல்வதை விட വിലപ്പെട്ടത് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനാണ് എനിക്ക് സന്തോഷം. വിലയേറപ്പെട്ട ഒന്ന് നമ്മെ വിട്ട് നഷ്ടപ്പെട്ടു എന്ന് சொல்வതാണ് എനിക്ക് சொல்ல முடியும். ഈ 3 തിരുവെഴുത്ത് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ, இந்த 3 പകുതികൾ ഞാൻ വാസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് പുരിந்தது, ഇവർക്ക് നഷ്ടപ്പെട്ടത് വളരെ വിലപ്പെട്ടതായിരുന്നു. ഇവരുടെ வாழ்க்கை നഷ്ടപ്പെട്ടു പോനது மிகவும் വിലയേറപ്പെട്ട. ഈ സുവിശേഷ മഹായോഗങ്ങൾ, இந்த சுவிசேஷ கூட்டங்கள் നിന്റെ നഷ്ടം സംസാരിക്കുന്ന യോഗമല്ല. உன்னுடைய നഷ്ടത്തെ പറ്റി பேசுகிற ஒரு கூட்டமல்ல. നിന്റെ നഷ്ടത്തിന് ആശ്വാസം പറയുന്ന യോഗമല്ല. உன்னுடைய നഷ്ടപ്പെട്ടു പോനதுக்கு ആറുதல் തരുகிற ഒരു കൂട്ടമല്ല. നിന്റെ നഷ്ടത്തിന് അനുശോചനം പറയുന്ന യോഗമല്ല. உன்னுடைய നഷ്ടத்திற்கு ഒരു வருத்தம் தெரிவிக்கிற ഒരു കൂട്ടമല്ല. നീ വിശ്വസിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ നിന്റെ നഷ്ടത്തെ കണ്ടെത്തുന്ന യോഗമാണ്. ഉങ്ങൾ നഷ്ടപ്പെട്ടു പോന തിരുപ്പി തരുகிற ഒരു കൂട്ടം. കരമടിച്ചു കർത്താവിന് മഹത്വം കൊടുത്തു. കരങ്ങളെ തട്ടി കർത്താവിന്റെ നാമത്തെ ഇത് മഹിമപ്പെടുത്തുക. നഷ്ടത്തിന് അനുശോചനം പറയാമെന്നതല്ല. இந்த നഷ്ടത്തിക്കാக வருத்தம் தெரிவிக்கும்படி வந்ததல்ல. 99 ആടുകളെയും ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ട ആടിന് അനുശോചനം പറഞ്ഞ ഇടയനല്ല ഇത്. നഷ്ടപ്പെട്ടതാണ് 99 ആടുകളെ കൂട്ടി ചേർത്ത് വിട്ട് നഷ്ടപ്പെട്ടു പോறதை பார்த்து வருத்தம் தெரிவிக்கிற ஒரு கூட்டமல்ல. 9 കോയിനും കയ്യിൽ പിടിച്ച് നഷ്ടപ്പെട്ടു പോയ കോയിന് അനുശോചനം പറഞ്ഞ സ്ത്രീയുടെ കഥയല്ല ഇത്. 9 വെള്ളിക്കാശ് കയ്യിல இருக்கிறது, നഷ്ടപ്പെട്ടു പോனதான அந்த ஒரு വെള്ളിക്കാശുக்காக வருத்தம் தெரிவித்ததான அந்த சகோதரனுடைய கூட்டமல்ல இது. വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകനെ ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ട മകൻ അനുശോചനം പറഞ്ഞ അപ്പന്റെ കഥയല്ല ഇത്. വീട്ടിൽ ഇരുന്നதான മൂത്ത മകനെ തന്നോട് മാർബോട് അണൈത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോന പിള്ളയെ പറ്റി வருத்தம் தெரிவிக்கிற ஒரு கூட்டமல்ல இது. ഈ 3 പാസേജ് ഞാൻ പഠിച്ചപ്പോൾ, இந்த 3 പകുതികളെ ഞാൻ ഇതിൽ കണ്ടത്, ഞാൻ ഇതിൽ பார்த்தது, നഷ്ടപ്പെട്ടതിനെ എങ്ങനെയും തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോനത് എപ്പോഴാவது திருப்பி கிடைக்கும்படி, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താൻ, നഷ്ടപ്പെട്ടു പോനதை தேடி കണ്ടുപിടിക്കുம்படி, കണ്ടെത്തുന്നതുവരെ അന്വേഷിക്കുന്ന, കണ്ടുപിടിക്കും വരെയിലും തേടുകിற, നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവന്ന് സന്തോഷിക്കുന്ന, നഷ്ടപ്പെട്ടു പോന തിരുമ്പി കൊണ്ടുവന്ന് സന്തോഷപ്പെടുത്തുകിற ഒരു രക്ഷയുടെ സത്യമാണ്. ഒരു രക്ഷിപ്പിൻ സുവിശേഷം ഇന്ന് രാത്രി പ്രവചിക്കട്ടെ. ഇന്ന് இரவு தீர்க்கதரிசனமாய் உரைக்கிறேன். നീ നഷ്ടങ്ങളിൽ ജീവിക്കേണ്ടവനല്ല. നിങ്ങൾ നഷ്ടത്തിൽ വാഴ വേണ്ടിയ പിള്ളയല്ല. നീ നഷ്ടങ്ങൾ പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കേണ്ടവനല്ല. சொல்லி வாழ்க்கை வாழ வேண்டியவர்களல்ல.
നിന്റെ ഭവനത്തിൽ നീ പറഞ്ഞു തുടങ്ങേണ്ടത് നഷ്ടങ്ങളുടെ കഥയല്ല. உன் குடும்பத்திலே நீ சொல்லி ஆரம்பித்தது நஷ்டங்களை பற்றி. 2026 നീ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. ലാഭങ്ങളെ പറ്റി சொல்ல ആരംഭിக்க வேண்டும். നീ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. ലാഭത്തെ പറ്റി சொல்ல ആരംഭി. നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വന്ന കഥ പറഞ്ഞു തുടങ്ങട്ടെ. നഷ്ടപ്പെട്ടു പോയ മകൻ തിരുമ്പി വന്ന കഥയെ சொல்லு. നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് മടങ്ങി വന്ന കഥ പറഞ്ഞു തുടങ്ങട്ടെ. നഷ്ടപ്പെട്ടു പോയതാണ് ഐശ്വര്യങ്ങൾ തിരുമ്പി വന്നതിനെ പറ്റി കഥകളെ சொல்லுங்கள். നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു വന്ന അത്ഭുത സാക്ഷ്യം പറഞ്ഞു തുടങ്ങട്ടെ. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിപ്പി கிடைத்த അത്ഭുത സാക്ഷികൾ എഴുമ്പട്ടുമേ. നഷ്ടപ്പെട്ട കുടുംബ ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ട കാര്യം പറയട്ടെ. നഷ്ടപ്പെട്ട കുടുംബ வாழ்க்கையில் மறுபடியும் உயிர்ப்பிக்கப்பட்ட காரியத்தை பற்றி சொல்லு. എത്ര പേർ ഇന്ന് രാത്രി എന്റെ കൂടെ വിശ്വസിക്കുന്നു? എത്ര പേർ എന്നോട് കൂടെ നമ്പിക്കുന്നു? 2026 ഞാൻ പറയാൻ പോകുന്നത് നഷ്ടങ്ങളുടെ കഥയല്ല. 2026 ആണ്ടിൽ ഞാൻ சொல்ல പോകുന്ന വാർത്ത നഷ്ടങ്ങളുടെ വാർത്തകളല്ല, പുനഃസ്ഥാപനത്തിന്റെ കഥയാണ്. ഓ മറുരൂപമാക്കപ്പെട്ട കഥകൾ, തിരിച്ചുവരവിന്റെ കഥയാണ്, തിരുമ്പി വരുന്ന അനുഭവം, പുനഃസ്ഥാപനത്തിന്റെ കഥയാണ്, ഓ ഉയർപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ. ഇത് ഈ വർഷം ഞാൻ പറയുമെന്ന് എന്റെ കൂടെ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ കാരമടിച്ചു പറഞ്ഞു. എന്റെ വീട്ടിലെ നഷ്ടത്തിന്റെ കഥയിൽ നിന്ന് പുനഃസ്ഥാപനത്തിന്റെ കഥയിലേക്ക് മാറാൻ പോവുകയാണ്. இப்படிப்பட்டதான நம்பிக்கை உள்ளதான பிள்ளைகள் காரங்களை தொட்டி சொல்லுங்கள். என் குடும்பத்திலே நஷ்டத்தின் கதை அல்ல, என்னுடைய குடும்பத்திலே உயிர்ப்பிக்கப்பட்ட அனுபவத்தை நான் பேசுவேன் என்று சொல்லுங்க. ഈ മീറ്റിംഗ് അങ്ങനെയുള്ള അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു. இந்த கூட்டம் அப்படிப்பட்ட அற்புதங்களை கொண்டு வருவதாக. നിന്റെ ഭർത്താവിന്റെ നഷ്ടമല്ല നിന്റെ വിഷയം. உன்னுடைய புருஷனுடைய வாழ்க்கை தோல்வி அல்ல உன்னுடைய காரியம். തലമുറകളുടെ നഷ്ടമല്ല നിന്റെ വിഷയം. തലമുറയുടെ തോൽവി അല്ല ഉன்னுடைய വിണ്ണപ്പം. ഒരു കാലത്ത് നീ നഷ്ടം പറഞ്ഞവനാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു തോൽവിയെ പറ്റി അടുത്ത കാലഘട്ടത്തിൽ നീ നേട്ടം പറയും. അടുത്ത കാലഘട്ടത്തിൽ ഒരു വെറ്റിയെ പറ്റി சொல்லுவாய். നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ നമ്പുகிறீர்களா? ഞാൻ ഈ ഭാഗം ആവർത്തിച്ച് പഠിച്ചു. ഞാൻ இந்த பகுதியை மறுபடி வாசித்தேன். ഇതിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഞാൻ പഠിച്ചു. ഇത് എല്ലാ പകുതികളും ആരാய்ந்து പഠിத்தேன். അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. எனக்கு ഒരു കാര്യം പുരിഞ്ഞത്. ഇതൊരു സാധാരണ നഷ്ടത്തിന്റെ കാര്യമല്ല. ഇതൊരു സാധാരണമായ ഒരു തോൽവിയുടെ കാര്യമല്ല. നഷ്ടപ്പെട്ടതിനെല്ലാം വിലയുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോനവയ്കൾക്കെല്ലാം ഒരു വിലയിരുന്നത്. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയും. വിലയേറി ഇത് നഷ്ടപ്പെട്ടു പോയ ചിലർക്ക് വേണ്ടി കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വരികയാണ്. வாழ்க்கையில் விலையேறப்பட்டது നഷ്ടപ്പെട്ടു പോനവർക്കാக കർത്തരുടെ ക്രിയ വെളിപ്പെടാൻ ആരംഭിക്കുന്നതിന് പരിശുദ്ധ ആവിയാനവർ சொல்லுகிறார். നീ നഷ്ടങ്ങളുടെ പുറകിൽ നടക്കുകയാണ്. നിങ്ങൾ തോൽവിயின் പിന്നാടി നടന്നു പോകുന്നു. നീ പരാജയത്തിന്റെ കഥ പറഞ്ഞ് നടക്കുകയാണ്. നീ തോൽവിയുടെ കഥകളെ ചൊല്ലി നടക്കുകയാണ്. പക്ഷേ സുവിശേഷം, ஆனால் സുവിശേഷം നഷ്ടപ്പെട്ടതിന്റെ കഥയല്ല, നഷ്ടപ്പെട്ടു പോനതിന്റെ കഥയല്ല, നഷ്ടപ്പെട്ടതിനെ തേടി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് പുനഃസ്ഥാപിപ്പിച്ച കഥയാണ്. നഷ്ടപ്പെട്ടു പോനതെ തേടി കണ്ടുപിടിച്ച് മറുപടി ഉയർപ്പിക്കപ്പെട്ട ഒരു കഥ ഞങ്ങളുടെ സുവിശേഷം. ഞങ്ങളുടെ സുവിശേഷം നഷ്ടപ്പെട്ടതിന്റെ കഥയല്ല, നഷ്ടപ്പെട്ടു പോനതിന്റെ കഥയല്ല. എന്തു വില കൊടുത്തും നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവന്നതിന്റെ കഥയാണ്. എന്ത് വില കൊടുത്താൽ നഷ്ടപ്പെട്ടു പോന തിരുമ്പി കൊണ്ടുവന്നതാണ് കഥ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ നഷ്ടത്തിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. அப்படி என்று சொன்னால் இந்த ராத்திரி கூட்டத்திலே நான் இப்படியாக விசுவாசிக்கிறேன். നഷ്ടപ്പെട്ടു പോனதை நான் வெளியே கொண்டு வருவேன். എന്നും ഞാൻ എന്റെ തകർച്ചയിൽ ജീവിക്കുകയില്ല. என்றைக்கும் நான் என்னுடைய தோல்வியில் வாழ மாட்டேன். എന്നും ഞാൻ എന്റെ പരാജയത്തിൽ ജീവിക്കുകയില്ല. என்றைக்கும் நான் என்னுடைய தோல்வியில் வாழ மாட்டேன். കാരണം സുവിശേഷം എന്റെ മേൽ വന്നിരിക്കുന്നു. സുവിശേഷം எனக்குள்ளே വന്നത്. യേശു എന്ന വചനം ഞാൻ കേട്ടിരിക്കുന്നു. യേശു വചനത്തെ ഞാൻ കേട്ടിരിக்கிறேன். എന്തിനാണ് യേശു വന്നത്? എதற்காக യേശു വந்தார்? കാണാതെ പോയതിനെ, കാണാமல் போனதை തിരഞ്ഞു രക്ഷിപ്പാൻ കണ്ടുപിടിക്കുമ്പടി യേശു വന്നിരിക്കുന്നു. യേശു വന്നിരിக்கிறார். ഈ നാട്ടിൽ എന്നെ കേൾക്കുന്നവരുണ്ടോ? இந்த தேசத்திலே வார்த்தை கேட்கிறவர்கள் യേശു മതം സ്ഥാപിക്കാൻ വന്നയാളല്ല. യേശു മതം സ്ഥാപിക്കുമ്പടി വന്നവരല്ല. യേശു പള്ളി സ്ഥാപിക്കാൻ വന്നയാളല്ല. യേശു ആലയം കട്ടുമ്പടി വന്നവരല്ല. യേശു വന്നത് എന്തിനാണെന്ന് ചോദിച്ചു. യേശു എதற்காக വந்தார் என்றால் ഇവിടുത്തെ രാജ്യങ്ങളെ ക്രിസ്തീയ രാജ്യമാക്കാൻ വന്നയാളല്ല. ഓ ഇങ്ങ ഇരിക്കുന്ന രാജ്യങ്ങളെ ഒരു ക്രിസ്തവ രാജ്യമായി മാറ്റുമ്പടി വന്നവരല്ല. മതത്തിനും നിയമത്തിനും പാരമ്പര്യത്തിനും ആചാരത്തിനും അനാചാരത്തിനും ദുരാചാരങ്ങൾക്കും മനുഷ്യനെ തന്റെ നഷ്ടത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതിരുന്നപ്പോൾ നഷ്ടപ്പെട്ട മനുഷ്യന് വേണ്ടി വില മുടക്കി അവനെ മടക്കി കൊണ്ടുവരാൻ പിതാവ് ഭൂമിക്ക് വേണ്ടി ചെയ്ത പുനഃസ്ഥാപനമാണ് യേശു ക്രിസ്തു. ദേശത്തിൽ കാണപ്പെടുന്നതാണ് എല്ലാ നഷ്ടങ്ങൾക്കും വന്നു പോനതാണ് എല്ലാ തുன்பங்களுக்கும் എല്ലാ ആചാരങ്ങൾക്കും ഒരു മറു ഉയിർ കൊടുക്കുമ്പടിயாக യേശു കൊണ്ടുവந்தார். ഈ മീറ്റിംഗ് ഈ ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, இந்த கூடுகையிலே இந்த ஆராதனை நீங்கள் கேட்டுக்கொண்டிருக்கும் பொழுது 100 ആടിൽ നഷ്ടപ്പെട്ട ആടിനെ ഇടയൻ കണ്ടതുപോലെ 100 ആടുകളിൽ നഷ്ടപ്പെട്ടു പോനதை அந்த மேய்ப்பன் தேடி கண்டுபிடித்தது போல ആ ബ്രഹ്മ
വിളക്ക് കൊളുത്തി തെളിയിച്ച് അന്വേഷിച്ച സ്ത്രീയുടെ കണ്ണിൽ പെട്ടതുപോലെ அந்த நஷ்டப்பட்டு போனதான அந்த 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 வெள்ளி நாணயத்தை அந்த விளக்கு கொளுத்தி தேடி கண்டுபிடித்தது போல, നഷ്ടപ്പെട്ട ആട് ഇടയന്റെ കണ്ണിൽ പെട്ടതുപോലെ, നഷ്ടപ്പെട്ടു പോനതാണ് ആട് മേയ്പ്പരുടെ കണ്ണിൽ തെൻപെട്ടത് പോലെ, നഷ്ടപ്പെട്ട ദ്രഹ്മ സ്ത്രീയുടെ കണ്ണിൽ പെട്ടതുപോലെ, നഷ്ടപ്പെട്ടു പോനതാണ് அந்த വെള്ളിക്കാശ് அந்த സഹോദരന്റെ കണ്ണിൽ തെൻപെട്ടത് പോലെ, നഷ്ടപ്പെട്ട മകൻ മടങ്ങി അപ്പന്റെ കണ്ണിൽ മുമ്പിൽ വന്നതുപോലെ, നഷ്ടപ്പെട്ടു പോനവൻ തിരുമ്പി വന്ന് തകപ്പയുടെ കണ്ണിൽ തെൻപെട്ടത് പോലെ, ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കൂട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഇവണ്ണമായി നമ്മുടെ வாழ்க்கையில നടക്ക പോകുന്നത്. നിങ്ങൾ ഈ വചനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വാർത്തയെ നമ്പുവീர்கள் என்றால், നാളെയല്ല ഇന്ന് രാത്രി ഇത് സംഭവിക്കും. നാളെയല്ല ഇന്ന് ഇരവേ അവണ്ണമായി മാറും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. കരങ്ങളെ തട്ടി കർത്താവിന്റെ നാമത്തെ മഹിമപ്പെടുത്തலாம். നഷ്ടപ്പെട്ടത് ദൈവത്തിന് വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടു പോയത് ആണ്ടുടെ പാർവയിലെ വിലയേറപ്പെട്ടത്. മനുഷ്യൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. മനുഷ്യர்களെ നിങ്ങൾ ദേവനുക്ക് വിലയേറപ്പെട്ടവர்கள். മനുഷ്യൻ ഇത്രയധികം വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ബൈബിൾ വായിച്ചപ്പോഴാണ്. മനുഷ്യനുക്ക് ഇവളவுக்கு அதிகமான വിലയേറപ്പെട്ടവൻ എന്ന് சொல்வது ബൈബിൾ വാസിച്ചപ്പോൾ എനിക്ക് മനുഷ്യൻ ഇത്രമാത്രം വിലയുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായത് ബൈബിൾ വായിച്ചപ്പോഴാണ്. മനുഷ്യനുക്ക് ഇവളவுக்கு அதிகமான വില ഉണ്ട് എന്ന് சொல்லி ബൈബിൾ വാസിച്ചപ്പോൾ എനിക്ക് പുരിந்தது. കാരണം മനുഷ്യനെ വീണ്ടെടുക്കാൻ പിതാവ് തന്റെ പുത്രനെ മറുവിലയായി വച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും വലിയ വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം என்னவென்று சொன்னால் പിതാവാകിയ ദേവൻ കുമാരനാകിയ യേശുവേ മനുഷ്യனுக்காக ഇவ்வளவு വിലയേറിയമായി കൊടുത്തത് മനുഷ്യൻ മീതുള്ളതാണ് വില ഇவ்வளவுக்கு அதிகമായി இருக்கிறது എന്ന് പുരിந்ததனால், രക്ഷിക്കപ്പെട്ട നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് വിലയില്ല, എനിക്ക് മാന്യതയില്ല, നാട്ടുകാർ തരുന്നില്ല, വീട്ടുകാർ തരുന്നില്ല, കുടുംബക്കാർ തരുന്നില്ല, ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ, എനിക്കൊരു വിലയില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ ആദ്യം പറയേണ്ടത് എന്നെ പോലെ വിലപ്പെട്ടവൻ ഭൂമിയിൽ വേറെ ആരുമില്ല. രക്ഷിക്കപ്പെട്ടതാണ് ഞാൻ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിக்கிறோம். எனக்கு வீட்டுக்குள்ளே விலை இல்லை, தேசத்தில் விலை இல்லை, நாட்டிலே விலை இல்லை என்று சொல்லுவீர்கள். ஆனால் ரட்சிக்கப்பட்ட நீங்கள் தான் சொல்ல போகிறீர்கள், ரட்சிக்கப்பட்ட நான் கிறிஸ்துவுக்கு விலையேறப்பட்ட ஒரு பாத்திரம். പാസ്റ്റർ എനിക്ക് വീട് കിട്ടിയില്ല പാസ്റ്റർ, അതുകൊണ്ട് എനിക്ക് വിലയില്ല പാസ്റ്റർ. போதகரே எனக்கு வீடு கிடைக்கவில்லை, ஆகவே எனக்கு தேசத்தில் விலை இல்லை. എനിക്ക് കാർ കിട്ടിയില്ല പാസ്റ്റർ, അതുകൊണ്ട് എനിക്ക് വിലയില്ല പാസ്റ്റർ. எனக்கு കാർ கிடைக்கவில்லை, ஆகவே எனக்கு விலை இல்லை என்று சொல்லலாம். എന്റെ കുഞ്ഞിന് സർക്കാർ ജോലി കിട്ടിയില്ല പാസ്റ്റർ, അതുകൊണ്ട് കുടുംബക്കാരുടെ നടുവിൽ എനിക്ക് വിലയില്ല. എന്റെ പിള്ളയ്ക്ക് ഒരു அரசாங்க வேலை கிடைக்கவில்லை, ஆகவே என்னுடைய குடும்பத்தில் விலை இல்லை. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു പാസ്റ്റർ, അതുകൊണ്ട് എനിക്ക് നാട്ടിൽ വിലയില്ല പാസ്റ്റർ. ഞാൻ വാടക വീട്ടിലെ വാഴുகிறேன், ആകவே என்னுடைய தேசத்திலே எனக்கு விலை இல்லை. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ഒരു സുവിശേഷം പറയട്ടെ. ஆனா இந்த இரவு உங்களை பார்த்து ஒரு சுவிசேஷம். നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയില്ലേ? உங்களுக்கு இயேசுவை கிடைக்கவில்லையா? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറക്കെ ശബ്ദം ഉയർത്തി പറയുവായിരുന്നു കിട്ടിയെന്ന്. ഞാൻ நினைத்தேன் நீங்கள் சத்தமாய் சொல்லுவீர்கள் எனக்கு கிடைத்தது என்று. കിട്ടിയതിന്റെ വില അറിഞ്ഞാലേ കിട്ടിയതിനെ കുറിച്ച് പറയാൻ നിനക്ക് ആവേശം ഉണ്ടാവും. கிடைத்ததை பற்றிയുള്ള വിലയെ புரிந்தால் தான் கிடைத்தவர்கள் சந்தோஷமாய் சொல்லுவார்கள். മതം മുഴുവൻ ശ്രീദേവിയും ശ്രീദേവിന്റെ മക്കളെയും ശാപമെന്ന് എഴുതി തള്ളിയതാണ്. മതം മുഴുവൻ ശ്രീദേവിയും അവരുടെ പിള്ളകളെ ശാപം പിടിത്തവர்கள் എന്ന് ജാതകത്തിന്റെ പേപ്പറുകളിൽ എഴുതി പിടിപ്പിച്ചു, ഇനി ഈ കുടുംബം പുറത്തു വരികയില്ല. அந்த ஜாதக பத்திரத்தில் எழுதி வைத்தார்கள், இனி இந்த குடும்பம் வெளியே வராது. ദുർമരണങ്ങളും പെടുമരണങ്ങളും കുടുംബത്തിനകത്ത് ആവർത്തിക്കപ്പെട്ടപ്പോൾ ഈ കുടുംബം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് മതം എഴുതി വെച്ച ചരിത്രത്തിൽ നിന്നും ഞാൻ കേട്ട യേശു എന്ന സത്യം എന്റെ ചരിത്രം മാറ്റി. அந்த மத கிரந்தங்களில் எழுதி வைக்கப்பட்ட இந்த குடும்பத்துக்குள்ள துர்மரணங்கள் வந்து இந்த குடும்பம் அழிந்து போகும் என்று சொல்லி, ஆனா நான் பிரசங்கிக்கிற இயேசு என் குடும்பத்துக்குள்ள வந்து என் வாழ்க்கை வரலாற்றை மாற்றி அமைத்தார். ഞാൻ ജനിച്ച മതം എന്നോട് പറഞ്ഞു നീ വിലയില്ലാത്തവനാണ്. நான் பிறந்ததான மதம் சொன்னது உன் வாழ்க்கையில் விலை இல்லை. ഞാൻ പറഞ്ഞ കുടുംബം എന്നോട് പറഞ്ഞു നീ ശപിക്കപ്പെട്ടവനാണ്. குடும்பத்தால் சொன்ன നീ ശപിക്കപ്പെട്ടവൻ. എന്റെ സംസ്കാരം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരാജയമാണ്. എന്റെ നാഗരികം சொன்னது നിങ്ങൾ തോൽവി അടഞ്ഞ എന്റെ കൂട്ടം. നാട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇനി ഒരിക്കലും ഉയരില്ല. എന്റെ ദേശത്താൽ சொன்னது നിങ്ങൾ ഇനി வாழ்க்கை ഉയര മാട്ടീர்கள். എന്നാൽ സുവിശേഷം എന്നോട് പറഞ്ഞു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. സുവിശേഷം എന്നെ பார்த்து சொன்ன നീ എനിക്ക് മേന്മയാനവൻ വിലയേറപ്പെട്ടവൻ എന്ന് சொன்னது. ഞാൻ ഇത് പറയുമ്പോൾ ഇവിടെ വിടുതൽ സംഭവിക്കുകയാണ്. നിങ്ങൾ சொல்லும்போது വിടുതൽ നടക്കുന്നത്. നിനക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്ത് പ്രതികൾ മായുകയാണ്. ഉനക്ക് വിരോധമായി എഴുതപ്പെട്ട കൈയെഴുത്ത് പ്രതികൾ അழிந்து പോയി. ദൈവം നമ്മോട് പറയാണ് നീ എനിക്ക് മാന്യനും വിലയേറിയവനുമാണ്. ആണ്ടവർ சொல்லுங்க നിങ്ങൾ എനിക്ക് ഘനം വരുന്നവர்கள். ഞാൻ നിന്നെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഭയങ്കരമായി അതിശയമായി ഉണ്ടാക്കിയപടിയിനാൽ അടിഞ്ഞു പോകുന്ന 2.5 കിലോ പൊന്നും വെള്ളിയും കൊടുത്തല്ല അരവിന്ദ് മോഹനെ യേശു വീണ്ടെടുത്തത്. അഴിഞ്ഞു പോകുന്ന 2.5 കിലോ വെള്ളിയോ പൊന്നോ കൊടുത്തല്ല ആണ്ടവർ അരവിന്ദ് മോഹൻ மீட்டெடுத்தது.
வந்தது. ദ്രവിച്ചു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല പിതാവിന്റെ വീണ്ടെടുപ്പിന്റെ വില ഒരുക്കിയത്. அழிந்து போகிறதான பொருட்களினால் பிதாவாகிய தேவன் என்னை என் குடும்பத்தை மீண்டெடுத்தது. നിർദോഷവും നിർമ്മലവുമായ യേശുവിന്റെ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പിന്റെ വില കൊടുത്തെങ്കിൽ ആ യേശുവിന്റെ രക്തത്തിന് എന്ത് വിലയുണ്ടോ അതാണ് എന്റെ വില. அந்த நிர்மலமான இரத்தத்தினாலே இயேசு எனக்கு தந்து அந்த விலையேறப்பட்ட ரட்சிப்பை அரவிந்த் மகன் குடும்பத்துக்கு கர்த்தர் தந்தார். ഈ ദേശത്ത് വിലയുള്ളവരായി ജീവിക്കുക. இந்த தேசத்தில் விலையுள்ளவர்களாக வாழுங்கள். ഈ പട്ടണത്തിൽ വിലയുള്ളവരായി ജീവിക്കുക. பிராந்தியத்தில் விலையுள்ளவர்களாக வாழுங்கள். ഈ ദേശത്ത് വിലയുള്ളവരായി ജീവിക്കുക. இந்த தேசத்தில் விலையுள்ளவர்களாக மாறுங்கள். നിന്റെ കുടുംബക്കാരുടെ നടുവിൽ വിലയുള്ളവരായി ജീവിക്കുക. നിന്റെ കുടുംബക്കാരുടെ നടുവിൽ വിലയുള്ളവരായി ജീവിക്കുക. உங்கள் குடும்ப தேசத்தார் நடுவில் விலையுள்ளவர்களாக வாழுங்கள். നീ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് തല താഴ്ത്തി നടക്കരുത്. நீங்கள் രക്ഷിക്കപ്പെട്ടതിനാൽ തല കുനിந்து നടக்க നീ வேண்டாம். ബൈബിൾ എടുത്തതുകൊണ്ട് തല താഴ്ത്തി നടക്കരുത്. நீங்கள் பைபிள் எடுத்தபடி தலை குனிந்து நடக்க வேண்டாம். ഈ പഞ്ചായത്തിൽ കൂടെ തല ഉയർത്തി നടക്കണം. இந்த பஞ்சாயத்தில் தலை நிமிர்ந்தவர்களாய் நடக்க வேண்டும். നീ വഴിയെ പോയപ്പോ പള്ളി കയറിയവനല്ല. நீ வழியே போகும்போது ஆலயத்தில் வந்தவர்கள் அல்ல. നീ കഷ്ടത വന്നപ്പോ ഹല്ലേലൂയ വിളിക്കാൻ വന്നവനല്ല. நீ கஷ்டம் வந்தபோது அல்லேலூயா கூப்பிடும்படி வந்தவர்கள் அல்ல. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിനു മുമ്പേ பூமிக்கு அஸ்திபாரம் போடுவதற்கு முன்னே ദൈവം നിന്റെ പുനഃസ്ഥാപനം ഒരുക്കിയിരിക്കുകയാണ്. உனக்காக ഒരു ഉയർത്തലിനെ കണ്ടിരുന്നു. ശബ്ദമൊന്ന് ഉയരട്ടെ. ശബ്ദമായി ഈ ദേശം അത് കേൾക്കട്ടെ. இந்த தேசம் வந்து கேட்கட்டும். ഇത് ക്രിസ്ത്യാനികളുടെ കൂട്ടമല്ല. ഇത് ക്രിസ്തുവിന്റെ കൂടുകയല്ല. ഇത് പെന്തക്കോസ്തുകാരുടെ കൂട്ടമല്ല. ഇത് പെന്തക്കോസ്തുകാരുടെ ഇത് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വീണ്ടെടുക്കപ്പെട്ട മക്കളുടെ ഈ കൂട്ടം. ശബ്ദം ഈ ദേശം ഒന്ന് കേൾക്കട്ടെ. இந்த சத்தம் இந்த தேசம் வந்து கேட்கட்டும். എന്റെ ജീവിതത്തിന് വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. என்னுடைய வாழ்க்கைக்கு ஒரு விலை உண்டு என்று எனக்கு புரிந்தது. എന്റെ കുടുംബത്തിന് വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. என்னுடைய குடும்பத்திற்கு எனக்கு விலை உண்டு என்று புரிந்தது. ഈ തിരുവെഴുത്ത് പറയുന്ന വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ ഞാൻ പഠിച്ചപ്പോഴാണ്. இந்த வசனத்திலே சொல்லப்பட்ட மீட்டெடுக்கப்பட்டதான சுவிசேஷத்தை நான் வாசித்த பிற்பாடு ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതല്ല ഇത്. நான் രക്ഷിക്കപ്പെട്ടேன் என்று சொல்லிக்கொண்டு நடப்பதற்காக அல்ல. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, நான் രക്ഷിക്കപ്പെട്ട போது, മാനസാന്തരപ്പെട്ടപ്പോൾ, மனம் திரும்பின போது, പാപത്തിൽ നമ്മൾ പുറത്തു വന്നു എന്ന് മാത്രമല്ല, പാപത്തിൽ നാം വെളിയെ വന്നോം എന്ന് சொல்வதற்காக மட்டுமல்ல, ചില അധികാരങ്ങൾക്കകത്തു വന്നു എന്നതും സത്യമാണ്. ചില അധികാരങ്ങൾക്കുള്ളേ വന്നോം என்பது மெய். നിങ്ങൾ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു വന്നു. നിങ്ങൾ ഇരുളിൻ വെളിച്ചത്തിൽ നിന്ന് വെളിയെ വന്നീர்கள். പക്ഷേ അടുത്തൊരു വചനമുണ്ട്. അടുത്തൊരു വാർത്ത இருக்கிறது. നിങ്ങൾ പുത്രന്റെ രാജ്യത്തിന്റെ അകത്തു വന്നു. നിങ്ങൾ കുമാരന്റെ രാജ്യത്തിற்குள்ளே சேர்க்கப்பட்டீர்கள். കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. കരങ്ങളെ തട്ടി കർത്തനാമത്തെ മഹിമപ്പെടുത്തുക. നമ്മൾ ആരാണ്? നാം യാര്? ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു വന്നവർ മാത്രമല്ല, ഇരുളിൻ രാജ്യത്തിൽ നിന്ന് വെളിയെ വന്നവരല്ല, പുത്രന്റെ രാജ്യത്തിന്റെ അകത്തു വന്നവരാണ്. കുമാരന്റെ രാജ്യത്തിற்குள்ளே വന്നവர்கள். ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ നിങ്ങൾ എங்கே வாழ்ந்து கொண்டிருக்கிறீர்கள்? ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായിട്ടാണ്. ദൈവ കുടുംബത്തിൻ മക്കളായി வாழ்ந்து கொண்டிருக்கிறீர்கள். നിങ്ങൾ എങ്ങനെ തകരും? നിങ്ങൾ എപ്പോൾ അളിക്കപ്പെടുവീர்கள்? നിങ്ങൾ എങ്ങനെ പരാജയപ്പെടും? നിങ്ങൾ എപ്പോൾ അഴിഞ്ഞു പോവീர்கள்? You are the members of God's household. നീ ദൈവ ഭവനത്തിന്റെ അംഗമാണ്. നിങ്ങൾ ദേവനുടെ വീട്ടിന്റെ അംഗത്തിനர்கள். സത്യം നിങ്ങൾ അറിയുകയും സത്യത്തെ അറിവീர்கள். സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം ഉങ്ങളെ വിടുതലയാക്കും. നമ്മൾ വിലയുള്ളവരാണ്. നാം വിലയേറപ്പെട്ടവர்கள். ഈ ലൂക്കോസ് 14 ഞാൻ വായിച്ചപ്പോൾ, ലൂക്ക എഴുതിയ സുവിശേഷം 15 ഞാൻ വായിച്ചപ്പോൾ, 15 അധികാരം വാസിത്തപ്പോൾ യേശു ഒരു സമൂഹത്തോട് പറയുന്ന വാക്കുകളാണിത്. യേശു ഒരു സമൂഹത്തെ பார்த்து சொல்லுகிற வார்த்தை. എന്തുകൊണ്ട് യേശുവിന് ഇത് പറയേണ്ടി വന്നു? ஏன் இந்த வார்த்தை இயேசு சொல்ல வேண்டி வந்தது? അതിന്റെ ഫസ്റ്റ് പോർഷൻ പറയുന്നു. அதன் முதலாவது பகுதி சொல்லுகிறது, ചുങ്കക്കാരും പാപികളും ആയക്കാരர்களுം പാപികളും വചനം കേൾക്കാൻ വന്നല്ല, വചനം കേൾക്കുമ്പടി വന്നവர்கள் എന്നല്ല, യേശുവിന്റെ വചനം കേൾക്കാൻ വന്നു. യേശുവിന്റെ വചനത്തെ കേൾക്കുമ്പടി വന്നാர்கள். അതൊക്കെ വളരെ വിശദീകരിക്കേണ്ട സെന്റൻസ് ആണ്. അതെല്ലാം മികവും വ്യാഖ്യാനമായി ചൊല്ലിത്തു കൊടുക്ക വേണ്ടതാണ് വാർത്തകൾ. 30 വയസ്സുള്ള യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ 30 വയതിലെ ഊഴിയത്തെ ആരംഭിക്കുമ്പോൾ, ആ ചെറുപ്പക്കാരന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, அந்த வாலிப பருவத்திலே அந்த ஊழியத்தை ஆரம்பிக்கும் பொழுது, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, நான் ஒன்றுകൂടെ சொல்லட்டுமா? ഇവൻ എന്റെ മകൻ എന്ന് പരസ്യമായി പിതാവ് പ്രഖ്യാപിച്ച മകന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, ഇവൻ என்னுடைய நேசகுமாரன் என்று சொல்லி பப்ளிக்காக பிதாவாகிய தேவன் இயேசுவை பற்றி சொன்னார் என்று சொன்னால், യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് രഹസ്യത്തിൽ നിന്നല്ല. യേശു ക്രിസ്തുവിന്റെ ഊഴിയം ആരംഭിക്കപ്പെട്ട രഹസ്യமாக அல்ல, അതൊരു പരസ്യ പ്രഖ്യാപനമാണ്. അത് വെളിപ്പടயான ഒരു ഉപദേശമായിരുന്നത്. യോർദാൻ നദിയിൽ നിന്നുകൊണ്ട്, യോർദാൻ ആറ്റിലെ ഇருந்து ഒരു പരസ്യ പ്രഖ്യാപനം കേൾക്കുകയാണ്. ഒരു പരസ്യமான ഒരു വാർത്ത വരുகிறது. This is my son. ഇത് என்னுடைய நேசகுமாரன்.
പന്നിക്കൂട്ടിൽ നിന്ന് മടങ്ങി വന്ന മകനോടുള്ള അപ്പന്റെ രഹസ്യ സന്ധി സംഭാഷണമല്ല ഇത്. പന്നിക്കൂടുകയിൽ നിന്ന് രഹസ്യമായി വന്നതാണ് തകപ്പരുടെ രഹസ്യ സംഭാഷണയല്ല. ഇപ്പോൾ നിങ്ങൾ വായിച്ച വചനം രഹസ്യ പ്രസ്താവനയല്ല. ഇപ്പോൾ നാം ആശിത്തദാന വസനം ഒരു രഹസ്യമായി ചൊല്ല വേണ്ടിയ വാർത്തയല്ല. മടങ്ങി വന്നവനെ കൊല്ലണമെന്ന് നിയമം പറയുമ്പോൾ, തിരുമ്പി വന്നവനെ കൊല ചെയ്യ വേണ്ടുമെന്ന് ചൊല്ലി പ്രമാണം ചൊല്ലുമ്പോൾ, ശാപഗ്രസ്തനായ മകനെ കല്ലെറിയണമെന്ന് നിയമം പറയുമ്പോൾ, ശാപം പിടിച്ച മകനെ കല്ലെറിഞ്ഞ് കൊല ചെയ്യ വേണ്ടുമെന്ന് ഇതാ ഒരു അപ്പന്റെ പരസ്യ പ്രഖ്യാപനം. ഇതോ ഒരു തകപ്പരുടെ സുവിശേഷം രഹസ്യ പ്രസ്താവനയല്ല. ഇന്ന് ഇരവിന്റെ സുവിശേഷം രഹസ്യമായി ചൊല്ല വേണ്ടിയതല്ല. ഭാരതത്തിന് ഇത് പരസ്യ പ്രഖ്യാപനം തന്നെയാണ്. ഓ ഉലകത്തിற்கு ഇത് വെളിപ്പടയായി ചൊല്ല വേണ്ടിയ ലോകം ശപിക്കപ്പെട്ടവനെന്ന് മുദ്ര കുത്തിയവന്റെ മേൽ, ഓ ഉലകം നീ ശപിക്കപ്പെട്ടവൻ എന്ന് ചൊല്ലി മുദ്രയിടുമ്പോൾ, നിനക്കിനി ഒരു തിരിച്ചുവരവില്ലെന്ന് പറയുമ്പോൾ, ഉനക്ക് ഇനി ഒരു തിരുമ്പി വരുവേ ഇല്ല എന്ന് ചൊല്ലുമ്പോൾ, പാപിയെ നോക്കിയുള്ള പരസ്യ പ്രഖ്യാപനം, அந்த பாவியை பார்த்து வெளிப்படையாய் சொல்லுகிற வார்த்தை, ഈ എന്റെ മകൻ, നീ എന്നുடைய കുമാരൻ. ഇത് രഹസ്യ പ്രസ്താവനയല്ല. ഇത് രഹസ്യമായി சொல்லுகிற വാർത്തയല്ല. ഇതൊരു പേരല്ല. ഇതൊരു പേരല്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇതൊരു ബന്ധമാണ്. ഇത് ഒരു തുടർബ് ഐക്യം. ഇന്ന് രാത്രി, ഇന്ന് ഇരവ് ഈ ദേശത്തൊരു ബന്ധം ഇറങ്ങുകയാണ്. இந்த ദേശത്തിലെ ഒരു ഐക്യം, ഒരു തുടർബ് ഇറങ്ങുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പോന 15 ആണ്ടുകളാக യേശു ക്രിസ്തുവെ പറ്റി പ്രസംഗം பண்ணுகிறேன். ആയിരക്കണക്കിന് ആൾക്കാർ നിത്യജീവന്റെ അവകാശികളായി മാറുന്നത് കണ്ണുകൊണ്ട് കാണാൻ കൃപ ലഭിച്ചു. ആയിരക്കണക്കാன மக்கள் നിത്യ ജീവന്റെ അവകാശികളായി മാറുവതിനെ സ്വന്തം കണ്ണാൽ കാണാൻ முடிந்தது. നൂറുകണക്കിന് തലമുറകൾ എഴുന്നേറ്റ് വരുന്ന ഞാൻ കണ്ടു. നൂറ്റുകണക്കാன തലമുറകൾ എഴുമ്പി വരുവதை ഞാൻ பார்த்தேன். ഞാൻ ഇന്ന് രാത്രി ദേശത്തോട് സംസാരിക്കട്ടെ. ഞാൻ இந்த இரவு தேசத்தை பார்த்து சொல்லட்டுமா? ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്നെ കാണുന്നവരോട് സംസാരിക്കട്ടെ. ഓ ഇന്ന് മാலை വേളை இந்த പ്ലാറ്റ്ഫോമിൽ എന്നെ பார்க்கிறவர்களை பார்த்து சொல்லட்டுமா? ഇന്ന് രാത്രി ഒരു ബന്ധം നിന്നെ തൊടാൻ പോകുകയാണ്. ഇന്ന് இரவு ഒരു ഐക്യം, ഒരു தொடர்பு உன்னை தொடப் போகிறது. എവിടെയാണോ ബന്ധം തുറന്നു വരുന്നത്, എங்கே அந்த தொடர்பு வெளிப்பட்டு வருகிறது, അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. அங்கே കട്ടുകൾ അഴിക്കപ്പെട്ടു പോകും. ഈ പട്ടണത്തിൽ ഒരു ബന്ധം ഇറങ്ങുകയാണ്. இந்த പട്ടണത്തിലെ ഒരു ഐക്യമല്ല, தொடர்பு வெளிப்படுகிறது. മതമല്ല, ഒരു മതമല്ല, ബന്ധം, ഒരു தொடர்பு. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം, ദേവനും മനുഷ്യനുമായുള്ള ഒരു தொடர்பு, പിതാവും മക്കളുമായുള്ള ഒരു ബന്ധം, പിതാവും പിള്ളകളുമായ ഒരു தொடர்பு. ഈ രാത്രി നിന്റെ വീട്ടിൽ തുറക്കുകയാണ്. ഓ இந்த രാത്രി വേള വീട്ടുക്കുള്ള അത് ഈ ബന്ധം തുറന്നെടുത്തെല്ലാം ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. இந்த ஐக்கியம், இந்த தொடர்பு எங்கெல்லாம் தொட்டதோ அங்கே கட்டுகள் அழிக்கப்பட்டது. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, நான் இந்த இரவில் சொல்லட்டுமா? നിങ്ങൾ ആമേൻ പറഞ്ഞില്ലെങ്കിലും എന്റെ വിഷയമല്ല. നിങ്ങൾ ആമേൻ சொல்லாவிட்டாலும் பிரச்சனை പക്ഷേ இல்லை. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. நான் சொல்லிக்கொண்டே இருப்பேன். ഞാൻ ബന്ധനത്തിലല്ല, ഞാൻ വലിയൊരു ബന്ധത്തിലാണ്. நான் ஒரு பெரிய கட்டுக்குள்ள அல்ல, நான் ஒரு பெரிய ஐக்கியத்துக்குள்ள ആയിരക്കണക്കിന് ജനസമൂഹത്തോട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ஆயிரக்கணக்கான ஜனங்களை பார்த்து பிரசங்கம் பண்ணிக்கொண்டே இருப்பேன். I am not in bondage. நான் கட்டப்பட்டவன் அல்ல, ഞാൻ അടിമയല്ല, நான் ஒரு அடிமை அல்ல, ഞാൻ ബന്ധനത്തിലല്ല, நான் ஒரு கட்டுக்குள்ள அல்ல, ഞാൻ മകനാണ്, நான் ஒரு குமாரன், ഞാൻ ബന്ധത്തിലാണ്, நான் அவருடைய தொடர்பிலே അവകാശിയാണ്, நான் ஒரு அவகாசி, ഞാൻ യേശുവിന്റെ മകനാണ്. நான் இயேசுவின் மகன். ഈ സത്യം നിന്നെ തൊടട്ടെ. இந்த സത്യം എന്നെ തൊടട്ടെ. രോഗങ്ങൾ അഴിഞ്ഞു പോകട്ടെ, വ്യാധികൾ അഴിയട്ടെ, ശാപങ്ങൾ അഴിയട്ടെ, ശാപങ്ങൾ അഴിയട്ടെ, ഭൂതങ്ങൾ അഴിയട്ടെ, ഭൂതങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കട്ടുകൾ അഴിയട്ടെ. Right now in the mighty name of Jesus. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗങ്ങൾ കാണാതെ പോകട്ടെ, വ്യാധികൾ അഴിഞ്ഞു പോകട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, ട്യൂമർ മാറി പോകട്ടെ. നീ ബന്ധനത്തിന്റെ ഉടമസ്ഥനല്ല, നീ அந்த தொடர்புடைய നമ്പിക്കയുള്ളവനല്ല, നീ ബന്ധനത്തിന്റെ ഉടമസ്ഥയല്ല, നീ அந்த കട്ടുക്കുള്ള കാണപ്പെടുகிறവൻ. യേശു നിന്നെ വിളിച്ചത് ഒരു ബന്ധത്തിലേക്കാണ്. യേശുവിനെ അழைத்தது அப்படிப்பட்ட ஒரு இயேசு மகள் தொடர்புக்காக. Jesus. ആമേൻ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പലരും എന്നടുത്ത് കേട്ടിരിக்கிறார்கள், ബന്ധനം അഴിയാൻ എന്ത് ചെയ്യണം പാസ്റ്റർ? കട്ടുകൾ അഴിവதற்கு ഞാൻ എന്നെ ചെയ്യ വേണ്ടി പോകുന്നു? ബന്ധനം അഴിയാൻ എന്ത് ചെയ്യണം പാസ്റ്റർ? കട്ടുകൾ അഴിവதற்கு ഞാൻ എന്നെ ചെയ്യ വേണ്ടി പോകുന്നു? ഞാൻ ഒന്നാമത് കൊടുക്കുന്ന കാര്യം, ഞാൻ முதலாவது சொல்லுகிற காரியம், ബന്ധനം അഴിയാൻ ബന്ധം തുറക്കണം. കട്ടുകൾ അഴിവதற்காக ക്രിസ്തുവുമായി ഐക്യം ഉണ്ടാക வேண்டும். ഇതുവരെ ജീവിച്ചതിനേക്കാൾ അധികമായി ദൈവികമായ ബന്ധം വളരണം. ഇതുവരെ வாழ்ந்ததை விட ഇനിമേൽ ക്രിസ്തുവുമായി നല്ല ഒരു ഐക്യം എനിക്കുള്ള പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത വർദ്ധിക്കണം. പരിശുദ്ധ ആവിയുമാക എനിക്കൊരു ഐക്യം വളരെ வேண்டும். ദൈവ ശബ്ദം കേൾക്കാനുള്ള കാത് വീണ്ടും വർദ്ധിക്കണം. സത്യത്തെ കേൾക്കുമ്പോൾ എൻ്റെ കാതുകൾ മറുപടി തുറക്കപ്പെട வேண்டும். ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ലെവലിൽ നമ്മൾ മാറണം. ദേവ സമൂഹത്തെ രുചിத்து பார்க்கக்கூடிய നിലമയ്ക്ക് നേരാக നാം വളര வேண்டும்.
നമ്മുടെ ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ 5 ஐம்புலங்கள் உண்டு. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ ലോകം മുഴുവൻ കാണുന്നത്. இந்த ஐம்புலங்கள் மூலமாக இந்த உலகம் முழுவதையும் பார்க்கிறீர்கள். നിങ്ങൾ കാണുന്നു, நீங்கள் பார்க்கிறீர்கள், കേൾക്കുന്നു, கேட்கிறீர்கள், തൊടുന്നു, தொடுகிறீர்கள், രുചിക്കുന്നു. ருசிக்கிறீர்கள். കാരണം என்னவென்றால் 5 ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ആണ്. அந்த ஐம்புலங்கள் ஆக்டிவேஷனா இருக்கிறது. നിങ്ങളിൽ ഒരു ആത്മ മനുഷ്യനുണ്ട്. உங்களுக்குள்ள ஒரு ஆவிக்குரிய மனிதன் உண்டு. ആത്മ മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആവിക്കുரிய മനുഷ്യർക്ക് 5 പുലങ്ങൾ ഉണ്ട്. 5 ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവികമായതിനെ കാണാനും കേൾക്കാനും തൊടാനും പറയാനും അനുഭവിക്കാനും കഴിയൂ. அந்த 5 புலங்கள் உபயோகத்தில் இருந்தால் மட்டும்தான் பார்க்கவும் கேட்கவும் ருசிக்கவும் முடியும். അത് തുറക്കപ്പെടട്ടെ, അത് തുറന്നു വരട്ടെ. ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നിന്റെ ആത്മ മനുഷ്യന് കഴിയട്ടെ. இதுவரை பெற்றுக்கொண்டதை விட ஒரு தெய்வீக வல்லமை பெற்றுக்கொள்ள பரலோகத்தின் ஆண்டவர்களை தொடுவாராக. നരകം പോലെ കിടക്കുന്ന വീട്ടിൽ ഇന്നു രാത്രി ആ വാതിൽ കൈവച്ച് തുറക്കുമ്പോൾ നീ അകത്ത് കയറുന്നതിന് മുമ്പേ ഒരു വെളിച്ചം അകത്ത് കയറട്ടെ. வீடு நரகத்தை போல் காணப்படுகிறது. இந்த கூட்டம் முடிந்து வீட்டுக்குள்ள போய் அந்த வாசலை திறக்கும் பொழுது அந்த நரகம் போல் காணப்பட வீடு ஒரு பரலோகமாய் மாறட்டும். ഒരു വെളിച്ചം ആ വീടിനകത്ത് പ്രവേശിക്കട്ടെ. அந்த வீட்டுக்குள்ள ஒரு வெளிச்சம் பாயட்டும். 30 വയസ്സുള്ള യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 30 വയതിലെ യേശു ക്രിസ്തുവിന്റെ ഊഴിയത്തെ ആരംഭിക്കും പൊഴുത് ചിലർ പറഞ്ഞു യേശു ഒരു റബ്ബിയാണ്. ചിലർ சொன்னார் യേശു ഒരു റബ്ബി എന്ന്. ചിലർ പറഞ്ഞു യേശു ഒരു പ്രവാചകനാണ്. ചിലർ சொன்னார் യേശു ക്രിസ്തു ഒരു തീർക്കദരിസി. ചിലർ പറഞ്ഞു യേശു ഒരു ഗുരുവാണ്. ചിലർ சொன்னார் യേശു ഒരു ഗുരു എന്ന്. ചിലർ പറഞ്ഞു യേശു ഒരു അധ്യാപകനാണ്. ചിലർ சொன்னார் യേശു ഒരു ആശ്രിയർ. ചിലർ പറഞ്ഞു യേശു മറിയുടെ മകനാണ്. ചിലർ சொன்னார் യേശു മരിയാളുടെ മകൻ. ചിലർ പറഞ്ഞു യേശു ഗലീലക്കാരനാണ്. ചിലർ சொன்னார் യേശു ഗലീലക്കാരൻ. പിന്നെ ചില അപവാദികൾ പറഞ്ഞു ഇവൻ ആരി ജനിച്ചെന്നു പോലും ഞങ്ങൾക്കറിയാം. ஆனா சில பரிகாசக்காரர்கள் சொன்னார்கள் இவர் யாருக்கு பிறந்தவர் என்றே தெரியாது. പറയുന്ന ഒരുപാട് ഗ്രൂപ്പുകാരുണ്ട്. இப்படி சொல்லுகிற தாராளம் கூட்டத்தார் உண்டு. നിങ്ങൾ അതിന്റെ പുറകെ പോയാൽ, நீங்கள் அதற்கு பின்னாடி போனால் നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. நீங்கள் അழுது கொண்டே இருப்பீர்கள். എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ஆனால் உங்களுக்காக പിതാവ് സംസാരിക്കും. பிதாவாகிய தேவன் பேசுவார். അവരിങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ പറഞ്ഞു, ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ആ ഗ്രൂപ്പുകാർ ഇങ്ങനെ പറഞ്ഞു, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ആ സംഘടനക്കാർ ഇങ്ങനെ പറഞ്ഞു. നെവർ മൈൻഡ്, നിന്നെ കുറിച്ച് ദൈവം എന്തു പറഞ്ഞു. അവർ அப்படி சொன்னார்கள், இவர்கள் இப்படி சொன்னார்கள், அந்த குரூப் இப்படி சொன்னார்கள், வாட்ஸ்அப்பில் இப்படி சொன்னார்கள். அதை பற்றி ஒன்று நீங்கள் பொருட்படுத்தவே வேண்டாம். நீங்கள் சிந்திக்க வேண்டியது இயேசு என்னை பற்றி என்ன சொன்னார். പിതാവ് പറഞ്ഞു അവൻ എൻ്റെ മകൻ. பிதா சொன்னார் இவன் என்னுடைய குமாரன். അടുത്ത 3.5 വർഷം യേശു എന്താ പറഞ്ഞെന്നറിയോ? അടുത്ത 3.5 ஆண்டு காலங்கள் இயேசு என்ன சொன்னார் தெரியுமா? ഞാനും പിതാവും ഒന്നാകുന്നു. நானும் பிதா ஒன்றாயிருக்கிறோம். എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. என்னை கண்டடைந்தவர்கள் பிதாவை கண்டிருக்கிறார்கள். Because I am a son. ஏனென்றால் நான் அவருடைய பிள்ளை. പിതാവ് സംസാരിക്കുന്നു, ഞാനും സംസാരിക്കുന്നു. പിതാവും പേசுகிறார், நானும் பேசுகிறேன். പിതാവ് ചലിക്കുന്നു, ഞാനും ചലിക്കുന്നു. പിതാ അസൈവാടുகிறார், நானும் അസൈവാടുகிறேன். പിതാവിന്റെ അധികാരമില്ലാതെ നിനക്ക് എന്നെ തൊടാൻ കഴിയില്ല. പിതാവിന്റെ അധികാരമില്ലാത്തപടി ഉന്നാൽ എന്നെ തൊട முடியாது. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മതജീവിതത്തെ കുറിച്ചല്ല. நான் உங்களை பார்த்து பேசுகிறது மத സംബന്ധமான കാര്യത്തെ പറ്റിയല്ല. ഒരു വലിയ ബന്ധത്തെ കുറിച്ചാണ്. മികപ്പെരിയ ഒരു ഐക്യത്തെ പറ്റി சொல்லுகிறேன். പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഉമ്മുടെ ചിത്തം നിറവേറ്റുംപടി ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ്. ഞാൻ എന്നെ ഒപ്പടയ്க்கிறேன். നിങ്ങൾക്ക് എന്തു മനസ്സിലായി? உங்களுக்கு என்ன புரிந்தது? ഇതൊരു വലിയ ബന്ധമാണ്. ഇത് ഒരു പെരിയ ഒരു ഐക്യം. ഈ ബന്ധം നിന്റെ മേൽ തുറന്നാൽ, இந்த ஐக்கியம் உன் வாழ்க்கையில் திறக்கப்பட்டால் മരണം പോലും നിന്റെ മുമ്പിൽ തോറ്റുപോകും. മരണം വരയ്ക്കും ഉനക്ക് മുൻപാக മുളങ്കാൽ പടി പോടും. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചുങ്കക്കാരും പാപികളും ആയക്കാരകളും പാപികളും യേശു ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ, യേശു ഊഴിയം ചെയ്യുന്നതാന കാലഘട്ടത്തിലെ ശാസ്ത്രിമാരുടെ പ്രസംഗങ്ങളിൽ, ശാസ്ത്രിമാരുടെ ചെയ്തികളിലെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട്, മിക മുഖ്യமான ഒരു സബ്ജക്ട്, ചുങ്കക്കാരും പാപികളും നരകത്തിൽ കത്തുന്ന തീയിലെ വിറക് കഷ്ണങ്ങളാണ്. ആയക്കാരകളും പാപികളും എരിகிறதான നരകത്തിലെ എരിந்து കൊണ്ടിരിக்கிறதான കൊള്ളികൾ എന്ന്. ഇതായിരുന്നു ശാസ്ത്രിമാരുടെ പ്രസംഗം. ഇതുതാൻ ശാസ്ത്രിമാരുടെ ചെയ്തികൾ. ചുങ്കക്കാരും പാപികളും ആയക്കാരും പാപികളും എന്തിനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? இதற்காக ஆண்டவர் சிருஷ்டித்தார். നരകത്തിലെ തീ കത്തുമ്പോൾ, നരകത്തിലെ തീ എരിയുന്നു, ആ തീ ആളിപ്പടർത്താൻ, அந்த തീ ആഴ്ந்து എരിയുംപടി നമ്മൾ തീ കത്തിക്കാൻ വിറകിടുന്നത്
പോലെ ദൈവം വിറകുകൊള്ളികളാക്കി വച്ചേക്കുന്നവരാണ് ചുങ്കക്കാരും പാപികളും. நாம் தீயை எரிவதற்காக இந்த விறகு துண்டுகளை போடுவது போல ஆண்டவர் ஆயக்காரன் பாவிகளை நரகத்தில் போடுவதற்காக வைக்கப்பட்டதான கூட்டம் தான் என்று നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. நீங்கள் ஒன்று சிந்தித்து ഈ பாருங்கள். മീറ്റിംഗിനകത്ത് ഒരു ചുങ്കക്കാരൻ ഇരുന്നെന്ന് ചിന്തിക്കേ. இந்த கூட்டத்திற்குள்ளே ஒரு ஆயக்காரன் இருக்கிறான் என்று வைத்துக் അവന്റെ ജോലി ചുങ്കം പിരിവാണ്. அவனுடைய வேலை என்று சொல்ல ஆயம் வசூல் பண்ணுகிறவன். ഇവരെങ്ങനെ ചുങ്കക്കാരാകുന്നതെന്ന് ബൈബിൾ വീണ്ടും പറയുന്നു. இவன் எப்படி ஆயக்காரனாய் மாறுகிறான் என்று பைபிள் தெளிவாய் சொல்லுகிறது. ചുങ്കക്കാരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ബൈബിൾ പറയുന്നു. ஆயக்காரர்களை எப்படியாக ஹேண்ட் ஓவர் பண்ண வேண்டும் என்று பைபிள் சொல்லுகிறது. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നു. அது ஒன்று நான் சொல்லவில்லை. ചുങ്കക്കാർക്ക് ആലയത്തിൽ പ്രവേശനമില്ല. ஆயக்காரர்களுக்கு ஆலயத்தில் பிரவேசிக்க முடியாது. ചുങ്കക്കാർക്ക് സിനഗോഗിൽ പ്രവേശനമില്ല. ஆயக்காரர்கள் சினகோகிலே பிரவேசிக்க முடியாது. ചുങ്കക്കാരെ കണ്ടിരുന്നത് നരകത്തിന്റെ വിറകുകൊള്ളികളായിട്ടാണ്. ஆயக்காரர்களை இவனமாய் பார்த்திருந்தார்கள் நரகத்துடைய விறகுகள் என்று. അതുകൊണ്ടാണ് പണമുണ്ടായിട്ടും സക്കായി തല ഉയർത്തി ഫ്രണ്ട് വരാതെ മരത്തിന്റെ മുകളിൽ ഇരുന്ന് ഒളിച്ചു നോക്കിയത്. ஆகவேதான் காசு இருந்தும் சகேயு வெளியே கூட்டத்திற்கும் வெளியே வராதபடி ஒரு மரத்தின் மேல் ஏறி உட்கார்ந்து கொண்டிருந்தான். ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ, அந்த தேசத்திலே காணப்பட்ட மிகப்பெரிய ஒரு ஐஸ்வர்யவான், റോമൻ ഗവൺമെന്റിന്റെ ടാക്സ് കളക്ടർ. ചുങ്കം പിരിക്കാൻ നടക്കുന്ന ആളല്ല സക്കായി. നമ്മുടെ വീട്ടില് ഈ പലിശക്കാരൻ വന്ന് പിരിക്കുന്ന പോലെ പിരിക്കുന്ന ആളല്ല അദ്ദേഹം. ആ പ്രവിശ്യയുടെ കളക്ടറാണ്, ചുങ്കക്കാരുടെ കളക്ടറാണ്. அந்த ரோமன் சாம்ராஜ்யத்திலேயே ஆயம் வசூல் பண்ணுகிற ஒரு அரசன், அந்த ரோம அரசாங்கத்தினுடைய அந்த வசூல் பண்ணக்கூடியதான ஒரு பெரியவர் கலெக்டராയി കാണപ്പെട്ടാர். അല്ല നമ്മുടെ വീട്ടിൽ ബുക്കും പേനയും കൊണ്ട് പൈസ പിരിക്കാൻ വരുന്ന ആളല്ല. നമ്മുടെ വീട്ടിലെ வந்து புத்தகம் பென்னும் கொண்டு வந்து காசு பிரிப்பதற்காய் வருகிற ஒரு நபர் அல்ல. அந்த സക്കായി ചുങ്കക്കാരനാണ്. ഇപ്പോൾ നമുക്ക് നല്ല നിனைக்கிற സഖൈ എന്ന് சொன்னால் ആയക്കാരൻ. പക്ഷേ ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചുങ്കക്കാരനല്ല, ചുങ്കക്കാരുടെ കളക്ടർ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ബൈബിൾ തെളിവായി சொல்லப்பட்ட അവൻ ആയക്കാരനല്ല, ആയം വസൂൽ பண்ணுகிறவன் என்று തെളിവായി சொல்லியிருக்கிறது. നമുക്കൊരു സ്വഭാവമുണ്ട്, നമുക്കൊരു സ്വഭാവമുണ്ട്. ഒരാളെ എങ്ങനെ താഴ്ത്തി പറയാം, ഒരു നബറെ எப்படி നമുക്ക് താഴ്ത്തി பேசலாம். ഈ മനുഷ്യൻ അത്രയും വലിയ ആളാണ്, இந்த மனுஷன் அவ்வளவுக்கு பெரியவர். എന്നിട്ട് എന്ത് ഇദ്ദേഹം മരത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്നു? ஆனாலும் ஏன் இந்த மனுஷன் அந்த மரத்தின் மேலே ஏறி ஒளித்திருந்தார்? അദ്ദേഹം ഭൗമികമായി സമ്പന്നനാണ്, அவர் உலக பிரகாரமாய் மிகப்பெரிய ஐஸ்வர்யவான், ആത്മീകമായി പരാജിതനാണ്, ஆவிக்குரிய வாழ்க்கையிலே தோற்று போனவர். ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ചിലർ വച്ച വീടിന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ കട്ടിയിരിക്കുന്ന വീട്ടിനുடைய സാക്ഷി சொல்லிக்கொண்டே இருப்பார்கள். നിങ്ങൾക്ക് വീട് കിട്ടുന്നതിന് എനിക്ക് ഒരു പ്രയാസവുമില്ല, உங்களுக்கு வீடு கிடைப்பதற்கு எனக்கு எந்த கவலையும் இல்லை. എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വീട് കൊണ്ടൊന്നും ഒതുങ്ങരുത്. என்னுடைய ஜெபம் என்று சொல்ல உங்களுக்கு ஒரு வீடோட முடிய போகுது. ചിലർക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വീട് വെച്ചു. ചിലർക്ക് സാക്ഷി சொல்ல போனா വീട് வைத்தேன். എന്റെ മക്കളെ, നിങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ വീട് വെച്ചതും കാറ് വാങ്ങിച്ചതും റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചതും ആയിരിക്കരുത്. அன்பான தேவ பிள்ளைகள், நீங்கள் சாட்சி சொல்ல வேண்டியது வீடு கட்டினதும் ரப்பர் எஸ்டேட் வாங்கினதும் இப்படிப்பட்டதான சாட்சிகள் இருக்கக்கூடாது. നമ്മൾ ഒരു 50 ലക്ഷത്തിന്റെ വീടും വെച്ച് 45 ലക്ഷവും ബാങ്ക് ലോണാണ്. നാം 50 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ചിട്ട് 45 ലക്ഷം രൂപ ബാങ്ക് ലോണ്. ഇപ്പൊ പറയുന്ന ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പൊ சொல்லுங்க, அந்த வீட்டில் தூங்கிட்டு மாதக்கணக்காയി. ഉറങ്ങാൻ വേണ്ടിയാണ് വീട് വെക്കുന്നത്. தூங்குவதற்காக தான் வீடு வைத்தோம். നമ്മൾ വീട് വെച്ചപ്പോൾ ഉറക്കം പോയവരാണ്. നാം വീട് வைத்ததோட നമ്മൾ തൂക്കം പോയിട്ട്. നമ്മൾ 10-15 ലക്ഷത്തിന്റെ കാറും വാങ്ങിച്ചു. സത്യത്തിൽ നമ്മൾ കൺവെൻഷൻ വന്ന് നിൽക്കുമ്പം ഗ്രൗണ്ടിൽ നിന്ന് കാർ എടുത്തോണ്ട് പോകുമോ ആര്? ബാങ്കുകാര് എന്ന പേടിയിലാണ് നിൽക്കുന്നത്. ஓ, நாங்க லோன் போட்டு கார் வாங்கி இருக்கிறோம், செய்தி கொடுத்துட்டு இருக்கும் பொழுது இந்த கிரவுண்ட்ல வந்து அந்த காரை எடுத்துட்டு போவார்களோ என்று சொல்லுகிற ஒரு பயம். ഇതൊക്കെയാണ് നമ്മുടെ സാക്ഷ്യം. ഇതെല്ലാം தான் நம்முடைய சாட்சி. 50 ലക്ഷത്തിന്റെ സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ 50 കോടിയുടെ വീട് ഉയർത്തിയവനുണ്ട്. நீங்கள் இங்க 50 லட்சம் ரூபாயுடைய சாட்சி சொல்லும் பொழுது 50 கோடி ரூபாயுடைய சாட்சி சொல்வதற்கு அநேகர் இருக்கிறார்கள். ദൈവം തരുന്ന അനുഗ്രഹങ്ങളെല്ലാം നല്ലതാണ്. ஆண்டவர் தருகிற ஆசீர்வாதம் எல்லாம் நல்லது. എല്ലാ നല്ല ദാനങ്ങൾ ഉയരത്തിൽ നിന്ന് വരുന്നു. எல்லா நன்மைகளும் உன்னதத்திலிருந்து வருகிறது. പക്ഷേ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ, നാം കാര്യങ്ങളെ சொல்லும் பொழுது 50 കോടി വച്ചവൻ ഇല്ലാത്ത സ്വസ്ഥത നിന്റെ ഷെഡിൽ ഉണ്ടായിരിക്കണം. 50 கோடி ரூபாய்க்கு வீடு வைத்தவனுக்கு இருக்கிறது சமாதானம் இல்லை. ஆனா உங்களுக்கு தேவ சமாதானம் உங்கள் குடும்பங்களை ஆட்கொள்கிறது. കോടികൾ ബാങ്കിൽ ഇട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മരിക്കാനിരിക്കുന്നവന്റെ മുമ്പിൽ ഒരു നന്മയും ഇല്ലാത്ത നീ തല ഉയർത്തി വാഴുന്നുണ്ടെങ്കിൽ
അതാണ് നിന്റെ മേലുള്ള ദൈവിക ബന്ധത്തിന്റെ ശക്തി. കോടിക്കണക്കാன ரூபாய்கள் ബാങ്കിലെ போட்டுட்டு சமாதானம் இல்லாதபடி மரிப்பதற்காய் ஆயத்தமாய் இருக்கும் பொழுது ஒன்றுமில்லாமல் இருக்கிற உனக்கு சமாதானத்தோடு படுத்துக்கொண்டு நித்திரை செய்யக்கூடிய சமாதானத்தை தந்ததார் இந்த உலகத்தில் மிகப்பெரிய பாக்கியம். 50 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട കേസുമായി വന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. 50க்கு மேற்பட்ட தடவை தற்கொலை செய்வதற்காய் வந்ததான அநேகர் உண்டு. എന്നെ തൂങ്ങി മരിക്കേണ്ട വിഷയം എത്ര പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വന്നു. എന്നേക്ക് തற்கொலை ചെയ്തു മരിക്ക വേണ്ടിയ സൂചന നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായത്. നമ്മളെക്കാൾ ഉന്നതൻ വിഷക്കുപ്പി എടുത്തു. നമ്മെ ഇവിടേക്ക് മേന്മയാനവർകൾ വിഷബാട്ടിൽ നമ്മളെക്കാൾ സമ്പന്നൻ തൂക്കുകയറെടുത്തു. നമ്മെ ഇവിടേക്ക് ഐശ്വര്യവാൻ തൂക്കുകയറെടുത്താர்கள். നീ എന്തുകൊണ്ട് എടുത്തില്ല? നീ ഏൻ എടുക്കവിல்லை? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം, ഉനക്കുള്ള ക്രിയ ചെയ്യുന്ന അഭിഷേകത്തിൽ വല്ലഭൈ, നിന്റെ അകത്ത് വന്ന വിശ്വാസം, ഉനക്കുള്ള ഇരിക്കുന്ന വിശ്വാസം, നീയും ദൈവവുമായുള്ള ബന്ധം, നീയും ആണ്ടവരുമായുള്ള അത് ഐക്യം, സാഹചര്യങ്ങളെ ജയിക്കാൻ നിനക്ക് പ്രാപ്തി തരികയാണ്. அப்படிப்பட்ட சூழ்நிலையில் வெற்றி பெறக்கூடிய கிருபை ஆண்டவர் தருகிறார். കഷ്ടതകളെ ജയിക്കാൻ നിനക്ക് പ്രാപ്തി തരികയാണ്. அப்படிப்பட்ட சூழ்நிலையில் வெற்றி பெறுவதற்கு ஆண்டவர் கிருபை தருகிறார். അമിതമായ ബലം, അമിതമായ ബലം, ഒടുവിൽ ദൈവത്തിന്റെ ശക്തിയിലും അവന്റെ അമിത ബലത്തിലും വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. കർത്തരിലും അവരുടെ വല്ലമയിൽ സത്വത്തിലും തരിച്ചു നില്ലുങ്ങൾ. നമ്മുടെ സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങളായിരിക്കണം. നമ്മുടെ സാക്ഷികൾ അത്ഭുതങ്ങളായിരിക്ക വേണ്ടും. ചുങ്കക്കാർക്ക് ഒരിക്കലും ദൈവവുമായൊരു ബന്ധമില്ല. ആയക്കാരനുക്കും ഒരുപോതും ആണ്ടവരുമാക ഐക്യമില്ല. ഇതിനകത്തൊരു ചുങ്കക്കാരൻ ഇരിക്കുന്നുണ്ടെങ്കിൽ, இதற்குள்ள ஒரு ஆயக்காரன் இருக்கிறான் என்றால் ഞാൻ പ്രസംഗിക്കുകയാണ്, நான் பிரசங்கம் பண்ணுகிறேன். ചുങ്കക്കാരൻ നരകത്തിലെ വിറക് കഷ്ണമാണ്. ஓ ஆயக்காரன் என்று சொல்லுகிறோம், நரகத்திலே விறகு துண்டுகள். നിന്നെ കത്തിക്കാൻ വച്ചേക്കുകയാണ്. உன்னை எரிவூட்டுவதற்கு வைத்திருக்கிறான். നിങ്ങൾക്കറിയാം ഇതിനകത്തൊരു ചുങ്കക്കാരൻ ഇരിപ്പുണ്ടെന്ന്. ஓ உங்களுக்கு தெரியும் இதற்குள்ள ஒரு ஆயக்காரன் இருக்கிறான். നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? உங்கள் நிலைமை என்ன? നിങ്ങൾ ഇടയിൽ കൂടെ ഒരു നോട്ടം നോക്കും. நீங்கள் அப்படி ஒரு உற்று ஒன்று இடையிடையே பார்ப்பீர்கள். നിനക്കിട്ടാ உனக்குதான். അതുകൊണ്ട് അവരാരും ஆகவே ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാറില്ല. அவர்கள் எல்லாரும் இப்படிப்பட்ட இடத்திலே வரமாட்டார்கள். പക്ഷെ അവിടെയാണ് ஆனால் அங்கேதான் യേശു ചരിത്രം ഇളക്കിയത്. இயேசு வரலாறை படைத்தார். യേശുവിന്റെ ശുശ്രൂഷയിൽ இயேசு கிறிஸ்துவின் ஊழியத்திலே ആദ്യത്തെ 2 റോ ചെയറുകൾ முதலாவது இருக்கிற 2 ரோ ചെയറുകൾ ഫില്ലായി, നിരമ്പി വളിന്തത്. ചുങ്കക്കാരും പാപികളും അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുത്ത് വന്നു. ആയക്കാരുകളും പാപികളും അവരുടെ വചനത്തെ കേൾക്കുമ്പടി അവരുടെ അരികാമയിൽ വന്നാர்கள். ഞാൻ ഇവിടെ നിന്നൊരു പ്രസംഗകന്റെ ഭാഷയിൽ സംസാരിക്കാം. நான் இங்க இருந்து ஒரு செய்தியாளருடைய வார்த்தையில சொல்லுகிறேன். മതം നിന്നെ മാറ്റി നിർത്തും. മതം ഉന്നെ മാറ്റി നിർത്തலாம். പാരമ്പര്യം നിന്നെ മാറ്റി നിർത്തും. പാരമ്പര്യം ഉന്നെ തള്ളി നിർത്തலாம். വചനം നിന്നെ ചേർത്ത് നിർത്തും. വചനം ഉന്നെ അണൈത്ത് പിടിക്കുന്നത്. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. തട്ടി ഉന്നെ ആണ്ടവർ ഈ തുതിக்கலாம். പട്ടണത്തിൽ ഞാനൊരു പാപിയാണെന്ന് ചിന്തിച്ച് ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? இந்த പട്ടണത്തിലെ ആണ്ടവരെ ഞാൻ പാപി എன்கிற സത്യം കേൾക്കുമ്പടി ആരാധുണ്ടോ? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നോ? എന്നെ കൊണ്ട് ഒന്നിനും ഉതവാது എന്ന് சொல்லுகிற யாராவது சத்தத்தை ഞാൻ ഈ ദേശത്തിലെ ഒരു ദുഷ്ടനാണെന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നോ? ഞാൻ இந்த പ്രാന്ത്യത്തിലെ ഒരു ദുന്മാർക്കൻ എന്ന് சொல்லுகிற யாராவது இருப்பீர்களா? എന്റെ കുടുംബത്തിൽ ഞാൻ കൊള്ളരുതാത്തവനെന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നോ? എന്റെ വീട്ടിലെ ഞാൻ ഒന്നിനും മോശമാനവൻ എന്ന് சொல்லுகிற யாராவது இருப்பீர்களா? നിന്റെ ഭവനം നിന്നെ മാറ്റി നിർത്തും. உன்னுடைய வீடு உன்னை மாற்றி வைக்கலாம். നിന്റെ ഭാര്യ നിന്നെ മാറ്റി നിർത്തും. உன்னுடைய மனைவி உன்னை மாற்றி നിന്റെ நிறுத்தலாம். മാതാപിതാക്കൾ നിന്നെ മാറ്റി നിർത്തും. உன்னுடைய பெற்றோர் உன்னை மாற்றி നിന്റെ நிறுத்தலாம். ദേശം നിന്നെ മാറ്റി നിർത്തും. உன்னுடைய தேசம் உன்னை மாற்றி പക്ഷേ நிறுத்தலாம். യേശു നിന്നെ ചേർത്ത് നിർത്തും. ஆனா இயேசு உன்னை കരം തട്ടി കർത്താവിനെ ഈ രാത്രി മഹത്വം കൊടുക്കുക. കരങ്ങളെ തട്ടി കർത്തൃ നാമത്തെ മഹിമപ്പെടുത്തலாம். ഈ ദേശത്തെ ഈ രാത്രി ഒരു ബന്ധം തുറക്കുകയാണ്. இந்த தேசத்தில் இந்த இரவு ஒரு ஐக்கியம் வெளிப்படுகிறது. തള്ളിക്കളയാത്ത ദൈവം, உன்னை வெறுக்காத தேவன், തള്ളിക്കളയാത്ത ദൈവം, உன்னை வெறுக்காத தேவன், ഏത് വലിയ പാപിയെയും ചേർത്ത് നിർത്തുന്ന எந்த ദൈവം, பெரிய பாவியை அணைக்கிற தேவன். ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. சேர்ந்து கர்த்தரை துதிக்கலாம். ഇത് കണ്ടപ്പോൾ இதை பார்த்த உடனே ശാസ്ത്രിമാർക്ക് മനസ്സിലായില്ല. சாஸ்திரிகளுக்கு புரியவில்லை. അവർ ചോദിച്ചു, அவர்கள் கேட்டார்கள், എങ്ങനെ ഈ മീറ്റിംഗിൽ ചുങ്കക്കാരും പാപികളും എങ്ങനെ ഇരിക്കുന്നു? எப்படி இந்த கூடுகையிலே ஆயக்காரர்களும் பாவிகளும் இருக்கிறார்கள்? ഇതിന് യേശു പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ വായിച്ചത്. இதுக்கு இயேசு சொன்ன வார்த்தை தான் வாசித்து ഈ கேட்டோம். 3 ഉപമയിൽ இந்த 3 உவமைகளில் യേശു നിയമമല്ല പറഞ്ഞത്. இயேசு
நியமத்தை சொல்லவில்லை. യേശു പാരമ്പര്യമല്ല പറഞ്ഞു. இயேசு பாரம்பரியத்தை சொல்லவில்லை. യേശു പിതാവിന്റെ ഹൃദയം പറഞ്ഞു. இயேசு பிதாவின் இருதயத்தை சொன்னார். യേശു പിതാവിന്റെ ഹൃദയം പറഞ്ഞു. இயேசு பிதாவின் இருதயத்தை சொன்னார். എന്തായിരുന്നു അത്? என்னது அது? നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടു പോനവകളെല്ലാം എനിക്ക് വിലയേറപ്പെട്ടവകളായിരുന്നത്. നിങ്ങൾ ഈ മാർത്താണ്ഡത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്താൽ, നിങ്ങൾ இந்த மார்த்தாண்டத்தில் இருந்து திருவனந்தபுரத்தை நோக்கி பிரயாணம் செய்தால், ബാലരാമപുരം എന്ന സ്ഥലം അറിയാമോ? பாலராமபுரம் என்று சொல்லுகிற இடம் தெரியுமா? ഞങ്ങൾ തമിഴ്നാടാണ് പാസ്റ്റർ. நாங்கள் தமிழ்நாட்டை சேர்ந்தவர்கள். കേരള അറിയമാട്ടെ. கேரளா எங்களுக்கு தெரியாது. ബാലരാമപുരം കഴിയുമ്പോൾ ഒരു സ്ഥലമുണ്ട്. பாலராமபுரம் பகுதியிலே ஒரு இடமுண்டு. ആ സ്ഥലത്തിന്റെ പേര് വെടിവച്ചൻ കോവിൽ എന്നാണ്. அந்த இடத்தினுடைய பேர் தான் വെടിവച്ചാൻ കോയിൽ. സ്ഥലം അറിയില്ലെങ്കിലും പാസ്റ്ററെ, അവിടെ ഞാൻ ഒരു ദിവസം അതുവഴി പോയപ്പോൾ പൊട്ടി ഞാൻ ഞെട്ടി. സ്ഥലം தெரியாது, அந்த வழியாக போகும் பொழுது நான் அப்படியே ആശ്ചര്യത്തിൽ അതിർച്ചിയിൽ ഞാൻ അതെന്റെ അതിർച്ചടൈந்து. ജന്മനാടാണ്. அதுதான் என்னுடைய சொந்த അവിടെ ഒരു இடம். ക്ഷേത്രം നിങ്ങൾക്ക് കാണാം. அங்கே ஒரு கோயில் நீங்கள் பார்ப்பீர்கள். അതിന്റെ പുറകിലാണ് എന്റെ കുടുംബം. அந்த கோயிலுடைய பின்னாடி தான் என்னுடைய வீடு. എന്റെ ജനനം വളർച്ച ഒക്കെ അവിടെയാണ്. என்னுடைய பிறப்பு വളർന്നതെല്ലാം அங்கேதான். ഞാൻ ജനിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ ഒരാൾ ജനിക്കുമ്പോൾ ജനിക്കുന്ന സമയത്ത് ചോദിക്കാതെ തന്നെ ജനിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് ജാതകം. பாருங்கள், நான் பிறக்கும் பொழுது கேட்பதற்கு முன்னாகவே எழுதக்கூடியதான ஒரு புஸ்தகத்தினுடைய பேர் தான் ஜாதகம். ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ല. நான் கேட்டு வாங்கினதல்ல. ഞാൻ ചോദിച്ചിട്ടില്ല. நான் கேட்டதில்ல. ഞാൻ ജനിച്ചു പോയതുകൊണ്ട്. நான் பிறந்ததுனால അതും ജനിച്ചു. அதுவும் வந்தது. ഞാൻ ചോദിച്ചില്ല. நான் கேட்கவே இல்லை. പക്ഷെ തെറ്റെന്തായിരുന്നെന്നറിയോ? தவறு என்ன தெரியுமா? ഞാൻ ജനിച്ചു. நான் பிறந்து போனேன். ഈ നാട്ടിൽ ചിലർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. சிலர் இதையும் சொல்லிக்கொண்டிருக்கிறீங்க. ജനിക്കണ്ടായിരുന്നു. பிறக்க வேண்டிய தேவையே இல்லாமல் இருந்தது. നീ ജനിച്ചത് ദൈവ പദ്ധതിയിലാണ്. நீங்கள் பிறந்தது தேவனுடைய திட்டத்தின்படி. ചിലരുടെ മനസ്സിനെ കർത്താവ് തൊടാൻ പോവുകയാണ്. சில பிள்ளைகளுடைய மனதுகளை கர்த்தர் தொட போகிறார். ഞാൻ ജനിച്ചപ്പോൾ, நான் பிறந்தபோது, ഞാൻ ജനിച്ചതുകൊണ്ട്, நான் பிறந்ததனால் ഈ പുസ്തകവും ജനിച്ചു. இந்த புத்தகம் பிறந்தது. എന്റെ ജനന സമയം, നാഴിക വിനാഴിക ഒക്കെ വച്ച് ഈ പുസ്തകത്തിൽ അവരെന്തൊക്കെയോ എഴുതി. நான் பிறந்ததான நேரம், நாளிகை எல்லாவற்றையும் வைத்து இந்த புத்தகத்திலே என்னெல்லாம் எழுதினார்கள். സംസ്കാരത്തിന്റെ പ്രത്യേകത, இந்த நாகரிகத்தினுடைய மேன்மை, നീ ജനിക്കുമ്പോൾ, நீங்கள் பிறக்கும் பொழுது, നീ ജനിക്കുന്ന സമയം വിലപ്പെട്ടതാണ്. ஓ நீங்கள் பிறக்கிறதான நேரம் விலையேறப்பட்டது. ആ ദിവസം വിലപ്പെട്ടതാണ്. அந்த நாள் விலையேறப்பட்டது. ആ ദിവസത്തിലെ ഗ്രഹനില വിലപ്പെട്ടതാണ്. அந்த நாட்களில் இருக்கிற கிரகம் விலையேறப்பட்டது. ഇതെല്ലാം കൂടെ വച്ചാ നിന്റെ ഭാവി എഴുതുന്നു. இதெல்லாம் வைத்து தான் உன்னுடைய வருங்காலத்தை ഒരു எழுதுகிறார்கள். വീണ്ടെടുക്കപ്പെട്ടവന്റെ പ്രത്യേകത, ஆனா மீட்டெடுக்கப்பட்ட தேவனுடைய അവൻ விசேஷம், വീണ്ടും ജനിക്കുമ്പോൾ, அவர் மறுபடி பிறக்கும் பொழுது, അവനെ ജനിപ്പിച്ച ദൈവമാണ് ശക്തനായവൻ. அவனை பிறப்பித்த ஆண்டவர் தான் வல்லமையுள்ளவர். നീ ജനിച്ച സമയമല്ല നീ ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. நீ பிறந்ததான் நேரமல்ல நீ யாராக மாறுவாய் என்று தீர்மானிப்பது നിന്നെ ജനിപ്പിച്ചവൻ തീരുമാനിക്കും. உன்னை பிறக்க வைத்தவர் தீர்மானிப்பார். എത്ര പേർ അത് വിശ്വസിക്കുന്നു? எத்தனை நபர்கள் நம்புகிறீர்கள்? എല്ലാ ആൺകുട്ടികളെയും, ജനിക്കുന്ന ആൺകുട്ടികളെയും കൊന്നുകളയണമെന്ന് ഫറവോൻ നിയമം പുറപ്പെടുവിച്ചപ്പോൾ, அந்நாட்கள் பார்வோன் ராஜா தேசத்தில் பிறக்கிற எல்லா ஆண் பிள்ளைகளையும் கொலை செய்ய வேண்டும் என்று சொல்லி சட்டம் கொண்டு வந்த போது, എന്റെ പ്രസംഗ ഭാഷയെ പറഞ്ഞാൽ, നമുക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ ജനിക്കുന്ന കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന ആൺകുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പിള്ളை பிறக்கும் பொழுது பிள்ளைக்கு ஒரு பர்த் சர்டிபிகேட் கொண்டு வருவார்கள். ஆனால் அந்த காலகட்டத்திலே ஒரு பிள்ளை பிறக்கும் பொழுது பர்த் சர்டிபிகேட் கிடைக்காது, அதற்கு பதிலாக டெத் சர்டிபிகேட் தான் கொடுப்பார்கள். ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കാലഘട്ടത്തിൽ, பர்த் சர்டிபிகேட் இல்லாதபடி டெத் சர்டிபிகேட் உள்ளதான காலகட்டத்திலே ഒരിക്കലും മോശെ അവിടെ ജനിക്കാൻ പാടില്ല. ஒருபோதும் மோசே அந்த தேசத்தில் பிறக்க கூடாது. ബൈബിൾ എന്നോട് പറഞ്ഞു. ஆனா பைபிள் என்னை பார்த்து ആ சொன்னது, കാലത്ത് തന്നെ ദൈവം മോശയെ ജനിപ്പിച്ചു. அந்த காலகட்டத்தில் ஆண்டவர் மோசேயை பிறப்பித்தார். വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. விசுவாசிக்க முடிந்தால் விசுவாசிங்க. എല്ലാം നിനക്ക് പ്രതികൂലമായി எல்லாம் നിൽക്കുമ്പോൾ, உனக்கு பிரதிകൂலமாய் ഒരു மாறும். സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ, ஒரு சூழ்நிலை இல்லாமல் இருக்கும்போது, ദൈവത്തിന്റെ മോശ ജനിക്കും. ஓ தேவனுடைய பிள்ளையாகிய மோசே பிறப்பான். ജനിക്കുന്ന സമയമല്ല അവൻ ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. பிறக்கிற நேரத்தில் அவன் யாராக மாறுவனை தீர்மானிப்பதில்லை. അവൻ ജനിച്ചപ്പോഴുള്ള നിയമമല്ല അവന്റെ ഭാവി തീരുമാനിക്കുന്നത്. அவன் பிறக்கும் பொழுதுள்ள நேரமல்ல அவனுடைய வருங்காலத்தை അവൻ தீர்மானிப்பது. ജനിച്ചപ്പോഴുള്ള ശാപമല്ല അവന്റെ ഭാവി തീരുമാനിക്കുന്നത്. அவன் பிறந்த போதுள்ள சாபமல்ல அவனுடைய வருங்காலத்தை தீர்மானித்தது. അവനെ ജനിപ്പിക്കുന്നതിന് മുമ്പേ അവന്റെ മേൽ ദൈവമിട്ട പദ്ധതി തീരുമാനിക്കും അവൻ ആരായി മാറണമെന്ന്. அவன் பிறப்பதற்கு முன்னே தேவனுடைய திட்டம் அவனுக்குள்ள வெளிப்படுகிறது, அவன் யாராக மாற வேண்டும் என்று. ശാപങ്ങൾ അഴിഞ്ഞു
പോകട്ടെ, ശാപങ്ങൾ അഴിയട്ടെ, തിന്മകൾ അഴിഞ്ഞു പോകട്ടെ. തീമകൾ അഴിയട്ടെ. നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മേലൊരു പദ്ധതി ജനിച്ചിട്ടുണ്ട്. நீங்கள் பிறந்தீர்கள் என்று சொன்னால் உங்களுக்குள்ள ஒரு திட்டங்கள் இருக்கிறது. എത്ര പേര് ഇന്ന് രാത്രി എന്റെ കൂടെ വിശ്വസിക്കും, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്റെ മേലൊരു ദൈവിക പദ്ധതി ജനിച്ചിട്ടുണ്ട്? எத்தனை பேர் சொல்லுவேன், நான் பிறப்பதற்கு முன்னே என்னை பற்றி ஆண்டவர் எனக்கு ஒரு திட்டத்தை வைத்திருக்கிறார்? വിശ്വസിച്ച് വീട്ടിൽ പോയിക്കോ. വിശ്വാസത്തോടെ വീട്ടിൽ പോங்க. ഈ ജാതകം എന്റെ വീട്ടിൽ വന്നു. இந்த ஜாதகம் என் வீட்டிலே வந்தது. എന്റെ അച്ഛൻ സമ്പന്നനായിരുന്നു. என்னுடைய தகப்பனார் ஐஸ்வர்யவானாயிருந்தார். എന്നെ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി പുതിയൊരു വീട് വെച്ച് തന്ന അപ്പനാണ് എന്റെ അപ്പൻ. என்னுடைய தகப்பன், என்னுடைய தாய் எனக்கு என்னை பெற்றெடுப்பதற்கு முன்னே என்னுடைய தகப்பன் எனக்காக ஒரு வீடு கட்டினார். നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലേ? വീട് വയ്ക്കുന്നവനോട് ചോദിക്കണം അതിന്റെ ഭാരം എന്താ. வீடு வைக்கிறவர்களுக்கு கேட்டு பாருங்க அதனுடைய வேதனை என்னன்னு. എന്റെ അമ്മ എന്നെ കൊണ്ടുവരുന്നത് പുതിയ വീട്ടിലോട്ട്. என்னுடைய தாய் என்னை ஒரு புதிய வீட்டுக்கு நேராக கொண்டு வருகிறார். അന്ന് നാട്ടുകാർ പറഞ്ഞു, ജനിക്കുന്നെങ്കിൽ ഇങ്ങനെ ജനിക്കണം. அன்றைக்கு தேசத்தார் சொன்னார்கள், பிறந்தால் இப்படி പക്ഷെ பிறக்கணும். ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇവൻ ജനിക്കണ്ടായിരുന്നു. ஆனால் 4-5 ஆண்டுகள் தாண்டின போது தேசத்தார் சொன்னார்கள், இப்படி ஒரு பிள்ளை பிறக்க வேண்டியதாக இல்லை. ഒരുപാട് തിന്മകൾ എന്റെ കുടുംബത്തിൽ എഴുതി പിടിപ്പിച്ചു. என் குடும்பத்துக்கு நேராக அநேக தீமைகள் வந்து ഞാൻ சேர்ந்தது. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് நான் இந்த இரவு അധികാരത്തോടെ ശുശ്രൂഷിക്കട്ടെ. அதிகாரத்தோடு ഈ പട്ടണത്തിൽ മന്ത്രവാദികൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന മന്ത്രവാദങ്ങളെ യേശുവിന്റെ രക്തത്താൽ മായ്ച്ചു കളയാൻ പോകുന്നു. இந்த தேசத்தில் மந்திரவாதிகள் எழுத வைக்கப்பட்ட மந்திரவாதங்கள் இயேசு கிறிஸ்து நாமத்தினாலே அழிந்து போவதாக. എല്ലാ അഭിഷക്തന്മാരെയും ദൈവം അയക്കുന്നത് ഒരേ ശുശ്രൂഷ ചെയ്യാനല്ല. எல்லா ஊழியக்காரனை கர்த்தர் அனுப்புவது ஒரே மாதிரிப்பட்ட ஊழியத்தை செய்யும்படியாக அல்ல. കടന്നുപോയ വഴികളാണ് അവരുടെ താക്കോൽ. ஒவ்வொரு ஊழியக்காரர் கடந்து போன பாதைகள் தான் அவருடைய திறவுகோல். യേശു മരണം അനുഭവിച്ചു, മരണത്തെ ജയിച്ചു. യേശു മരണത്തെ ഏറ്റുകൊണ്ടാൽ മരണത്തിൽ വെற்றி பெற்றார். അതുകൊണ്ട് ബൈബിൾ പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലുണ്ട്. ஆகவே பைபிள் சொல்லுகிறது, மரணத்துக்கு பாதாளத்துக்கு திறவுகோல் அவருடைய கையிலே இருக்கிறது. എന്റെ അഭിഷക്തന്മാരെ, ആരും അനുഭവിക്കാത്ത കഷ്ടതകളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടോ? அருமையான ஊழியக்காரர்களே, இதுவரைக்கும் யாரும் அனுபவிக்காத கஷ்டத்தில் கூட கடந்து சென்றிருக்கிறோமோ? ഇല്ലാത്ത പ്രതികൂലങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ടോ? யாரும் அனுபவிக்காத பிரதிകൂலங்கள் மூலமாய் கடந்து சென்றிருக்கிறோமோ? നിങ്ങൾക്കത് കഷ്ടത, അന്നും നിങ്ങൾക്കത് കഷ്ടത. அன்றைக்கு அது உங்களுக்கு வாழ்க்கை എന്നാൽ கஷ்டம். നിങ്ങൾ അതിനകത്ത് കയറി പുറത്തു വരുമ്പോൾ நீங்கள் இன்றைக்கு அதுக்குள்ள ஏறி வெளியே അത് வரும்போது നിങ്ങളുടെ താക്കോൽ. அது உங்களுடைய திறவுகோல். നിങ്ങൾ കൈവച്ചാൽ അവൻ അഴിയപ്പെടും. நீங்க கை வைத்தால் அது அழிந்து போகும். ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുന്നു, நான் இந்த ராத்திரி தீர்க்கதரிசனம் ഈ உரைக்கிறேன். ദേശത്ത് ആഭിചാരകന്മാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ചില കഥകളെ യേശുവിന്റെ രക്തത്താൽ അഭിഷക്തന്മാർ മായ്ക്കുകയാണ്. இந்த ராத்திரி வேளை இந்த தேசத்தை பார்த்து தீர்க்க தரிசனமாய் உரைக்கிறேன். இந்த தேசத்துல மந்திரவாதிகள் எழுதி வைக்கப்பட்டிருக்கிற மந்திர தந்திரங்கள் இயேசு கிறிஸ்து நாமத்தினாலே அழிந்து போவதாக. ദുർമരണങ്ങൾ നീങ്ങി പോകട്ടെ. தேசத்துல துர்மரணங்கள் மாறட்டும். ആത്മഹത്യകൾ നീങ്ങി പോകട്ടെ. தற்கொலை ஆவிகள் அழியட்டும். തലമുറയുടെ പെടുമരണങ്ങൾ നീങ്ങട്ടെ. தலைமுறைகளுக்காக காணப்படுகிற பெரிய மரணங்கள் மாறட்டும். സുവിശേഷ യോഗങ്ങൾക്ക് മാത്രമേ ഇതിനെ അഴിക്കാനുള്ള അധികാരമുള്ളൂ. சுவிசேஷ கூட்டங்களுக்கு இவைகளை அழிக்கக்கூடிய அதிகாரத்தை கர்த்தர் தந்திருக்கிறார். കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. குடும்பங்கள் விடுதலையாக்கப்படட்டும். ഈ ജാതകം എഴുതി വെച്ചിരിക്കുന്നു. இந்த ஜாதகம் இவ்வண்ணமாய் எழுதப்பட்டது. നിങ്ങൾ വളരും തോറും നിങ്ങളുടെ കുടുംബം നശിക്കും. நீங்கள் வளர வளர உங்க குடும்பம் நாசமடையும். 7ാമത്തെ വയസ്സിൽ എന്റെ അപ്പൻ മരിച്ചു. என்னுடைய 7வது வயதில் என் தகப்பனார் மரித்து போனார். 8ാമത്തെ വയസ്സിൽ കുടുംബം നഷ്ടപ്പെട്ടു. 8வது வயதில் என் குடும்பம் നഷ്ടപ്പെട്ടது. ശപിക്കപ്പെട്ടവരെ ഇനി നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് 28 വയസ്സുള്ള അമ്മയെയും 8 വയസ്സുള്ള മകനെയും 3 വയസ്സുള്ള മകളെയും ആ ദേശത്ത് നടിച്ചിറക്കി. ஓ சபிக்கப்பட்ட குடும்பம் என்று சொல்லி 28 வயதுள்ள என்னுடைய தாயையும் 8 வயதுள்ளதான என்னையும் 3 வயதுள்ள என் தங்கையும் தேசத்தை விட்டு துரத்தினார்கள். കുടുംബക്കാർ ഞങ്ങളെ ഒഴിവാക്കി. என்னுடைய உற்றார் உறவினர்கள் எங்களை வெளியாக்கினார்கள். അവർ എന്റെ ശത്രുക്കളല്ല. அவர்கள் என்னுடைய சத்துருக்கள் அல்ல. എന്തുകൊണ്ട്? ஏன்? അതിൽ ഒരു 40% ആൾക്കാരും ഇന്ന് ട്രിവാൻഡ്രത്തിന്റെ ചർച്ചിൽ ആരാധിക്കുന്നു. அதில் 40க்கு மேற்பட்டதான சதவீத மக்கள் திருவனந்தபுரத்தில் சபையிலே அங்கத்தினர்களாய் இருக்கிறார்கள். അന്ന് ഞാൻ ചിന്തിച്ചു, ഇവരെന്റെ ശത്രുക്കളാണ്. அன்று நான் நினைத்தேன், இவர்கள் என்னுடைய சத்துருக்கள். കർത്താവ് പറഞ്ഞു, മോനെ ഇതല്ല കഥ. ஓ ஆண்டவர் சொன்ன, மகனே இதல்ல கதை. ഇതല്ല കഥ. இதல்ல கதை. കഥ മാറും. கதை மாறும். ഓ ഇന്ന്
രാത്രി നിങ്ങൾ എന്റെ കൂടെ ഇല്ല. இந்த இரவு നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമല്ല നിങ്ങളുടെ കഥ. ഓ നിങ്ങൾ ഇപ്പോൾ കടന്നു செல்கிறதான சூழ்நிலை அல்ல உங்களுடைய கதை. ആ അധ്യായം മാറും. அந்த அதிகாரம் மாறும். അന്ന് ഇവർ പറഞ്ഞു ഇവർ ശപിക്കപ്പെട്ടവരാ. அன்றைக்கு இவர் சொன்ன இவர்கள் சபிக்கப்பட்ட கூட்டம். ഇന്ന് എന്റെ കുടുംബത്തിന്റെ 99% ആൾക്കാരും പറയുന്നു അരവിന്ദ് മോഹൻ ഞങ്ങളുടെ അനുഗ്രഹമാണ്. ஓ இன்றைக்கு குடும்பத்தார் 99% மக்கள் சொல்வார்கள் அரவிந்த் மோகன் குடும்பத்தின் ஆசீர்வாதம். ഞാൻ കഥ പറയാൻ വന്നവനല്ല, കഥ சொல்லும்படி വന്നവൻ. ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ വന്നവനാണ്. യേശുവെ പറ്റി சொல்ல വന്നവൻ. ആമേൻ. ആമേൻ. ട്രിവാൻഡ്രം പട്ടണത്തിൽ തിരുവനന്തപുരം പട്ടണത്തിലെ യാചകരെ പോലെ അലഞ്ഞു നടന്നു. ഒരു പിച്ചക്കാരനെ പോലെ അലഞ്ഞു തിരിഞ്ഞേൻ. എന്റെ അമ്മ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പറയുന്നത് ജീവിക്കണമെന്നല്ല മരിക്കണമെന്നാണ്. ஒவ்வொரு நாளும் என்னோட அம்மா அதிகமாய் சொல்லுகிற வார்த்தை வாழ வேண்டும் என்று சொல்லல, மரிக்க வேண்டும் என்று. വിശദീകരിക്കാൻ പ്രയാസങ്ങളുണ്ട്. எனக்கு അത് വ്യാഖ്യാനം சொல்வதற்கு കഷ്ടമായി இருக்கிறது. ഒരു യൗവനം മുഴുവൻ നശിച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ഒരു വാലിബം മുഴുവതും வாழ்க்கை മുഴുവതും അழிந்து പോன ഒരു വാലിബക്കാരനാണ് ഞാൻ. ഒരു സ്ഥലത്ത് പോലും എനിക്ക് അനുയോജ്യമായ ഒരു വാക്ക് പറഞ്ഞില്ല. ഒരു ഇടത്തിൽ கூட எனக்கு അനുകൂലമായി ഒരു വാർത്ത கூட சொல்லவில்லை. ഈ ശരീരം കുത്തി തുളച്ച് ഞാൻ ആരാധിച്ചു. இந்த சரீரத்தை நான் காயப்படுத்தி நான் ஆராதித்தேன். രക്തം കൊടുത്ത് ഞാൻ ആരാധിച്ചു. രക്തത്തെ കൊടുത്ത് ആരാധിத்தேன். അവളിൽ കൂടെ ശൂലം കുത്തി ഇറക്കി ഞാൻ ആരാധിച്ചു. என்னோட அளவில் கூட அலகு குத்தி தேவனை ஆராதித்தேன். എനിക്കൊരു മോചനം ഉണ്ടാകുമോ? எனக்கு ഒരു மீட்பு ഉണ്ടാകുമോ? എനിക്കൊരു ഉയർച്ച ഉണ്ടാകുമോ? எனக்கு ഒരു മേന്മ ഉണ്ടാകുമോ? പക്ഷേ ഒരാളും എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല. ஆனா ஒருவர் கூட அப்படி ஒரு வார்த்தை சொல்லவில்லை. ഒരിക്കലും ജീവിക്കാൻ കഴിയാത്ത ശാപത്തിന്റെ ആമേൻ ലിസ്റ്റിൽ ഈ ലോകം എന്നെ വലിച്ചെറിഞ്ഞു. ஒருபோதும் வாழ முடியாத ஒரு சாபத்தினுடைய ஒரு பட்டியலிலே இந்த உலகம் என்னை தூக்கி வீசினது. വാക്കുകൾ ചുരുക്കുന്നു, நான் வார்த்தைகளை முடிக்கிறேன். എന്റെ 17ാമത്തെ വയസ്സിൽ என்னோட 17வது வயதிலே 120 രൂപ വാടക കൊടുത്ത ഒരു വീട്ടിൽ താമസിക്കുന്നു. 120 ரூபாய் வாடகை கொடுத்ததான வீட்டிலே வாழ்ந்தேன். അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്തോ വീടായിരിക്കും. അപ്പോൾ உங்களுக்கு புரிந்தது அது என்ன வீடு என்று சொல்லி. അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ அப்படிப்பட்ட ഒരു വീട്ടിലെ വാഴുമ്പോൾ ഒരു 65 വയസ്സുള്ള അമ്മച്ചി, ഒരു 65 വയസ്സുള്ള ഒരു പാട്ടിയമ്മ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നു. என்னோட வீட்டின் முற்றத்திலே வந்து എന്റെ മുഖം നോക്കി പറഞ്ഞു, என் முகத்தை பார்த்து சொன்னார், നിനക്ക് വിടുതലുണ്ട്. உனக்கு விடுதலை உண்டு. എന്തിനാണ് ഈ 50ാമത്തെ വർഷവും ഞങ്ങൾ ഇവിടെ കൺവെൻഷൻ നടത്തുന്നത്? ஏன் இந்த 50வது ஆண்டிலும் இந்த பிராந்தியத்தில் இந்த கன்வென்ஷனை நடத்துகிறோம்? ഞങ്ങളുടെ ചർച്ച ഇവിടെ വന്നിട്ട് 50 വർഷം ആയി എന്ന് നാട്ടുകാരോട് പറയാനല്ല. எங்களுடைய சபையிலே எங்களுடைய சபை இந்த தேசத்தில் வந்து 50 ஆண்டுகளான தேசத்தாரை பார்த்து சொல்வதற்காக அல்ல. 50 വർഷമായി നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന ശാപത്തെ 50ാമത്തെ വർഷം യേശു അഴിക്കുമെന്ന് പറയാനാണ്. കുടുംബത്തിലെ കാണപ്പെടുന്ന ശാപത്തെ இந்த 50வது வருஷத்துல இயேசு அழிப்பார் என்று சொல்வதற்காக. നിന്റെ വീട്ടിൽ വരുന്ന വചനം നിന്നെ വിടുവിച്ച് പുറത്തെടുക്കും. உன் வீட்டுக்குள்ளே வருகிற ஒரு வார்த்தை உன்னை விடுதலையாக்கி வெளியே கொண்டு வரும். യേശു ആരെന്ന് പോലും അറിയാത്ത അരവിന്ദ് മോഹന്റെ കാതുകളിൽ അന്നൊരമ്മച്ചി എത്തിച്ച യേശു എന്ന വചനം ആ കുടുംബത്തിന്റെ ചരിത്രം തിരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ ശബ്ദം നിന്നെയും പുനഃസ്ഥാപിപ്പിക്കും. இயேசு யார் என்று சொல்ற பாட்டியம்மா மூலம் ஒரு அரவிந்த் மோகன வாழ்க்கையை மாற்றியது என்று சொன்னால் இந்த தேசத்திலே இப்படிப்பட்ட வார்த்தையின் மூலமாய் உங்க வாழ்க்கைக்கு ஒரு விடுதலையாய் காணப்படுகிறது. ഞാൻ അറിയാതെ ചോദിച്ചു, நான் தெரியாமல் கேட்டேன், എന്നെ ആര് വിടുവിക്കും? என்னை யார் விடுதலையாக்குவார்? അമ്മച്ചി തല ഉയർത്തി പറഞ്ഞു, பாட்டியம்மா தலை உயர்த்தி சொன்னார்கள், നിന്നെ യേശു വിടുവിക്കും. உன்னை இயேசு விடுதலையாக்குவார். സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, உண்மையே சொல்லட்டுமா? ഈ യേശു എന്ന പദത്തെക്കാളും அந்த இயேசு என்கிற வார்த்தையை விட അന്ന് എന്റെ ഉള്ളിൽ ആദ്യം വിശ്വാസം ഉണ്ടാക്കിയത്, அன்றைக்கு எனக்குள்ளே முதலாவது விசுவாசத்தை உண்டு பண்ணினது ഇത് എന്നോട് പറഞ്ഞ അമ്മച്ചിയുടെ ധൈര്യമാണ്. இது என்னிட பார்த்து சொன்ன பாட்டி அம்மாவுடைய தைரியம். അല്ലാതെ അഭിഷക്തന്മാരെ യേശു എന്ന് പറയുമ്പോൾ ചാടി സ്വാധീനിക്കാൻ ഞാൻ ക്രിസ്ത്യാനി അല്ല. ஓ அல்லாத அந்த பாட்டி அம்மா இயேசுவை நேசிக்கிறேன்னு சொல்லும்போது நான் அப்படி குதித்து அதை ஏற்றுக்கொள்வதற்கு நான் ஒரு கிறிஸ்தவன் அல்ல. ഒരിക്കലും അങ്ങനെ ഒരു സംസ്കാരത്തിൽ ജനിച്ചയാള് ചാടിക്കയറി യേശുവിനെ പിടിക്കില്ല. அப்படிப்பட்ட ஒரு சூழ்நிலையில் பிறந்த ஒரு நபர் இப்படி ஒரு வார்த்தை கேட்ட உடனே இயேசுவை ஏற்றுக்கொள்ள അതുകൊണ്ട് ഞാൻ மாட்டார். എന്റെ ചർച്ചിലുള്ള എല്ലാ അഭിഷക്തരോടും ഞാൻ പറയും, ஆகவே என்னுடைய சபையில் உள்ள எல்லா அபிஷேகம் பண்ணப்பட்ட பிள்ளைகளை பார்த்து നിങ്ങൾ ഒരു சொல்லுவேன், സ്ഥലത്ത് സുവിശേഷം പറയുമ്പോൾ நீங்கள் ஒரு இடத்துல சுவிசேஷம் அறிவிக்கும் பொழுது തൊടേണ്ടത് അവന്റെ മനസ്സിനെയാണ്, தொட வேண்டிய அவருடைய இருதயத்தை மனதை தொட வேண்டும். അവന്റെ കൾച്ചറിനെ അല്ല, அவனுடைய നാഗരികത്തെ അല്ല, അവനായിരിക്കുന്ന മതത്തെ അല്ല, അവനുடைய മതത്തെ അല്ല. അവന്റെ മതത്തിനും അവന്റെ പാരമ്പര്യത്തിനും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവൻ കിടപ്പുണ്ട്. അതിനെ നിനക്ക് തൊടാൻ കഴിയണം. அவனை கொண்டு அவனுடைய பாரம்பரியத்தை மதத்துக்கு செய்ய முடியாத சில காரியங்கள் இருக்கிறது, அதை நீங்கள் தொட வேண்டும். അത് നിന്നെ കൊണ്ട് തൊടാൻ കഴിഞ്ഞാൽ, அது உன்னை கொண்டு தொட முடிந்தால் നീ അവനെ ചർച്ചയിൽ വിളിക്കണ്ട, நீ അവരെ ആലയത്തിൽ കൂപ്പിട അവൻ നിന്റെ ചർച്ച അന്വേഷിച്ചു വരും. അവൻ ഉன்னுடைய സഭയെ തേടി വരുവാൻ. പ്രസംഗമല്ല, ഇതിന്റെ ചെയ്തി അല്ല. ഓരോ ആഴ്ചയും ഞാൻ കാണുന്ന അത്ഭുതങ്ങളാണ്. ஒவ்வொரு வாரமும் நான் பார்க்கிறதான காட்சிகள்.
ഈ അമ്മച്ചി ഇത് പറഞ്ഞപ്പോ, இந்த பாட்டியம்மா இதை சொன்ன உடனே, അഭിഷക്തന്മാരെ, സത്യത്തിൽ ഞാൻ ആദ്യം വിശ്വസിച്ചത് അമ്മച്ചിയുടെ വാക്കാണ്. போதகர்களே, முதலாவது நான் நம்பினது அந்த பாட்டியம்மாவுடைய வார்த்தை. എന്നിട്ട് അമ്മച്ചിനോട് പറഞ്ഞു, அப்புறமா பாட்டியம்மா சொன்னார்கள், അടുത്ത ഞായറാഴ്ച, அடுத்த ஞாயிற்றுக்கிழமை എന്റെ ചർച്ചിൽ വരണം, என்னுடைய சபையிலே வர வேண்டும், നിങ്ങൾ വിടുവിക്കപ്പെടും, நீங்கள் விடுதலையாக்கப்படுவீர்கள். എന്തോ വാക്കാ, என்ன ஒரு வல்லமையான வார்த்தை. നിങ്ങളോട് ചോദിക്കട്ടെ, உங்களை பார்த்து கேட்கிறேன், ഇങ്ങനെ ഒരു ശ്രീദേവിയും അരവിന്ദിനെയും അഞ്ജലിയും ഒക്കെ നിങ്ങൾ ഈ ആഴ്ച പരിചയപ്പെട്ടാൽ, இப்படிப்பட்டதான ஒரு ஸ்ரீதேவியையும் அரவிந்தனையும் அஞ்சலியையும் நீங்கள் பழக்கப்பட்டால், അവരോട് ഒരു വാക്കും സംസാരിക്കാതെ, அவர்களிடத்தில் ஒரு வார்த்தை சொல்லாமல், അവരുടെ ജീവിത ചരിത്രം എന്തെന്ന് മനസ്സിലാക്കാനുള്ള കൃപാവരമുണ്ടോ? அவருடைய வாழ்க்கையின் நிலைமை என்ன என்று சொல்லி புரிந்து கொள்ளக்கூடியதான கிருபை உண்டா? അങ്ങനെയുള്ള വെളിപ്പാടുകളുണ്ടോ? அப்படிப்பட்ட வெளிப்படுத்தல்கள் உண்டா? വെളിപ്പാടില്ല പാസ്റ്റർ, വെളിവുകേട് കുറേയുണ്ട്. வெளிப்பாடுகள் இல்லை, விளைவுகேடு தான் உண்டு. ഈ അമ്മച്ചിക്ക് വെളിപ്പാടുണ്ടായിരുന്നു. இந்த பாட்டியம்மாக்கு தாய்க்கு வெளிப்பாடு இருந்தது. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? உங்களுக்கு தைரியம் இருந்ததா? നമ്മൾ കൂടിയിരിക്കുന്ന ചർച്ചിൽ ഇവരെ അടുത്ത ഞായറാഴ്ച വിളിച്ചുകൊണ്ട് വരാൻ, நாம் கூடியிருக்கிற சபையிலே இந்த மக்களை அடுத்த ஞாயிற்றுக்கிழமை கூட்டிக் கொண்டு வருவதற்கு, ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഒരിടത്ത് പറയുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, இது இடத்துல சொல்லும்போது ஒரு நபர் இப்படி சொன்னார், എന്റെ അരവിന്ദ് പാസ്റ്റർ ഞാൻ വിളിക്കത്തില്ല, போதகரை நான் கூப்பிடவே மாட்டேன், കാരണം അടുത്ത ഞായറാഴ്ച ചർച്ച അടിയാണോ ബഹളമാണോ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. சபைக்குள்ள அடிய என்ன பிரச்சனையோ சண்டை என்ன எனக்கு தெரியாது. ആ ഒരു അവസ്ഥയിലോട്ടല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. அப்படிப்பட்ட சூழ்நிலைக்கு நேரே அல்லவ நாம் போய் கொண்டிருக்கிறோம். ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, நான் பல தடவை சிந்தித்தேன், ഒരിക്കലും ഒരു ബന്ധവും ഇല്ലാത്ത ஒரு ஐக்கியம் இல்லாத ഹൈന്ദവ കുടുംബത്തിൽ കിടക്കുന്ന, ஒரு ഹിന്ദു കുടുംബത്തിൽ ഹൈന്ദവ കാണപ്പെടുന്ന, മതത്തെ അന്ധമായി ஒரு വിശ്വസിക്കുന്ന, ഹിന്ദു കുടുംബത്തെ ആഴമായി പുരിഞ്ഞുകൊണ്ട് ആചാരങ്ങളെ அந்த വിശ്വസിക്കുന്ന ஆசாரங்களை ഒരു நம்புகிற കുടുംബത്തോട് ஒரு குடும்பத்தை பார்த்து, എന്റെ ചർച്ചിൽ വാ, என்னுடைய சபையில வா, നിങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് நீங்கள் പറയാം. விடுதலையாக்கப்படுவீர்கள் என்று சொல்ல അമ്മച്ചിക്ക് ധൈര്യം ഉണ്ടായത്, அந்த பாட்டியம்மாவுக்கு தைரியம் ആ வந்தது. ചർച്ചിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. அந்த சபையிலே பரிசுத்த ஆவியானவர் இருந்தார். ഈ രാത്രി ഞാൻ നിർത്തുകയാണ്. இந்த இரவுகள் நான் முடிக்கிறேன். നമ്മൾ ആരാധിക്കുന്ന സ്ഥലങ്ങൾ പരിശുദ്ധാത്മാവിന്റേതായിരിക്കണം. ஆராதிக்கிற இடம் பரிசுத்த ஆவியினால் நிரப்பப்பட்ட இடமாக இருக்க வேண்டும். നിയന്ത്രിക്കേണ്ടത് സംഘടനകളല്ല, പരിശുദ്ധാത്മാവായിരിക്കണം. அங்கே கண்ட்ரோல் பண்ணுகிற பரிசுத்த ஆவியானவராக இருக்க வேண்டும். എങ്കിൽ ഇനിയും അരവിന്ദ് മോഹൻമാർ ജനിക്കും. அப்படி சொல்லி இன்னும் அரவிந்த் மோகன்மார் எழுப்புவார்கள். ഇനിയും ആത്മമണ്ഡലത്തിൽ അരവിന്ദ് മോഹൻമാർ എഴുന്നേൽക്കും. இப்படிப்பட்ட இடத்தில் அரவிந்த் மோகன்மார் எழுப்புவார்கள். അഭിഷേകത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറ, அபிஷேகத்திற்கு விலை கொடுக்கிற தலைமுறை. ഞാൻ നിർത്തുന്നു. நான் நிறுத்துகிறேன். ഈ അമ്മച്ചിയുടെ വാക്ക്, இந்த தாயுடைய வார்த்தை, അത് പറയാൻ കാണിച്ച അമ്മച്ചിയുടെ ധൈര്യം, அந்த சொல்வதற்கு தாய் காட்டின தைரியம், അത് എന്റെ ഉള്ളൊരു വിശ്വാസം ഉണ്ടാക്കി. அது எனக்குள்ள ஒரு விசுவாசத்தை கொண்டு வந்தது. ഇവിടെയും കൂടെ പോയി നോക്കാം, இங்கேயும் கூட போய் பார்க்கலாம். പിന്നെ ഒന്ന് ഞാൻ ചോദിച്ചു, ஒரு வார்த்தை கேட்டேன், ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? இங்க சத்தம் போடுகிற ஆட்களா? അപ്പൊ എനിക്ക് അന്ന് അറിയാം, எனக்கு கண்டு தெரியும். പെന്തക്കോസ്ത് അന്ന് ആ പേരറിയത്തില്ല, പക്ഷെ ചില ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ. பெந்தேகோஸ்தர் வார்த்தை தெரியாது, ஆனா நல்ல சத்தம் போடுவார்கள். അമ്മച്ചി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. பாட்டியம்மா சொன்னாங்க இல்ல. ഞായറാഴ്ച ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റപ്പോൾ അമ്മച്ചി വീടിന്റെ മുറ്റത്തിരിക്കുക. நாங்க காலை ஞாயிற்றுக்கிழமை காலையில் தூங்கி எழும்பும் போது எங்க வீட்டு முன்னாடி தாய் நிற்கிறார்கள். അമ്മച്ചി വന്നതുകൊണ്ട് ഞങ്ങളും പോവാ. பாட்டியம்மா வந்ததனால நாங்களும் போகிறோம். പക്ഷെ ചർച്ചിന്റെ ഒരു 100 മീറ്റർ അടുത്തെത്തിയപ്പോൾ, அந்த சபையினுடைய ஒரு 100 மீட்டர் அருகாமையில் வந்தபோது എനിക്ക് മനസ്സിലായി, எனக்கு புரிந்தது, ഇത് ബഹളം ഉണ്ടാക്കുന്ന ചർച്ച, இது சத்தம் போடுகிற கூட்டம். ഇന്ന് വല്ലതും ആയിരുന്നെങ്കിൽ, இன்றைக்கு என்ன சொன்னா, ചർച്ചിനകത്ത് കയറി ഇരുന്നാൽ പോലും മനസ്സിലാകത്തില്ല, சபைக்கு உள்ள வந்தா கூட புரியாது ഇത് ഏത് ചർച്ച, இது ஏது சபை. അപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞു, അപ്പോൾ தாயை பார்த்து சொன்னேன், നമ്മൾ പെട്ടുപോയിരിക്കുകയാണ്. நான் எப்படி அகப்பட்டு விட்டோம். ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, நிறைய காரியங்கள் உண்டு. അതൊക്കെ ഞാൻ തുറക്കാൻ പോയാൽ அதெல்லாம் சொல்ல போனா ഇവരെനിക്ക് അടിയും തന്നു പറഞ്ഞു വിടും. இவர் எனக்கு அடிந்தது சொல்லி ഇപ്പോൾ விடுவார். തന്നെ ഞാൻ ടൈം ഓവറായി, இப்ப டைம் ஓவர் ஆயிடுச்சு. ഞാനതെല്ലാം കട്ട് ചെയ്യുകയാണ്. நான் அதெல்லாம் கட் பண்றேன். ഞാൻ ചർച്ച കയറി, நான் சபைக்குள்ள வந்தேன், കഴിഞ്ഞിറങ്ങി. சபை முடிந்து வெளியே ഞാൻ வந்தேன். ആദ്യം അമ്മയോട് പറഞ്ഞത്, அம்மாவை பார்த்து சொன்னேன், ഇനി മേലിൽ ഇവിടെ വരില്ല, இனிமேல் இங்க வரமாட்டேன். ഇനി മേലിൽ ഇവിടെ വരില്ല എന്ന് ആദ്യം പറഞ്ഞ ആളാണ് இனிமேல் இங்க வரமாட்டேன் என்று சொல்லி முதலாவது சொன்ன நபர் தான் ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. இந்த உங்க பத்திரம் நிற்கிறேன். അടുത്ത ഞായറാഴ്ചയും அடுத்த ஞாயிற்றுக்கிழமை അമ്മയോട് ഞാൻ പറയും, அம்மாவை பார்த்து சொன்னேன், ഇത് ലാസ്റ്റ് സൺഡേ, இது கடைசி ஞாயிற்றுக்கிழமை, നമ്മൾ പോയില്ല. இனி நாம் போக மாட்டோம். ഇങ്ങനെ കുറെ മാസമായിരുന്നു. இப்படி கொஞ்சம் மாதங்கள் போகுது. എല്ലാ ഞായറാഴ്ചയും പറയും, எல்லா ஞாயிற்றுக்கிழமை சொல்லுவேன், ഇനി നമ്മൾ പോകത്തില്ല, இனி போக மாட்டேன், ഇനി നമ്മൾ പോകത്തില്ല. இனி போக மாட்டேன். പക്ഷെ എന്തോ ഒന്ന് ഞങ്ങളെ ആകർഷിച്ചു. ஆனா ஏதோ ஒன்று எங்களை வசீகரித்தது. ഞാൻ ആഗ്രഹിച്ചിട്ട് പള്ളിയിൽ പോയ ആളല്ല, நாம் விரும்பி ஆலயத்துக்கு போன நபர் அல்ல. എന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വിളി എന്നെ വലിച്ചെടുത്തതാണ്. இது காணப்பட்ட தேவனுடைய அழைப்பு என்னை இழுத்து கொண்டு போனது. ஆமென். ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് നേടിയതല്ല, இது நான் விரும்பி நேடினதல்ல. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ജനിച്ചതുകൊണ്ട് என்னை குறித்துள்ள திட்டங்கள் ஆண்டவர் எனக்குள்ள வெளிப்படுத்தினபடியால்
നിങ്ങളൊക്കെ ആരാധിക്കാൻ ഇറങ്ങി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. நீங்களெல்லாம் ஆராதிக்க வந்தவர்கள் ஆசீர்வதிக்கப்பட்டவர்கள். പക്ഷേ ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി തകർന്നു പോയവരാണ്. ஆனா நாங்கள் ஆராதிக்க ஆரம்பித்த போது നഷ്ടத்துக்கு നേരെ പോனவர்கள். എന്റെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യത്തെ ഒരു ചാപ്റ്റർ മുഴുവൻ കഷ്ടതയുടെ മേൽ കഷ്ടം. என்னோட ஆவிக்குரிய வாழ்க்கையின் முதலாவது ஒரு அத்தியாயம் வாழ்க்கையிலே கஷ்டத்தின் மீது கஷ்டம். എന്ന് പറഞ്ഞാൽ 17 വർഷം ഞാൻ അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി ഞാൻ അടുത്ത പോർഷനിൽ അനുഭവിച്ചു. நான் போன 17 ആണ്ടുകൾ അനുഭവിച്ചதை വിടയ്ക്ക് ഇരട്ടിപ്പാന കഷ്ടങ്ങൾ എന്റെ வாழ்க்கைയിൽ അനുഭവിക്കാൻ വേണ്ടി വന്നത്. മതമെതിരായി, കുടുംബക്കാരെതിരായി, പിന്നെ ഒരു സത്യം നാട്ടുകാർ കേൾക്കാൻ വേണ്ടി പറയാം. ആമേൻ. ഒന്നിനും കൊള്ളത്തില്ല, ആർക്കും വേണ്ടാത്തവനും യേശുവിൽ വന്ന് ഞങ്ങളുടെ ചർച്ചയിൽ വന്ന പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, MP സകലതും ആ വീട്ടിൽ വരും. பாருங்கள், இந்த தேசத்திலே காணப்படுகிறதான இதெல்லாம் மக்களுக்கு கேட்க நான் சொல்லுகிறேன். நாங்கள் இயேசுவை ஏற்றுக்கொண்டதனால எங்களுடைய மதம் எங்களை வெறுத்தது, எங்களுடைய சமுதாயம் எங்களை வெறுத்தது, தேசத்தில் விரட்டி அடிக்கப்பட்ட சூழ்நிலைமை. அது மட்டுமல்லாதபடி நாங்கள் இயேசுவை ஏற்றுக்கொண்டபடியினால் அந்த தேசத்தில் காணப்பட்டதான பஞ்சாயத்து தலைவர்கள், MLA-மார்கள் மற்றும் அரசு தலைவர்கள் அநேகர் எங்கள் வீட்டை தேடி வந்தார்கள். ഒരുത്തൻ മദ്യപിച്ച് വീട്ടിൽ ഭാര്യ അടിച്ചാൽ ഈ പറയുന്ന ഒരു മെമ്പർമാരുമില്ല, നീ എന്തിനാടാ അവളെ അടിച്ചതെന്ന് ചോദിക്കാം. பாருங்கள், ஒருவன் மது அறிந்து கொண்டு தன்னுடைய துணைவியை அடிக்கும் பொழுது ஏனையா அந்த சகோதரி அடிக்கிறீர்கள் என்று கேட்பதற்கு அந்த தேசத்தில் ஒருவர் கூட இல்லை. പക്ഷേ അയാൾ മാനസാന്തരപ്പെട്ട് നമ്മൾ അയാളെ സ്നാനപ്പെടുത്താൻ നിൽക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, നീ എന്തിനാടാ സ്നാനപ്പെടുന്നത്? நீ ஒரு நபருக்கு சுவிசேஷம் சொல்லி மனம் திரும்பி அவரை ஞானஸ்நானம் கொடுக்கும்போது கேட்பார்கள், எதுக்குடா நீ ஞானஸ்நானம் எடுக்கிறாய்? മതത്തിന് എപ്പോഴും അടിമകളെ വേണം. ஓ, மதத்திற்கு எப்போது அடிமைகள் தேவை. സുവിശേഷത്തിന് എപ്പോഴും മക്കളെ വേണം. ஓ, சுவிசேஷத்திற்கு எப்போது மக்களை தேவை. ഞാൻ നിർത്തുകയാണ്. நான் முடிக்கிறேன். ഞാൻ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് വന്നയാളല്ല. ഓ, ഞാൻ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് വന്ന നബറല്ല. ഞാൻ അടിമത്തത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് വന്നയാളാണ്. അടിമത്തനത്തിൽ നിന്ന് പുത്ര സ്വീകാരത്തിലേക്ക് നേരെ വന്നവൻ. ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നയാളാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിൽ വന്ന നബർ. ആരാധിക്കും തോറും കഷ്ടതകൾ മാത്രം കണ്ട്, ആരാധിക്കുമ്പോൾ வாழ்க்கைയിൽ കഷ്ടങ്ങൾ மட்டுം പാർത്ത് ഞാൻ നിർത്തുന്നു. ഞാൻ முடிக்கிறேன். ഈ 130 രൂപ പോലും വാടക കൊടുക്കാൻ കേൾപ്പില്ലാതെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കും 130 രൂപയുടെ വീട് എന്തായിരിക്കും. അയാൾ ഇറക്കി വിട്ടു ഞങ്ങളെ. 130 രൂപ വീട് வாடகை கொடுக்க முடியாதபடி 5-6 மாதங்கள் கஷ்டப்பட்டோம். அந்த வீடு எப்படிப்பட்ட வீடுன்னு உங்களுக்கு தெரியும். அந்த நபர் அந்த வீட்டை விட்டு எங்களை வெளியாக்கினார். ഇതുപോലെ ഗതികെട്ടവരുണ്ടോ? இவனமாய் வாழ்க்கையில் தோல்வி அடைந்தவர்கள் உண்டா? പോകാൻ സ്ഥലമില്ല, போகாத இடமில்லை. കുടുംബക്കാരെല്ലാം എതിരായിരിക്കുകയാണ്. കുടുംബത്താർ എല്ലാവരും വെറുത്താர்கள். ക്രിസ്ത്യാനികളായി, ക്രിസ്തവர்கள் യേശുവിലേക്ക് പോയി. യേശുവിൽ പോനാர்கள். പോകാൻ സ്ഥലമില്ല, പോകാതെ ഇടമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന ചർച്ചിന്റെ മുറ്റത്ത് ഒരു രാത്രി ഇരുന്നുറങ്ങി. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് ഷാരോൺ ഫെലോഷിപ്പ് സഭை. அந்த சபையுடைய முற்றத்தில் உட்கார்ந்து ஒரு இரவு முழுவதும் தூங்கினேன். ചോദ്യങ്ങൾ മാത്രം, കേൾവികൾ மட்டும், ചോദ്യങ്ങൾ മാത്രം, കേൾവികൾ மட்டுം, ഉത്തരങ്ങളില്ല. അതിനൊരു വിടയില്ല. പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ஒன்று உங்களை பார்த்து சொல்லட்டுமா? ഇന്നത്തെ ചോദ്യങ്ങൾക്കെല്ലാം ദൈവം നിന്നെ കൊണ്ട് മറുപടി പറയും. இன்றைக்கு இருக்கிற கேள்விகளுக்கெல்லாம் ஆண்டவர் உன்னை கொண்டு பதில் அளிப்பார். ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നു? யாரெல்லாம் என்னை கவனிக்கிறீர்கள்? ഇത് നിന്റെ മേലുള്ള ദൈവ ശബ്ദമാണ്. இது உன் மீதுள்ள தேவனுடைய சத்தம். പിറ്റേ ദിവസം പാസ്റ്ററും ചർച്ചിലെ 2-3 വിശ്വാസികളും വന്നു. மறுநாள் போதகரும் 2-3 விசுவாசிகளும் வந்தார்கள். ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ചർച്ചിലെ ഒരു സഹോദരൻ പറഞ്ഞു, எங்களுடைய நிலைமையை பார்த்து சபையில் ஒரு சகோதரன் இப்படி சொன்னார். ചർച്ചിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന് കുറച്ച് വസ്തുവുണ്ട്. சபையின் அருகாமையில் கொஞ்சம் வஸ்துக்கள் இருந்தது. ആ വസ്തുവിൽ അദ്ദേഹം ഒരു ഷെഡ് കെട്ടി തന്നു. அந்த வஸ்துவிலே அந்த ஒரு நபர் ஒரு சின்ன குடிசை போட்டு தந்தார். 18ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ചർച്ച് എനിക്കൊരു ഷെഡ് കെട്ടി തന്നു. 18வது വയതിலேயே நான் രക്ഷിക്കപ്പെട്ട സഭയാർ சேர்ந்து எனக்கு ஒரு குடிசை அமைத்து தந்தார்கள். ജനിക്കുന്നതിന് മുമ്പ് വീട് കിട്ടിയ ആളാണ്. ஓ, பிறப்பதற்கு முன்னே எனக்கு வீடு கட்டப்பட்ட വീടല്ല നിന്റെ വിഷയം. வீடல்ல உன்னுடைய மேன்மை. നീയും ദൈവമായുള്ള ബന്ധമാണ്. நீயும் ஆண்டவருமாக உள்ள ஐக்கியம் தான் காரியம். ആ ഷെഡ് ഞങ്ങൾ കെട്ടിത്തന്നു. அந்த குடிசை கட்டி கொடுத்தார்கள். വാതിലിന് പകരം ചാക്ക് കീറി കെട്ടിത്തന്നു. வாசலுக்கு பதிலாக ஒரு சாக்கு கிழித்து தைத்தார்கள். രാത്രിയാകുമ്പോൾ അലുമിനിയം പാത്രങ്ങൾ എന്റെ അമ്മ അടുക്കി വെക്കും. இரவு நேரத்தில் அலுமினிய பாத்திரங்கள் அம்மா அந்த வாசல் அடுக்கி வைப்பார்கள். ഈ ചാക്കിൽ എന്തെങ്കിലും ഒന്ന് തൊട്ടാൽ ഈ പാത്രം തറയിൽ വീഴും. இந்த சாக்குக்குள்ள ஏதாவது வந்து தொட்டால் இந்த பாத்திரங்கள் கீழே வந்து விழ வேண்டும். ഇതായിരുന്നു എന്റെ വീട്ടിന്റെ കോളിംഗ് ബെല്ല്. இதுதான் என்னோட வீட்டினுடைய அழைப்பு மணி. എന്നും എനിക്കത് ഓർമ്മയുണ്ട്. எல்லா நாளும் எனக்கு ஞாபகம் உண்டு. അതുകൊണ്ട് എന്നെ ആരും ആരാധിപ്പിക്കണ്ട. ஆகவே என்னை யாரும் ஆராதிக்க வேண்டாம். നമ്മൾ എന്തുകൊണ്ട് ആരാധിപ്പിക്കുന്നേ? നാം എதற்காக ആരാധിപ്പിക്ക வேண்டும்? എന്തിനാ കൈയടിപ്പിക്കുന്നേ? എதற்காக കൈയടിക്ക வேண்டும்? നമ്മൾ അതൊക്കെ മറന്നുപോയി. നാം അതെല്ലാം മറന്നു. ഞായറാഴ്ച ബൈബിളും കൊണ്ടിറങ്ങുമ്പോൾ നാട്ടുകാർ കൂകി വിളിക്കും. ஞாயிற்றுக்கிழமை பைபிளும் கொண்டு ஆலயத்துக்கு போகும்போது தேசத்தார் கூவுவார்கள். ഒരിക്കലും ഗതി പിടിക്കാത്ത ഒരു കുടുംബം, ஒருபோதும் முன்னுக்கு வர முடியாத ஒரு குடும்பம். പക്ഷെ ഏത് മീറ്റിംഗിൽ പോയിരുന്നാലും, எந்த கூட்டத்தில் போனாலும்
അഭിഷക്തന്മാർ എന്നെ എഴുന്നേൽപ്പിക്കും. ஓ அபிஷேகம் பண்ணப்பட்ட ஊழியக்காரரை என்னை எழுப்பி நிறுத்துவார்கள். എന്നിട്ട് എന്നോട് പറയും, என்னை பார்த்து சொல்வார்கள், നീ ലോകരാജ്യങ്ങൾക്ക് ഒരു അത്ഭുതമായി, நீ உலக ராஜ்யத்திற்கு ஒரு அற்புதமாய் மாறுவாய். പലരും നോക്കി ചിരിക്കും, அநேகர் பார்த்து நகைப்பார்கள். പക്ഷെ ശ്രീദേവി അലറി വിളിക്കും. ஆனால் ஸ்ரீதேவி என்னோட அம்மா கூக்குரலிட்டு சத்தம் போடுவார்கள். അന്ന് പലരും ശ്രീദേവിയെ നോക്കി ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. அன்றைக்கு பலரும் ஸ்ரீதேவியை பார்த்து சிரிப்பதை பார்த்திருக்கிறேன். ചിരിച്ചവരെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. அந்த சிரித்தவர்கள் எல்லாம் அங்கேதான் இருக்கிறார்கள். ശ്രീദേവി മക്കളും അവിടെ ഇല്ല. ஸ்ரீதேவியும் பிள்ளைகளும் அங்கே இல்லை. ദൈവ ശബ്ദം നിന്നെ ഉയർത്തും. தேவனுடைய வார்த்தை உன்னை உயர்த்திக்கொண்டே, പ്രവചന ശബ്ദം നിന്നെ ഉയർത്തും. தீர்க்கதரிசன வார்த்தை உன்னை உயர்த்திக்கொண்டே, പ്രവചനങ്ങൾ നിന്റെ മേൽ ജനിക്കും. தீர்க்கதரிசனம் உங்களுக்குள்ளே பிறக்கும். കുടുംബം പോറ്റാൻ ഗതിയില്ലാതെ, குடும்பத்தை அணைப்பதற்கு வளர்த்துவதற்கு நிலைமை இல்லாதபடி വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നു. படிப்பறிவை നിർത്ത വേണ്ടിയത് വന്നത്. 2 വർഷത്തോളം ട്രിവാൻഡ്രം പട്ടണത്തിൽ റോഡ് ടാർ ചെയ്യുന്ന ജോലിക്ക് നടന്നു. 2 ആണ്ടുകൾ തിരുവനന്തപുരം പട്ടണത്തിലെ റോഡ് ടാർ போடக்கூடிய வேலைக்கு போனேன். റോഡ് പണിക്ക് നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. ഓ റോഡ് വേലയ്ക്കായി കടന്നു ചെന്ന ഒരു വാലിബൻ தான் நான். ഞാൻ എന്നോട് പറഞ്ഞു, நான் என்னை பார்த்து சொன்னேன், എന്റെ ചരിത്രം അവസാനിച്ചു. என்னுடைய வரலாறு முடிகிறது. യേശുവിന് പോലും എന്നിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. இயேசுவுக்கும் எனக்குள்ள ஒன்றும் செய்ய முடியாது. ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചത്? நான் எதற்காக இங்கே பிறந்தேன்? ഞാൻ അവസാനിച്ചിരിക്കുന്നു. நான் கடைசியா முடித்திருக்கிறேன். അന്ന് ഞാൻ ഏത് പട്ടണത്തിൽ നടു റോഡിൽ ജോലിയെടുത്ത് നടന്നു, அன்றைக்கு இந்த பட்டணத்திலே நடு ரோட்ல வேலை செய்தேனோ, ആ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദൈവം എന്റെ ചർച്ച ഉയർത്തി. ஓ அந்த பட்டணத்திலே இறுதிய பகுதியிலே கர்த்தர் எனக்கு ஒரு சபையை தந்து உயர்த்தினார். ഏത് പട്ടണത്തിൽ ഞാൻ ഒരു അടിമയായി നടന്നു, இந்த பட்டணத்திலே நான் ஒரு அடிமையாய் ആ കാണപ്പെട്ടேനോ, പട്ടണത്തിൽ ഞാൻ രാജാവിനെ പോലെ നടക്കുകയാണ്. அந்த பட்டணத்திலே நான் ராஜாவை போல ഞാൻ കാണപ്പെടുകയാണ്. കഥ പറയാൻ വന്നവനല്ല, நான் കഥ சொல்ல വന്നവനല്ല, ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ യേശുവെ വന്നവനാണ്. പറ്റി சொல்ல വന്നവൻ. യേശു നീയുമായി ഒരു ബന്ധം തുറന്നാൽ, യേശുവും നിങ്ങളുമായി ഒരു ഐക്യപ്പെട്ടാൽ നീ ഒരു അത്ഭുതമായിരിക്കും. നീ ഒരു അത്ഭുതമായി മാറുവായി. ഒരുമിച്ച് എഴുന്നേൽക്കാമോ? എല്ലാവരും ആണ്ട് സമത്തിൽ നിൽക്കലാമാ. ഇതൊരു ബന്ധമാണ്, ഇത് ഒരു ഐക്യം. മടങ്ങി വന്ന മകനെ ചേർത്ത് പിടിച്ചിട്ട് അപ്പൻ പറഞ്ഞു, തിരുമ്പി വന്ന മകനെ അണൈത്തുകൊണ്ട് തകപ്പൻ சொன்னார், എന്റെ പരാജയപ്പെട്ട പുത്രൻ വന്നു എന്നല്ല, எனக்குள்ளே துன்பப்பட்டதான் மகன் திரும்பி வந்தான் என்றல்ல, നശിച്ചു പോയവൻ തിരിച്ചു വന്നെന്നല്ല, அழிந்து போனவன் திரும்பி வந்தான் என்றல்ல, എന്റെ മകൻ, என் மகன். ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, நான் ஒன்றும் சொல்லவில்லை. നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? நீங்கள் ஒன்று விசுவசிப்பீர்களா? അതൊരു പരസ്യ പ്രഖ്യാപനമാണ്. அது ஒரு வெளிப்படையான ஒரு வார்த்தை. അവന്റെ മേൽ നീളിച്ചു നിന്നത് മരണമാണ്. அவனுக்கு மேலே வெளிப்பட்டு நின்றது ஒரு மரணம். അവന്റെ മേൽ നീളിച്ചു നിന്നത് അടിമത്വമാണ്. அவனு மேலே நிழலிடமாய் நின்றது ஒரு அடிமைத்தனம். അവൻ എടുത്ത തീരുമാനം, ഞാൻ എന്റെ നാട്ടിൽ ചെന്ന് എന്റെ അപ്പൻ എന്നെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു അടിമയായിക്കോളാം. அவன் எடுத்த தீர்மானம், என் தகப்பன் எனக்கு அனுமதி கொடுத்தால் என் தேசத்தில் போய் நான் அவருக்கு ஒரு அடிமையாய் இருப்பேன் என்று. അപ്പോഴും അവൻ അറിയത്തില്ല അപ്പൻ ഇത് അനുവദിക്കുമോ എന്ന്. அப்பொழுது அவனுக்கு தெரியாது என் தகப்பன் அதற்கு அனுமதி கொடுப்பாராய். കാരണം ന്യായപ്രമാണത്തിന്റെ നിയമം പറയുന്നു, ஆன காரணம் நியாயப்பிரமாணம் சொல்லுகிறது, ഒരു മകൻ കുടുംബത്തിൽ നാശം വിതച്ചിട്ട് പോയാൽ, ஒரு மகன் குடும்பத்துக்குள்ளே நாசத்தை விதைத்து അപ്പനുമായുള്ള போனால், ബന്ധത്തെ വിച്ഛേദിച്ചു പോയാൽ, தகப்பனுமாக உள்ளதான தொடர்பை துண்டித்து അവൻ അപ്പന്റെ போனால், അവകാശങ്ങൾ നശിപ്പിച്ചാൽ, அவன் தகப்பனுடைய அவகாசம் நஷ்டப்படுத்தினால், അവൻ അപ്പനുമായുള്ള ബന്ധത്തെ വിച്ഛേദിച്ചാൽ, அவன் தகப்பனுமாக உள்ள தொடர்பை പിന്നെ ഒരിക്കലും അവൻ മടങ്ങി വരരുത്. പിന്നെ ഒരുപോതും തിരുമ്പി വരக்கூடாது. ഇനി അവൻ മടങ്ങി വന്നാൽ, ഇനി അവൻ തിരുമ്പി വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് சொல்லி കല്ലെറിഞ്ഞു കൊല്ലുക, കല്ലെറിഞ്ഞു കൊല ചെയ്യ வேண்டும். ഈ നിയമം അവിടെ നിലച്ചു നിൽക്കുകയാണ്. இந்த சட்டம் அங்கே நிற்கிறது. എന്നാൽ അതിന്റെ നടുവിൽ, ஆனால் அதன் நடுவிலே ഒരപ്പന്റെ ശബ്ദം വരികയാണ്. ഒരു തകപ്പന്റെ ശബ്ദം വെളിപ്പെടുகிறது. എന്റെ ശപിക്കപ്പെട്ടവനെന്നല്ല, എന്നെ ശപിക്കപ്പെട്ടവൻ എന്നല്ല, എന്റെ മകൻ, എൻ കുമാരൻ. മരണം അവനെ തൊടുന്നതിനു മുമ്പ്, മരണം അവനെ തൊടുവதற்கு മുൻപാக, നിയമം അവനെ തൊടുന്നതിനു മുമ്പ്, ചട്ടം അവനെ തൊടുവதற்கு മുൻപാக, അപ്പന്റെ ചുംബനം അവനെ തൊട്ടു. ഓ തകപ്പൻ അവനുடைய മുത്തത്താൽ തൊട്ടാർ. കണ്ണുകൾ അടച്ച് കണ്ണുകളെ മൂടി നമ്മൾ ഒരു ആരാധനയിലേക്ക് പോവുകയാണ്. നാം ആരാധനയ്ക്ക് നേരെ കടന്നു ചെല്ലുகிறோம். ഈ ആരാധനയ്ക്കകത്ത് இந்த ആരാധനയ്ക്കുള്ളே കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ തൊടും. കർത്താവിന്റെ പരിശുദ്ധ ആവിയാൻ നിങ്ങളെ തൊടുവാർ. വലിയ ബന്ധങ്ങൾ ഇവിടെ തുറക്കും. பெரிய ஐக்கியங்கள் ഉണ്ടാകും. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ யாராயிருந்தாலும் சரி, നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ, നിങ്ങൾ இருக்கிற வீட்டிலே, നിങ്ങൾ നിൽക്കുന്ന റോഡിൽ, നിങ്ങൾ இருக்கிற ரோட்டிலே, നിങ്ങൾ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ அந்த சத்தத்தை கேட்டுக்கொண்டிருக்கிற இடத்திலே, നിങ്ങൾ ഇത്രയും സമയം കേട്ടത് ദൈവത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾ ഇவ்வளவு நேரம் கேட்டுக்கொண்டு தேவனுடைய சத்தம். എനിക്കും ദൈവമായ
ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് ഒന്ന് തിരിച്ചു വരണം. எனக்கும் ஆண்டவருமாக உள்ள ஐக்கியத்தில் திரும்பி வர வேண்டும். എന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധത്തിലേക്ക് ഒന്ന് മടങ്ങണം. என் வாழ்க்கையில் நஷ்டப்பட்டு போனதால் தேவனுடைய அன்பில் ஐக்கியத்தில் திரும்பி வர வேண்டும். എന്റെ കുടുംബത്തിൽ വ്യാപരിച്ചിരിക്കുന്ന മരണയാത്മാവ് നീങ്ങണം. என் குடும்பத்திலே கிரியைச்செய்கிற மரணத்தின் ஆவிகள் அழியட்டும். ആത്മീക ജീവിതത്തിലേക്ക് എനിക്ക് വീണ്ടും തിരിച്ചു വരണം. ஆவிக்குரிய வாழ்க்கையில் திரும்பி வர வேண்டும். നഷ്ടപ്പെട്ട അഭിഷേകം എനിക്ക് മടങ്ങി വരണം. நஷ்டப்பட்டு போன அபிஷேகம் திரும்பி வர வேண்டும். നഷ്ടപ്പെട്ട ദൈവസ്നേഹം മടങ്ങി വരണം. நஷ்டப்பட்டு போன தேவ அன்பு திரும்பி வர வேண்டும். കൂട്ടായ്മ മടങ്ങി വരണം. அந்த அன்பு வெளிப்பட வேண்டும். അധികാരം മടങ്ങി വരണം. அதிகாரம் வெளிப்பட வேண்டும். ആത്മീക ജീവിതം തിരിച്ചു വരണം. அந்த ஆவிக்குரிய வாழ்க்கை திரும்பி வர வேண்டும். വലിയ ശുശ്രൂഷ തിരിച്ചു വരണം. அந்த பெரிய ஊழியம் திரும்பி வர வேண்டும். എനിക്കൊരു പുനഃസ്ഥാപനം നടക്കാൻ പോകുകയാണ്. எனக்கு ஒரு உயிர்த்தெழுதல் நடக்க போகிறது. എനിക്കൊരു പുനഃസ്ഥാപനം നടക്കാൻ எனக்கு ஒரு உயிர்த்தெழுதல் நடக்க போகிறது. അത് ഇന്ന് രാത്രി സംഭവിക്കുക. அது இந்த ராத்திரியில் நடக்கட்டும். ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. நாங்கள் ഒരുമിച്ച് ജപിக்கிறோம். സകല ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ കട്ടുകളും അഴിയട്டும். രോഗത്തിന്റെ, വ്യാധിயின், ശാപത്തിൻ, അതിക്രമങ്ങളുടെ, അക്രമങ്ങളിനുடைய, പൈശാചിക ശക്തികളുടെ, പിശാചിൻ വല്ലമയിലിருந்து, ജഡപ്രവൃത്തികളുടെ, മാംസ സ്വഭാവത്തിലിருந்து എല്ലാ ചങ്ങലകളും, എല്ലാ ചങ്ങലികളും ദൈവവും ഞാനുമായുള്ള ബന്ധത്താൽ, ആണ്ടവർ നാനുമായുള്ള ഐക്യത്താൽ തകർന്നു പോകട്ടെ, അഴിഞ്ഞു പോവதாக. യേശുവിന്റെ മഹത്വം ഈ പട്ടണത്തിൽ ഇറങ്ങട്ടെ. യേശുവിൻ മഹിമ இந்த പട്ടണത്തിൽ വെളിപ്പെടட்டும். ഈ രാത്രി ആ ശബ്ദം മുഴങ്ങുന്നു. இந்த இரவு அந்த சத்தம் வெளிப்படுகிறது. എന്റെ മകൻ, என் மகன், എന്റെ മകൾ, என் மகள். അതൊരു പിതാവിന്റെ പ്രഖ്യാപനമാണ്. അതൊരു അപ്പാവുடைய ഒരു വെളിപ്പെടുത്തൽ. അതൊരു പിതാവിന്റെ പ്രഖ്യാപനമാണ്. അതൊരു തകപ്പനുடைய വാർத்தை. നീ തകർന്നവനല്ല, നീ അലിഞ്ഞു പോനവനല്ല, നീ മുടിഞ്ഞവനല്ല, നീ ഉടയ്ക്കപ്പെട്ടവനല്ല, നീ തോറ്റുപോയവനല്ല, നീ തോൽവി അടഞ്ഞവനല്ല. നീ ഇപ്പോഴും എന്റേതാണ്. നീ ഇപ്പോൾ எனக்குரியவன். യേശുവേ എൻ സമ്പത്തല്ലവോ നിശ്ചയം എന്റെ മളിയ സുതന്തിര. യേശുവേ എൻ സമ്പത്തല്ലവോ നിശ്ചയം എന്റെ മളിയ സുതന്തിര. മാயை മായையே ലോകത്തിൻ ഇன்பമേ, மாயை மாயே லோகத்தின் இன்பமே,